കർഷക സഭ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അതായത് നമ്മുടെ മുനിസിപ്പാലിറ്റി പരിധിയിൽ നമുക്ക് അവിടെ കൃഷിഭവൻ മുഖേന നടപ്പിലാക്കേണ്ട പദ്ധതികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള രേഖപ്പെടുത്താനുള്ള ഒരു വേദിയാണ് ശരിക്കും കർഷക സഭ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഓരോരുത്തരെ കൊണ്ടുവന്ന് നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്യിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു ബുക്ക് തന്നിട്ടുണ്ട്, ഒരു പേനയും തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിഭവൻ മുഖേന അല്ലെങ്കിൽ നിങ്ങളുടെ മുനിസിപ്പാലിറ്റി മുഖേന കാർഷിക മേഖലയിൽ ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനകത്ത് പേരെഴുതിയോ എഴുതാതെയോ നമുക്കിവിടെ തിരിച്ചു തരാം. അതിനുവേണ്ടി നിങ്ങൾക്കൊരു ബുക്കും തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസരങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പം ഒത്തിരി പുതിയ ഫലവർഗ വിളകൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. മാംഗോസ്റ്റിനും റംബൂട്ടാനും അതിൻ്റെ കൃഷി വളരെ വ്യാപകമായി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നമ്മുടെ കൃഷി രീതികളും അല്ലെങ്കിൽ അതിൻ്റെ പരിചരണം എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പരിശീലന പരിപാടിയും കൂടെയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യോഗം ഇവിടെ അപ്പം ഈ രണ്ട് പ്രോഗ്രാമുകളാണ് നമ്മളിവിടെ നടപ്പിലാക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പരിപാടികൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ആദ്യമായി നമുക്കൊരു ഈശ്വര പ്രാർത്ഥന എല്ലാവരും ഒന്ന് എഴുതി. അതോടൊപ്പം മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരുണ്ട്, മറ്റ് കൗൺസിലർമാരുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമുക്കിവിടെ അതിഥിയായി ഇവിടെ ഞങ്ങളുടെ കൂടെയുള്ള ആളാണ് ഞങ്ങളുടെ ബ്ലോക്ക് ഏറ്റുമാനൂർ ബ്ലോക്കിൻ്റെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറാണ് ശ്രീമതി ജ്യോതി മാഡത്തിനെയും ഇന്നത്തെ ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ കാർഷിക വികസന സമിതി അംഗങ്ങൾ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ ഒരു പരിശീലന പരിപാടി നമുക്കിവിടെ എടുക്കുന്നത് ഹോം ഗ്രോൺ, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥാപനമാണ് ഹോം ഗ്രോൺ എന്ന് പറയുന്നത്. അപ്പം ഹോം ഗ്രോണിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ആളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പം സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന സാറാണ് ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. സാറിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കർഷക സുഹൃത്തുക്കളെയും കൃഷിഭവന്റെ പേരിലും മുനിസിപ്പാലിറ്റിയുടെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജോസ്ന, ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പ്രിയപ്പെട്ട കൗൺസിലർമാർ, കർഷക സുഹൃത്തുക്കൾ, അതുപോലെ നമുക്കിവിടെ ക്ലാസ് എടുക്കുവാൻ എത്തിയിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ, കൃഷിഭവനിൽ നിന്ന് എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ, പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ കർഷക സഭ എന്നുള്ളൊരു പ്രോഗ്രാമും അതിനോടനുബന്ധിച്ച് ഒരു പരിശീലന ക്ലാസ്സുമാണ് ഇവിടെ നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഓണം അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതോടനുബന്ധിച്ച് നമ്മുടെ വിത്തുകളും ഇവിടെ നൽകുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയും അതുപോലെ തന്നെ ഞാറ്റുവേല ചന്തയും അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ പല വർഷത്തൈകൾ പേരയും ചാമ്പയും അതുപോലെ തന്നെ റംബൂട്ടാനുമൊക്കെ കായ്ച്ചു കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കൃഷിഭവനിൽ നിന്നും കൊണ്ടുപോയിട്ടുള്ള തൈകൾ വെച്ച് ഒത്തിരി പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മുടെ വരിക്കച്ചക്കയൊക്കെ വളരെ നല്ല വരിക്കച്ചക്കയാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്നവോ നമ്മൾ ഓർക്കും അതിന് വലിയ വിലയൊന്നുമില്ല, അത് വലിയ കാര്യമായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെക്കുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിലുള്ളതായിട്ട് കായ്ക്കും എന്നൊക്കെയാണ് നമ്മുടെ ഒരു ധാരണ. പക്ഷേ അതൊന്നുമല്ല. നമുക്ക് നമ്മുടെ നഗരസഭയിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് വയ്ക്കും. അതിൽ നിന്ന് കുറച്ച് പൈസയാണ് വ്യക്തികളും കൂടെ മുടക്കുന്നത്. അപ്പം ഗുണഭോക്താക്കളും മുനിസിപ്പാലിറ്റിയും കൂടെ ചേർന്ന് ആണ് അതിൻ്റെ ഫണ്ട് വെക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു തുകയുടെ തന്നെ ഒരു സാധനമാണ് നമുക്ക് ഓരോ ഫലവൃക്ഷത്തൈകളും നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു പേരയ്ക്ക കായ്ച്ചു കിടക്കുക, അതുപോലെ തന്നെ ചാമ്പങ്ങ, അത് നമ്മുടെ റംബൂട്ടാൻ, ഇതൊക്കെ കായ്ച്ചു കിടക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പുറത്തു പോയി ഇരുന്ന് മേടിക്കാതെ തന്നെ ഉപയോഗിക്കാനും ഒക്കെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കായ്ച്ചു കിടക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഓണത്തിന് പച്ചക്കറികൾ പുറത്തുനിന്ന് മേടിക്കാതെ തന്നെ നമ്മൾ നമ്മുടെ വീടുകളിൽ
കാന്താരി മുളക്, കരിയേപ്പ്, ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കരിയേപ്പൊക്കെ ഒത്തിരി തൈകൾ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് നമ്മൾ ഇച്ചിരി ചാണകവും ചാരവും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അത് ഏറ്റവും നല്ല ഫലപുഷ്ടിയോട് കൂടി വരികയും നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് അതിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു രീതിയിലും അതുപോലെ തന്നെ നമുക്കിവിടെ അറിയാം 190 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5 ഫലവൃക്ഷ തൈകൾ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നഗരസഭയിൽ നിന്ന് ഗുണഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് വെച്ചതാണ്. അവർ ഇത് കുറച്ച് പേര് പൈസ മുടക്കണം എന്നുള്ളൊരു രീതിയിൽ പൈസ മുടക്കാത്തതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊടുക്കുവാനായിട്ട് സാധിച്ചത്. ഏറ്റവും നല്ല രീതിയിൽ അതിനെ പരിപാലിക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നമുക്ക് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ പറിക്കുവാനായിട്ട് സാധിക്കും. അന്യ സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവരുന്ന വിഷം കലർന്ന ഭക്ഷണ സാധനങ്ങൾ, പച്ചക്കറികളൊക്കെ മേടിക്കാതെ നമുക്ക് തന്നെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഈ തോണെ കൃഷിഭവനിൽ നമുക്കറിയാം നമുക്ക് ഒത്തിരി പച്ചക്കറികൾ വിതരണം നടത്തിയായിരുന്നു. അപ്പോൾ ഇത് പലവർക്കും പറയുമ്പോൾ പലവരും 1 2 ഒക്കെ ആയതുകൊണ്ട് വണ്ടിക്കൂലി മുടക്കി ഇവിടെ വന്ന് മേടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ഏകദേശം ഏറ്റുമാനൂരൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിയാറിൽ അടയ്ക്കാൻ വരുമ്പോഴോ കൃഷിഭവനിൽ വരുമ്പോഴോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ പോയി ഇതൊക്കെ മേടിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ ഒരു ഗ്രോ ബാഗിനകത്താണെങ്കിലും വെച്ച് നമുക്ക് ഇത് വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നമുക്കറിയാം കാന്താരി മുളകൊക്കെ എന്തുമാത്രം കാന്താരി മുളക് ഓരോ വീടുകളിൽ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഏറ്റവും സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. ഈ മഴക്കാലത്തും ഒത്തിരി കാന്താരി മുളകുകളൊക്കെ വീടുകളിലുണ്ട്. അതൊക്കെ നമ്മൾ ഒരു ചെറിയ രീതിയിൽ ഒന്ന് പാകി മുളപ്പിച്ച് നമ്മുടെ വീടുകളിലൊക്കെ വിൽക്കുവാണെങ്കിൽ നമുക്ക് പുറത്തു പോയി ഈ പുറത്തുനിന്ന് കൊണ്ടുവന്ന പത്തളമുളകും ഒക്കെ കൂടുതൽ ഉപയോഗിക്കാതെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള കാന്താരി മുളക് ഉപയോഗിച്ച് മീനൊക്കെ വറക്കാനും ഒക്കെ നമ്മളവർക്ക് മീനൊക്കെ വറക്കാനായിട്ട് ചുവന്ന കളറ് തന്നെ വേണം, ഒന്നുമില്ല. നമുക്ക് വളരെ രുചികരമായിട്ട് പഴുത്ത മുളകൊക്കെ മിക്സിക്കകത്തിട്ടൊക്കെ ഒന്ന് അടിച്ച് ഒക്കെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിലുള്ള രുചിയോട് കൂടിയുള്ള മീൻ വറക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞ തവണ കുറച്ച് ഒഴുകിൽ മേടിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് കാന്താരി മുളകൊക്കെ ചില വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് വെച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. സ്വല്പം മുളക് പൊടി ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നല്ല കളറുമാകും, പക്ഷേ നല്ല രുചിയായിട്ട് നമ്മുടെ മനസ്സമാധാനത്തോടു കൂടി നമ്മുടെ വീടുകളിൽ നിന്നുള്ള മുളകാണെന്നൊക്കെ ഓർത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ പച്ചക്കറി തൈകളും ഒക്കെ കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മളത് മോശമായിട്ട് കരുതാതെ തന്നെ വന്ന് സ്വീകരിച്ച് നമുക്കൊരു ചെറിയ രീതിയിലുള്ള പച്ചക്കറികൾ ഇനിയിപ്പോൾ ഓണം അടുത്ത് വരികയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്കൊരു നല്ലൊരു ക്ലാസ് നയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സാറ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കർഷക സഭയും അതുപോലെ തന്നെ നമ്മുടെ ഞാറ്റുവേല ചന്തയുടെ പരിപാടിയുമൊക്കെ ഏറ്റവും നല്ല രീതിയിൽ എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഈ ക്ലാസ് വളരെ നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ക്ലാസ്സായിട്ട് മാറട്ടെ. അതെല്ലാവർക്കും ഉൾക്കൊള്ളുവാനും നമ്മുടെ വീടുകളിൽ അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വലിയ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എത്രയും ബഹുമാന്യായ ചെയർപേഴ്സൺ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇപ്പം നമ്മൾ ഇന്ന് കർഷക സഭ ഞാറ്റുവേല ചന്ത അതിനോടനുബന്ധിച്ചുള്ള ഫലവൃക്ഷ തൈ വിതരണം എന്നീ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ശരിക്കും ഇന്ന് നല്ലൊരു ഗ്രൂപ്പിനെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റെസിഡൻസ് അസോസിയേഷൻ്റെ ഒത്തിരി തന്നെ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവാം. ഇപ്പം ഈ കാലയളവിൽ നമ്മൾ കൃഷിയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു ആവശ്യകത ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല. പണ്ട് നമ്മുടെ കർഷകരെല്ലാം തന്നെ ഞാറ്റുവേല നോക്കി കൃഷി ചെയ്ത് വിഭവസമൃദ്ധമായി നമ്മളെ ഊട്ടിയ ഒരു കാലമായിരുന്നു. അതിൽ നിന്നൊക്കെ കുറച്ച് നമ്മളൊന്ന് പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും മുന്നോട്ട് നമ്മൾ അത് കൈമുതലായി കൊണ്ടുപോകണമെങ്കിൽ, നമ്മുടെ സംസ്കാരത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇതുപോലെയുള്ള പ്രവൃത്തികൾ കൂട്ടമായിട്ട് തന്നെ, ഇപ്പം ഒറ്റയ്ക്കൊക്കെ ചെയ്യാനുള്ള പല ബുദ്ധിമുട്ടുകളും പലർക്കും ഉണ്ടാകും. അപ്പോൾ ഒരു കൂട്ടത്തോടു കൂടി തന്നെ നമ്മൾ ആ കൃഷിയിലേക്ക് എത്തേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഫലവൃക്ഷത്തൈ വിതരണവും കാര്യങ്ങളും ഉണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചുറ്റുപാടും മറ്റ് എന്തൊക്കെ സ്ഥലങ്ങൾ എവിടെയൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പാകമായിട്ടുണ്ടോ, ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ആളുണ്ടാവില്ല, വിദേശത്താവാം, അവരുടെ വീടും പുരയിടും അടച്ചിട്ടിരിക്കുകയാകാം. അങ്ങനെയൊക്കെയുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മളൊന്ന് കണ്ടെത്തി കൂട്ടായ്മയോടുകൂടി ഗ്രൂപ്പുകളായിട്ടോ അല്ലെങ്കിൽ വനിതാ ഗ്രൂപ്പുകളോ എങ്ങനെയെങ്കിലും നമുക്ക് ആ സ്ഥലങ്ങളെല്ലാം തന്നെ കൃഷി ചെയ്ത് പച്ചക്കറി കൃഷിയിലേക്ക് നമുക്ക് സമഗ്രമായൊരു നേട്ടം കൊണ്ടുവരേണ്ട കാര്യം കൂടെ എല്ലാവരും ആലോചിക്കണം. നമ്മൾ ഈ വർഷം മുതൽ സമഗ്ര പച്ചക്കറി യജ്ഞം പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട്. അതോടനുബന്ധിച്ചുള്ള പച്ചക്കറി തൈകൾ വിത്തുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
ഇന്നിപ്പോൾ ഇവിടെ ഈ ഫലവൃക്ഷ തൈയെക്കുറിച്ചൊരു നല്ലൊരു ക്ലാസ്, ഇപ്പോൾ കൂടുതലും എല്ലാവർക്കും ഫലവൃക്ഷ തൈകൾ നട്ട് പരിപാലിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ടെന്നറിയാം. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു പരിപാലനവും എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായി പറഞ്ഞു തരാനായിട്ട് നമുക്കിന്നിവിടെ ആളും എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ കർഷകരും അത് പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ചെറിയ അസൗകര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് ക്ലാസ് ആരംഭിക്കാം. കർഷകർ ഉടനെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇരുന്ന് കേൾക്കാനായിട്ട് പറ്റും. നമ്മൾ ഇന്ന് ഇവിടെ ചിന്തിക്കുന്ന വിഷയം, ഇവിടെ കൃഷി ഓഫീസർക്ക് ഓർപ്പിച്ചതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളെ കുറിച്ചാണ്. ഞങ്ങൾ അതിനുവേണ്ടി കടന്നു വന്നിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലുള്ള ഹോം ഗ്രൗണ്ട് നഴ്സറിയിൽ നിന്നാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഹോം ഗ്രൗണ്ടിനെ പറ്റി നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി ഞാൻ ക്ലാസ്സിലേക്ക് കടക്കാം. ഹോം ഗ്രൗണ്ട് നഴ്സറി എന്നുള്ളത് ഏഷ്യയിലെ തന്നെ ഈ റംബുട്ടാൻ, മംഗോസ്റ്റിൻ പോലെയുള്ള പഴവർഗ്ഗ തൈകളുടെ ഉൽപ്പാദനത്തിലുള്ള ഏറ്റവും വലിയ നഴ്സറികളിലൊന്നാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നഴ്സറികളിലൊന്നാണ്. 1999 ഈ നഴ്സറിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്നിപ്പോൾ ഒരു 25 വർഷം, ജൂബിലി വർഷത്തിലൂടെയാണ് ഇപ്പം കടന്നുപോയി. 25 വർഷമായി പ്രവർത്തിക്കുന്ന നഴ്സറിയാണ്. ആദ്യം ആരംഭിച്ചപ്പോൾ ഒരു 4.5 ഏക്കർ സ്ഥലത്ത് തുടങ്ങി. പക്ഷേ ഇപ്പോൾ അവിടെ വന്ന് കണ്ടിട്ടുള്ളവർക്കറിയാം, മണിമലയാറിൻ്റെ തീരത്ത് 3 പ്ലോട്ടിലായിട്ട് 100 ഏക്കർ സ്ഥലത്താണ് ഈ നഴ്സറി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വലിയൊരു പ്രസ്ഥാനമാണ്. ഏകദേശം 300ഓളം പേര് ജോലി ചെയ്യുന്ന വലിയൊരു പ്രസ്ഥാനമാണ്. ഇതൊരു സ്വകാര്യ നഴ്സറിയാണ് എങ്കിലും സംസ്ഥാന കൃഷി വകുപ്പിൻ്റെയും അതുപോലെ SHM, NSM പോലെയുള്ള സർക്കാർ ഏജൻസികളുടെയൊക്കെ അംഗീകാരത്തോടും ലൈസൻസോടും കൂടി പ്രവർത്തിക്കുന്ന നഴ്സറിയാണ്. കൃഷിഭവനിലൂടെയൊക്കെ നമ്മുടെ തൈകൾ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. മുനിസിപ്പൽ ചെയർപേഴ്സൺ ആദ്യം പറഞ്ഞൊരു കാര്യം ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. പലപ്പോഴും നമ്മൾ പണ്ടൊക്കെ ഓർത്തുകൊണ്ട് ഈ കൃഷിഭവനിൽ കൂടെയൊക്കെ കിട്ടുന്ന തൈ എന്ന് പറയുമ്പോൾ നമുക്കൊരു വിലയില്ലായിരുന്നു. ചുമ്മാ കിട്ടുന്നത് അത് അഴുക്കാണെന്നൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അത് നന്നായിട്ട് ഫണ്ട് വിനിയോഗിച്ച് ഏറ്റവും നല്ല നഴ്സറികൾ തന്നെ തിരഞ്ഞെടുക്കുന്ന തൈകളാണ് ഇപ്പോൾ കൃഷിഭവനിൽ കൂടെയൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള അവസരങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ 1-2 ചിത്രങ്ങൾ നഴ്സറിയുടെ ഒന്ന് കാണിക്കാം. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, മറ്റ് സാധാരണ നഴ്സറികൾക്കില്ലാത്തൊരു പ്രത്യേകത, ഹോം ഗ്രൗണ്ടിന് തന്നെ സ്വന്തമായ ഒരു ഗവേഷണ വിഭാഗം അവിടെയുണ്ട്. ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ്. അപ്പോൾ ആ റിസർച്ച് ടീമിൻ്റെ ഒരു മേൽനോട്ടത്തിലാണ് അവിടെ തൈകൾ ഉൽപ്പാദനവും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നടത്തപ്പെടുന്നത്. അതും പ്രത്യേകതയാണ്. ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ രണ്ടായിട്ടൊന്ന് അതിനെപ്പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, പഴവർഗ്ഗങ്ങളെ ഞാൻ രണ്ടായിട്ടൊന്ന് തിരിക്കുക. ഒന്ന്, നമ്മുടെ വീട്ടുവളപ്പിൽ നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വെച്ചുപിടിപ്പിക്കാവുന്ന ചില പഴവർഗ്ഗങ്ങൾ. അതിനകത്ത് നമ്മളൊരു വലിയ വരുമാനമൊന്നുമല്ല. ഇവിടെ നമ്മൾ കേട്ടതുപോലെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, വീട്ടാവശ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി നമുക്ക് വെച്ചുപിടിപ്പിക്കാവുന്ന ചില പഴവർഗ്ഗങ്ങൾ. രണ്ടാമതായി നമുക്കൊരു കൊമേഴ്സ്യൽ സാധ്യത, ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ പഴക്കൃഷിക്ക് ഒരു സാധ്യത. ഈ 2 രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് മുമ്പോട്ട് പോകുന്നത്. അതിലാദ്യം നമ്മളിപ്പോൾ കാണാൻ പോകുന്ന പഴവർഗ്ഗങ്ങൾ നമ്മുടെ ഒരു വരുമാനം എന്നതിനേക്കാൾ അപ്പുറമായി നമ്മുടെ വീട്ടാവശ്യം എന്ന നിലയിൽ നമുക്ക് വെച്ചുപിടിപ്പിക്കാവുന്ന ചില പഴവർഗ്ഗ ചെടികളാണ്. ഇതിന്റെ പേരാണ് മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയും. മിൽക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ സ്റ്റാർ ആപ്പിൾ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? മിൽക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ സ്റ്റാർ ആപ്പിൾ ഉണ്ടോ? ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? ഇല്ല, വെച്ചിട്ടില്ല. സാറിന്റെ വീട്ടിലാണ്. ഉണ്ട്. ഓക്കെ. മിൽക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ സ്റ്റാർ ആപ്പിൾ. ഇതുണ്ട്. ഇതിന് 2 ടൈപ്പ് പഴങ്ങളുണ്ട്. ഒരു വെറൈറ്റിയിൽ അതിന്റെ പുറമെ പർപ്പിൾ കളറും ഉള്ളിലും ആ കളർ തന്നെയായിരിക്കും. കണ്ടോ? മറ്റൊന്ന് നമുക്കറിയാം, ഇത് കണ്ടോ, ചെറിയൊരു പച്ച കളറാണ്. അതിനുള്ളിലെ ഫ്രൂട്ടിനും കളർ വ്യത്യാസം. ഈ 2 ടൈപ്പ് ഉണ്ട്. ഇതായിരിക്കും ഇച്ചിരി ബെറ്റർ. ആ പർപ്പിൾ കളർ ഉള്ളതിനാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഒരു വിയറ്റ്നാം വെറൈറ്റിയാണ്. അത് ലോറൻ എന്ന് പറയുന്ന ഒരു വിയറ്റ്നാം വെറൈറ്റിയാണ്. ഇത് മുറിക്കുമ്പോൾ ഇങ്ങനെ ഒരു നക്ഷത്ര ആകൃതി, സ്റ്റാർ ആകൃതി വരുന്നതുകൊണ്ടാണ് സ്റ്റാർ ആപ്പിൾ എന്നൊരു പേര് വന്നത്. മാത്രമല്ല ഇത് കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു പാല് പോലെ ഒരു കറ ഇതിനകത്തുണ്ടാവും. അതുകൊണ്ട് മിൽക്ക് ഫ്രൂട്ട് എന്നും വിളിക്കും. നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വളരുന്ന ഒരു പഴവർഗ്ഗമാണ്. ധാരാളം ഔഷധ ഗുണങ്ങളുള്ളൊരു പഴവുമാണ്. ഞാൻ ഈ പഴങ്ങളുടെ കൂടെ അതിന്റെ മരത്തിന്റെ ഒരു ഫോട്ടോയും കൂടി ഇട്ടിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെയുള്ള ചെടികൾ വെക്കുമ്പോൾ ഇത് ഏകദേശം എന്താ വലുപ്പത്തിലേക്ക് വരുമെന്നും കൂടെ നമുക്കൊന്ന് ഐഡിയ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വീടിനോടൊക്കെ തൊട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് പ്രശ്നമാവും. മിൽക്ക് ഫ്രൂട്ട് അത്ര ചെറുതായിട്ട് നിൽക്കുന്ന ഒരു മരമല്ല. മിൽക്ക് ഫ്രൂട്ട് സാമാന്യം വലിപ്പം വയ്ക്കുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വേണം ഈ മിൽക്ക് ഫ്രൂട്ട് കൃഷി ചെയ്യാനായിട്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇത് ഇങ്ങോട്ട് നീക്കണം വെച്ചോളൂ. നമ്മൾ ഒത്തിരി മുകളിലോട്ട് നോക്കിയിട്ട് വരുമോ?
നന്ദമാനം പഴവർഗ്ഗമാണ്. ഇതും അത്യാവശ്യം വലിപ്പം വയ്ക്കും. ഇതൊക്കെ ബഡ് തൈകളൊന്നും വേണമെന്നില്ല. വിത്ത് മുളച്ച തൈകളാണെങ്കിൽ പോലും 3 വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്ന പഴവർഗ്ഗമാണ്. ഇത് പുലാസാൻ ഉണ്ടോ? അറിയാവോ? വീട്ടിലുണ്ട്. പുലാസാൻ ഏത് പഴമായിട്ടാണ് ഒരു സാമ്യം തോന്നുന്നത്? ചെറിയ ചെടിയാണ്, പഴമായിട്ടില്ല. പുലാസാന്റെ പഴമായ മരങ്ങളുള്ളവരുണ്ടോ? ആരെങ്കിലും ഇല്ലല്ലേ? ഉണ്ട്. റംബുട്ടാനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഫ്രൂട്ടാണ്. അതേ ഫാമിലിപ്പെട്ടതാണ്. കായ്ക്കുന്നതാണല്ലോ അല്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടോ? പേട്ടുകായകളുണ്ടോ? അതായത് ഞാൻ അക്കാര്യോടെ പറഞ്ഞേക്കാം, നമ്മൾ ഇതൊരു ഹോം സ്റ്റേ പർപ്പസിൽ ഒരു വീട്ടാവശ്യം എന്ന നിലയിൽ മാത്രം ഞാൻ ഇതിനെ ഒതുക്കേണ്ട കാര്യം, ഈ പുലാസാനിലെ സാധാരണയായിട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രോഗത്തിനൊക്കെ വളരെ പ്രയോജനമുള്ള ഫ്രൂട്ടാണെന്നാണ് പറയപ്പെടുന്നത്. സപ്പോർട്ട് നമുക്കറിയാം അത്യാവശ്യം മരമാകും കേട്ടോ. കാലക്രമേണ മരമാകുന്ന ഒരു ചെടിയാണ്. ഇതൊരു പക്ഷേ എനിക്ക് അത്ര പരിചയം കാണുകയില്ല. ലോങ്ങൻ എന്നാണ് ഇതിന്റെ പേര്. ലോങ്ങൻ ഫ്രൂട്ട്. ഇതാണ് ഇതിന്റെ മരം. ധാരാളം ആയിട്ട് കായ്ക്കുന്ന ഒരു പഴവർഗ്ഗ ചെടിയാണ് ലോങ്ങൻ. നമ്മുടെ നാട്ടിലും ലോങ്ങൻ കായ്ക്കും. പക്ഷെ ട്രോപ്പിക്കൽ വെറൈറ്റി ലോങ്ങൻ നമ്മുടെ നാട്ടിലും കായ്ക്കും. ലോങ്ങനും അത് ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മുടെ മെമ്മറി വർദ്ധിപ്പിക്കാൻ, സ്കിൻ ഹെൽത്തിന്, സ്ലീപ്പ് ക്വാളിറ്റി കൂട്ടാൻ, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ, അങ്ങനെ അനേക ഔഷധ ഗുണങ്ങളുള്ള ഒരു പഴവർഗ്ഗം കൂടിയാണ് ഈ ലോങ്ങിനെ പറ്റി പറയുന്നത്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പഴവർഗ്ഗങ്ങളിൽ 2ാം സ്ഥാനം ലോങ്ങനുണ്ട്. ലോകം മുഴുവൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പഴവർഗ്ഗങ്ങളിലെ 2ാം സ്ഥാനം ലോങ്ങനുണ്ട്. 1ാം സ്ഥാനം ഏതിനാണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാറുള്ള പഴം ഒരു ഐഡിയ പറഞ്ഞു. എന്തോ? പൈനാപ്പിളാണ്. ലോകത്തിൽ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പഴവർഗ്ഗം പൈനാപ്പിളാണ്. 2ാം സ്ഥാനം ലോങ്ങനാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലൊന്നും അങ്ങനെ കാര്യമായിട്ട് കൃഷിയൊന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ വളരുന്ന വെറൈറ്റികളുണ്ട്. ഇവിടെ നമുക്ക് കൃഷി ചെയ്ത് ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു പഴവർഗ്ഗമാണ്. ഇതിനോട് സാമ്യമുള്ള മറ്റൊരു പഴമാണ് ഡുക്കു ലാങ്സാറ്റ് എന്നൊരു പേര്. ഡുക്കു ലാങ്സാറ്റ്. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ മരത്തിന്റെ തടിയിൽ നിന്ന് കൊലകളായിട്ടുണ്ടാവും. സാധാരണ റംബൂട്ടാനും മറ്റു പഴങ്ങളൊക്കെ നമ്മുടെ മരത്തിന്റെ ശാഖാഗ്രഹങ്ങളിലാണ് ഉണ്ടാകുന്നത്, അറ്റത്താണ് ഉണ്ടാകുന്നത്. ഇതങ്ങനെയല്ല, തടിയേന്ന് തന്നെ കൊലകളായിട്ടുണ്ടാകുന്ന ഒരു പഴച്ചെടിയാണിത്. നല്ലൊരു ഫ്രൂട്ടാണ്. ഒരു 4 വർഷം കൊണ്ടൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 4 വർഷം കൊണ്ടൊക്കെ ആയിരിക്കും. ചെറിയ തണലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിലും വളരും. നല്ല ഒരു ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. നമുക്ക് വീട്ടുവളപ്പിലെ കൃഷിക്ക് ഉപയോഗിക്കാവുന്ന ഫ്രൂട്ടാണ്. ഞാൻ ഈ പഴങ്ങളെ കാണിക്കുമ്പോൾ ഇന്നാണ് ഒരാൾ ചോദിച്ചു, ഇതൊക്കെ നിങ്ങൾ വിദേശത്ത് പോയി എടുത്തുകൊണ്ട് വന്നാണോ ചോദിച്ചു. അങ്ങനെയല്ല, ഇതൊക്കെ ഹോം ഗ്രൗണ്ടിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഫാമിൽ തന്നെ വെച്ചിട്ടുള്ള ചെടികളുടെ ഫോട്ടോയാണ് ഈ പഴങ്ങളിലൊക്കെ കാണിക്കുന്നത്. അവിടെ വന്നാൽ കാണാവുന്ന പഴങ്ങൾ തന്നെയാണ്. ഇതെല്ലാം നമുക്കിവിടെ കായ്ക്കുന്നതാണ്. ഓക്കെ. പിന്നെ പേരയുടെ വെറൈറ്റികൾ, നമുക്ക് നാടൻ പേരകളൊക്കെ നമുക്ക് പരിചിതമാണ്. വീടുകളിലൊക്കെ മിക്കവാറും ഉണ്ടാവും. പുതിയ തരത്തിലുള്ള പേരയൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് നല്ല റെഡ് കളറുള്ള സീഡ്ലെസ് ആയിട്ടുള്ള 1-2 സീഡൊക്കെ കാണത്തുള്ളൂ. അങ്ങനെയുള്ളതുണ്ട്. പിന്നെ ക്രിംസൺ റെഡ്, VNR, തായ് പിങ്ക് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി വെറൈറ്റി പേരകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പുതിയ പേരകളൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ലെയർ ചെയ്തുണ്ടാക്കുന്ന തൈകളായതുകൊണ്ട് വളരെ പെട്ടെന്ന് കായും. നമുക്ക് ഒത്തിരി വർഷങ്ങളൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ പേരകളൊക്കെ വളരെ വേഗം കായ്ക്കും. ഈ പേരക്കയെ പറ്റി പറയുമ്പോൾ ഒരു പ്രത്യേകത, ആർക്കും കഴിക്കാവുന്ന ഒരു പഴമാണ് പേരക്ക. നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിലും പ്രഷർ ഉണ്ടെങ്കിലും കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും ഏത് രോഗം ഉണ്ടെങ്കിലും പേരക്ക കഴിച്ചതുകൊണ്ട് ഒരു രോഗം കൂടുകയല്ല കുറഞ്ഞാൽ. അപ്പൊ ആർക്കും ഉപയോഗിക്കാവുന്ന പഴം എന്ന നിലയിൽ നല്ലൊരു പഴമാണ് പേരയ്ക്ക. പേരയ്ക്കകത്ത് നമുക്കറിയാം വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു പഴവർഗ്ഗം കൂടിയാണ് പേരയ്ക്ക. അപ്പൊ അത്യാവശ്യമായിട്ട് നിർബന്ധമായിട്ട് നമുക്കൊരു പേരയൊക്കെ നമ്മുടെ വീട്ടുവളപ്പിൽ ഉപയോഗിക്കാം. ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ഈ വീട്ടുവളപ്പിലൊക്കെ ഈ പഴവർഗ്ഗങ്ങൾ വളർത്തിയെടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം പണ്ടത്തേക്കാൾ കൂടുതലായി നമുക്കിപ്പോൾ ആരോഗ്യ കാര്യങ്ങളൊക്കെ നമ്മൾ അല്പം കൂടിയൊക്കെ ശ്രദ്ധാലുക്കളാണ്. പ്രത്യേകിച്ചും കോവിഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം കൃഷിക്കാരായി മാറി കുറേ പഴമൊക്കെ അവിടെയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കേട്ടിരുന്ന ഒരു വാക്കാണ് വൈറ്റമിൻ സി. നമ്മൾ അതിനുവേണ്ടി ഗുളികയൊക്കെ വാങ്ങിച്ച് കഴിച്ചവരാണ് കോവിഡിന്റെ സമയത്ത് അല്ലേ. പക്ഷേ പഴങ്ങളിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ സി പോലെയുള്ള വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സ് ഇതിനൊക്കെ ഉള്ളത്. നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും ഒക്കെ ഏറ്റവും നല്ല ഉറവിടമാണ് പഴങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്കൊരു മാർക്കറ്റിലേക്ക് പോയി കഴിയുമ്പോൾ അത് സുരക്ഷിതമല്ല പഴങ്ങളൊന്നും. അതുകൊണ്ട് തന്നെ വീട്ടുവളപ്പിൽ നമ്മൾ ഇത്തരം പഴവർഗ്ഗങ്ങൾ വച്ചുപിടിപ്പിക്കേണ്ടത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഈ ICMR എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. ICMR-ന്റെ പഠനമനുസരിച്ച്
അവര് നമ്മുടെ ആഹാരക്രമത്തെ പറ്റി ഒക്കെ പറയുന്ന ഒരു ഏജൻസിയാണ്. അവർ പറയുന്നത് ദിവസേന 100 ഗ്രാം പഴങ്ങളെങ്കിലും ഒരാൾ കഴിക്കണം. ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് നമുക്ക് 100 ഗ്രാം പഴങ്ങളെങ്കിലും ഒരാൾ കഴിക്കണമെന്നാണ് പറയുന്നത്. അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം ഇത്ര വേണമെന്നുണ്ട്, പ്രോട്ടീനുള്ള ഭക്ഷണം ഇത്ര വേണമെന്നുണ്ട്, പച്ചക്കറി ഇത്ര വേണമെന്നുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ പഴവർഗ്ഗങ്ങൾക്കും നമ്മുടെ ആഹാരക്രമത്തിൽ കൃത്യമായ ഒരു അളവ് നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് പുതിയ പഠനം. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വീടുകളിൽ തന്നെ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ആവശ്യകതയിലേക്ക് വരുന്നത്. ആ നിലയിലാണ് പേര ഞാൻ പറയുന്നത്. പേരയെ പറ്റി പറയുമ്പോൾ പേരയുടെ ഇല പോലും ഔഷധ ഗുണമാണ്. നമ്മൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുമ്പോൾ പേരയുടെ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ പ്രമേഹം കുറയുമെന്നാണ് പറയുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു അവർ ചായ തിളപ്പിക്കുമ്പോൾ ഈ കൂമ്പലയുണ്ടല്ലോ, പേരയുടെ കൂമ്പല ഇട്ട് തിളപ്പിച്ച് കുടിക്കുക. ആന്റി ഓക്സിഡൻസ് അതിൻ്റെ അകത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒത്തിരി ഔഷധ ഗുണങ്ങൾ പേരയ്ക്കായ്ക്കും പേരയുടെ ഇലയിലും ഒക്കെ ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പൊ പേരയ്ക്ക് ഈ നമുക്കിപ്പോൾ പുതിയ തലമുറയിൽ വരുന്ന പേരകളായതുകൊണ്ട് നമുക്ക് വലിയ വലുപ്പത്തിലേക്കൊന്നും പോകാതെ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ 1.5 വർഷം കൊണ്ട് ഇത് കായ്ച്ചു തുടങ്ങും. എല്ലാ വർഷവും ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും. പേരയ്ക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞ് പറിച്ചു കഴിഞ്ഞ് പേരകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ബ്രാഞ്ചുകൾ കൂടുതൽ ഉണ്ടാകും. അതിലെല്ലാം പേരയ്ക്ക ഉണ്ടാകും. നിങ്ങളുടെ വീടുകളിൽ പഴയ പേരയ്ക്ക നിൽപ്പുണ്ടെങ്കിൽ ഒന്ന് പ്രൂൺ ചെയ്ത് വിടുകയാണെങ്കിൽ പെട്ടെന്ന് കായ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വലിയ വലുപ്പത്തിൽ പോകാതെ ചെറിയ സ്ഥലത്ത് പോലും ഇതൊക്കെ വളർത്താനായിട്ട് പറ്റും. ഈ പഴം നിങ്ങൾക്ക് അത്ര പരിചയം കാണത്തില്ല. സലാഖ് അല്ലെങ്കിൽ സ്നേക്ക് ഫ്രൂട്ട് എന്നതിന്റെ പേര്. അതിന്റെ തോട് കാണുമ്പോൾ അറിയാം എന്തുകൊണ്ടാണ് സ്നേക്ക് ഫ്രൂട്ട് എന്ന പേര് വന്നല്ലേ. പാമ്പിന്റെ ഒരു പുറം പോലെ, പാമ്പിന്റെ തൊലി പോലെയാണ് അതിന്റെ പുറം. അതുകൊണ്ടാണ് സ്നേക്ക് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. അതിന് മെമ്മറി ഫ്രൂട്ട് എന്ന പേരുണ്ട്, പല പേരുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇവിടെ കായ്ക്കാനായിട്ട് പ്രയാസമുള്ള ഒരു ഫ്രൂട്ടാണ്. പക്ഷെ ഞാനിത് പറയാനായിട്ടൊരു കാര്യം എന്താ ചോദിച്ചാൽ, ഇത് ഇന്തോനേഷ്യയിലെ ബാലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. നമ്മുടെ ഈ പനവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിന്റെ ഈ ഓലകളിൽ നിറയെ മുള്ളുകളാണ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ? പുറത്തെ കസാരയൊക്കെ എടുത്താൽ കുഴപ്പമില്ല, നിങ്ങളിവിടെ ശ്രദ്ധിച്ചു. ഇതിന്റെ ഓലകളിൽ നിറയെ മുള്ളുകളാണ്. അപ്പോൾ അവിടെ ഇന്തോനേഷ്യയിൽ അവരിത് ഈ സലാഖ് കൃഷി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കൃഷിയിടങ്ങളുടെ അതിരുകൾ വഴിയാണ് ഇത് കൃഷി ചെയ്യുന്നത്. എന്തുവേണ്ടിയായിരിക്കും? വേറെ ഒരു വന്യമൃഗവും ഇതിനെ ഭേദിച്ച് ഇപ്പുറത്തോട്ട് വരത്തില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ജൈവ വേലിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണ് ഈ സലാഖ്. നമുക്ക് ഇവിടെ ഒന്നും എനിക്ക് അത്ര വലിയ വന്യമൃഗശല്യമുള്ള സ്ഥലമല്ല. എങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും ഇപ്പൊ കാട്ടുപന്നിയും കാട്ടുപോത്തും ആനയൊക്കെ ഇറങ്ങുന്ന സമയമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു വേലി എന്ന നിലയിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പഴവർഗ്ഗ ചെടിയാണ് സലാഖ്. ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഫ്രൂട്ടാണ് നമുക്ക് വൈറ്റ് ഞാവൽ. ഞാവൽ നമുക്ക് പരിചയമുള്ള ഒരു പഴമാണ്. നമുക്ക് പരിചയമുള്ള ഞാവൽ പഴം എന്ന് പറയുന്നത് വെള്ള ഞാവലാണ്. വെള്ള ഞാവൽ നമുക്കൊക്കെ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ഞാവലിലൊക്കെ കളറുണ്ടാ കറുത്ത അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറുള്ള ഞാവലൊക്കെയാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ബ്രൗൺ നിറത്തിലുള്ള. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള ഞാവൽ മരങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ സാധാരണ ഇല്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. രണ്ട് പഴയ മരങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രദേശം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന വലിയ മരങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് ഇപ്പൊ അങ്ങനെ ഞാവൽ മരങ്ങളൊക്കെ വളരെ അപൂർവമായിട്ടേ നമ്മുടെ നാട്ടിലുള്ളൂ. ഇപ്പൊ കറുത്ത ഞാവൽ വേണേ റോഡ് സൈഡിൽ കൂടെയൊക്കെ വേറെ ഇവിടുന്നൊക്കെ വരുന്ന 250 രൂപ എടുത്ത് വാങ്ങിക്കണം. നമ്മുടെ നാട്ടിലില്ല പോട്ടെ. പക്ഷെ അതിന് പകരമായി നമുക്ക് ഇപ്പൊ വൈറ്റ് ഞാവലുണ്ട്, വെള്ള ഞാവൽ. കളർ വ്യത്യാസം ഉള്ളതേ ഉള്ളൂ. കറുത്ത ഞാവലിലെ എല്ലാ ഔഷധ ഗുണങ്ങളും വെള്ള ഞാവലിലുണ്ട്. ഞാൻ പറയുന്നത് ഔഷധ ഗുണങ്ങളുടെ കാര്യത്തിൽ ഇത്രയും മുൻപന്തിയിൽ നിൽക്കുന്ന മറ്റൊരു പഴം ഉണ്ടോ എന്ന് പോലും സംശയം. മറ്റേ നമുക്ക് നമ്മൾ സാധാരണ ഒരു പഴം
അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നല്ലതാണെന്ന് പറയുന്നത്? നല്ല മധുരമുള്ളതാണ് നമ്മൾ പറയും ടേസ്റ്റ്, അല്ലെ? ടേസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഒരു പഴത്തെ വിലയിരുത്തുമ്പോൾ അതിന്റെ മധുരമോ ടേസ്റ്റോ മാത്രമല്ല, അതിന്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ രീതി ചിന്തിക്കുമ്പോൾ വളരെയധികം ഔഷധ ഗുണങ്ങൾ ഉള്ള ഒരു പഴമാണ് ഈ ഞാവൽ എന്ന് പറയുന്നത്. ഞാവലിന്റെ ഔഷധ ഗുണങ്ങളെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധ ഗുണം എന്ന് പറയുന്നത് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ല ഒരു പഴമാണ്. പ്രമേഹ രോഗത്തെ കുറയ്ക്കാനായിട്ട് ഞാവൽ പഴങ്ങൾ സഹായിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, ഹൃദയ സംബന്ധമായ രോഗങ്ങളെ പ്രതിരോധിക്കാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ചു, രക്തത്തെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് ഞാവൽപ്പഴങ്ങൾക്കുണ്ട്. അതുകൊണ്ട് കരൾ സംബന്ധമായ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഞാവൽപ്പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ആ രീതിയിൽ വളരെയധികം ഗുണങ്ങളുള്ള ഒരു പഴവർഗ്ഗമാണ് ഈ ഞാവൽ എന്ന് പറയുന്നത്. ഞാൻ കാണിക്കുമ്പോൾ ചിത്രത്തിൽ കാണിച്ച ഞാവൽപ്പഴം അതിന്റെ തൈകൾ പട്ടുതൈകളാണ്. പട്ടുതൈകളായതുകൊണ്ട് തന്നെ ഒരു 4 വർഷം അങ്ങേയറ്റം മതി അതിനുള്ളിൽ തന്നെ ഇത് കാഴ്ച തുടങ്ങും. നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വലിയൊരു പോട്ടിൽ പോലും വെച്ചിട്ടുണ്ട്. ചെറിയ പെയിന്റ് ബക്കറ്റല്ല, വലിയ പോട്ടാണ്. അങ്ങനെയുള്ള വലിയ പോട്ടിൽ പോലും നമുക്ക് വെച്ച് പിടിപ്പിക്കാം. 3-4 വർഷം കൊണ്ട് കായ്ക്കും. കണ്ടുപോകുന്നുണ്ട്, കാണിക്കാൻ നിർവാഹമില്ല. വൈജ്ഞാനികൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അത് വിളവെടുപ്പിന് ഭാഗമാകുമ്പോൾ ചെറിയ റോസ് കളറിലേക്ക് വരും. പച്ച കളർ വെള്ള കളർ മാറി ചെറിയ റോസ് കളർ വരും. ആ സമയത്താണ് അത് മറിക്കേണ്ടത്. ആ സമയത്ത് അതിന് ചെറിയൊരു മധുരമുണ്ട്. അപ്പോൾ ടേസ്റ്റോടെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാവലൊക്കെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് വളർത്താവുന്ന ഒരു പഴവർഗ്ഗ ചെടിയാണ്. മറ്റൊരു പഴവർഗ്ഗത്തിനെ ബന്ധപ്പെടുത്താൻ കണ്ണില്ലാത്ത നിർവാഹമില്ല. മിറാക്കിൾ ഫ്രൂട്ട് എന്ന് കേട്ടിട്ടുണ്ട്. മിറാക്കിൾ ഫ്രൂട്ട് കേട്ടിട്ടുണ്ട്. എന്താ ഇതിനകത്തെ മിറാക്കിൾ എന്നറിയാവോ? മധുരം. അത് എങ്ങനെ മധുരം? പുളി കഴിക്കാൻ മധുരമോ? അതായത് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഫ്രൂട്ടാണ്. നമുക്കൊരു വലിയ കാന്താരിപ്പഴം വരുമ്പോൾ അല്ല അതിനെ കൂടിയൊക്കെ കാണുന്നത്. ഈ പഴം കഴിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് വലിയൊരു ടേസ്റ്റ് ഒന്നും നമുക്ക് തോന്നാറില്ല. ഇത് കഴിക്കുന്നത് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ മുട്ടയൊക്കെ നമ്മൾ അരിയിപ്പിക്കുന്ന പോലെ നാവിൽ അരിയിപ്പിച്ചാണ് ഇത് കഴിക്കുന്നത്. കുരി കഴിക്കണമെന്നില്ല. അതിന്റെ പുറത്തെ തൊലി ചെറിയൊരു ഫ്രൂട്ടുണ്ട്, അതുകൂടെ നാവിൽ അരിയിപ്പിച്ച് കഴിച്ചിട്ട് ഏത് ഭക്ഷണത്തിനും ചെറിയൊരു ടേസ്റ്റിന് ഡിഫറൻസ് വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുളിയുള്ളത് എന്ത് കഴിച്ചാലും നമുക്ക് മധുരമായിട്ട് നാരകയാണ് പരീക്ഷിക്കാൻ ഏറ്റവും നല്ല സാധനം. അതായത് ഒരു മിറാക്കിൾ ഫ്രൂട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ നാവിൽ അലിയിപ്പിച്ച് കഴിച്ചിട്ട് ഒരു ചെറുനാരങ്ങ മുറിച്ച് ആ തൊലിയോടുകൂടി നമ്മൾ വെറുതെ കഴിച്ചാൽ അത് നല്ല മധുരമായിരിക്കും. നമ്മൾ പണ്ടൊക്കെ ഈ നെല്ലിക്ക നിന്നിട്ട് വെള്ളം കുടിക്കുമ്പോൾ ചെറിയൊരു മധുരം തോന്നുകയല്ലേ, അതിൻ്റെയൊക്കെ ഒരു വലിയ വേഷം കൂട്ടിയാൽ മതി. ചെറിയ മധുരമല്ല, വലിയ മധുരമാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മിറാക്കിൾ ഫ്രൂട്ടിനുള്ളിൽ മിറാക്കുലിൻ എന്ന് പറയുന്നത് ഗ്ലൈക്കോപ്രോട്ടീൻ ഉണ്ട്. മിറാക്കുലിൻ എന്നായിരുന്നു പേര്. അപ്പൊ നമ്മളിത് നാവിൽ അലിയിപ്പിച്ച് കഴിക്കുമ്പോൾ ഈ മിറാക്കുലിൻ എന്ന് പറഞ്ഞ ഗ്ലൈക്കോപ്രോട്ടീൻ നമ്മുടെ രസമുകുളങ്ങളിൽ, നാവിന്റെ രസമുകുളങ്ങളിൽ പ്രവർത്തിച്ചിട്ട് പുളിരസം അങ്ങ് സപ്രസ് ചെയ്യും, അമർത്തിക്കളയും, മധുരം അങ്ങ് ഹൈലൈറ്റ് ചെയ്യും. ശരിക്കും പറയാൻ നമ്മുടെ നാവിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. നമ്മൾ കഴിക്കുന്നത് പുളി തന്നെയാണ്, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നത് മധുരമായിട്ടാണ്. അങ്ങനെയാണ് ഈ കാര്യം സംഭവിക്കുന്നത്. ഇതിന്റെ പ്രായോഗികമായ 1-2 ഉപയോഗങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നമുക്കറിയാം പ്രമേഹ രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ് നമുക്ക്, അല്ലെ? നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. ഇപ്പൊ കേരളം വേണേൽ അതിൽ നമ്പർ 1 ആണെന്ന് വേണം പറയാം. ആ രീതിയിലാണ് നമ്മുടെ പോക്ക്. അപ്പൊ പ്രമേഹ രോഗികൾക്ക് ഒട്ടും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു വസ്തുവാണ് പഞ്ചസാര. നിങ്ങൾ വിചാരിക്കുക നല്ല ചൂടാണ്, ഒരു നാരങ്ങ വെള്ളം കുടിക്കാന്ന് വിചാരിച്ചാൽ പഞ്ചസാര ഇടാൻ നിർവാഹം ഇല്ല. ഇതിൽ ഉപ്പിടാന്ന് വെച്ചാൽ മിക്കവാറും ഉണ്ട്. അപ്പൊ ഉപ്പ് വെള്ളത്തിലെ പഞ്ചസാരയായിട്ട് കുടിക്കത്തില്ല. അങ്ങനെ ഒരാൾക്ക് ഈ നാരങ്ങാവെള്ളം വളരെ ആസ്വാദിച്ചോടെ കഴിക്കാൻ പറ്റും. എന്താണെന്നറിയാം, ഒരു മിറാക്കിൾ ഫ്രൂട്ട് നിങ്ങൾ നാവിൽ അലിയിപ്പിച്ചിട്ട് ഒരു മുറി നാരങ്ങ എടുക്കാൻ വെള്ളത്തിൽ പിടിക്കുക, ഒന്നും ചേർക്കണ്ട, വെറുതെ നിങ്ങൾ കുടിച്ചോ. പഞ്ചസാര ഇട്ട് കുടിക്കുന്നതിലും അതിമധുരമായിട്ട് ഈ വെള്ളം. അതുപോലെ കേട്ടിട്ടുള്ള മറ്റൊരു കാര്യം, ഈ ചികിത്സയിലിരിക്കുന്ന രോഗികൾ, പ്രത്യേകിച്ച് കീമോതെറാപ്പി ഒക്കെ പോലെയുള്ള ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുന്ന രോഗികൾക്ക് അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവരുടെ നാവിന്റെ ടേസ്റ്റ്. നാവിന്റെ ടേസ്റ്റില്ല നമ്മൾ ഭക്ഷണം കഴിക്കുമോ? കഴിക്കുക. അപ്പൊ ഭക്ഷണം കഴിക്കുക. അങ്ങനെയുള്ള ആളുകൾക്കും അല്പവാസ്വാദിയോടെ ഭക്ഷണം കഴിക്കാൻ പറ്റും. മിറാക്കിൾ ഫ്രൂട്ട് ഇങ്ങനെ അലിയിപ്പിച്ചിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അല്പവാസ്വാദിയോടെ കഴിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ചെറിയ ഗുണങ്ങളുള്ള ഒരു പഴവർഗ്ഗമാണ് ഈ മിറാക്കിൾ ഫ്രൂട്ട്. ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡോടെ ഞാൻ പറയാം. ഇങ്ങനെ അലിയിപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എത്ര നേരം ഇതിന്റെ എഫക്ട് നിൽക്കുന്ന അറിയാമോ? ഒരു ദിവസം ഞാൻ പോയി 2 മണിക്കൂർ വരെയൊക്കെ
ക്ലാസ് ഒക്കെ കേട്ടിട്ട് വീട്ടിലിറങ്ങി ഉണ്ടെങ്കിൽ നാളെ ഒരു ഉച്ചയായ ഒരു 12 മണിയായപ്പോൾ ഇങ്ങനെ നാവിലൊക്കെ അലിയും വെച്ചു നാരങ്ങയൊക്കെ പിഴിഞ്ഞു വിട്ട് കുടിച്ചു. ശരിയാണ്, സംഭവം ശരിയാണ്, നല്ല മധുരം, സന്തോഷം. ഒരു 12:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറുണ്ടാൻ പോയി. കുടമ്പുഴയിട്ട മീൻകറി ആയിരുന്നു. എന്തായിരിക്കും ടേസ്റ്റ്? അതിന് മധുരമായിരിക്കും. അങ്ങനെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പൊ വീട്ടിൽ ചിലപ്പോൾ അരമുണ്ടാവും. അതുകൊണ്ട് ആ കഴിക്കുന്ന സമയം ശ്രദ്ധിച്ചോളം. 1.5 മണിക്കൂറെങ്കിലും മിനിമം 2 മണിക്കൂർ കണക്കാക്കി 2 മണിക്കൂറോളം നാവിൽ ഇതിന്റെ എഫക്ട് നിൽക്കും. ആ 2 മണിക്കൂറിനുള്ളിൽ പുളിയോളം എന്ത് കഴിച്ചാലും നമുക്ക് മധുരമായിട്ട് തോന്നുള്ളൂ. അപ്പൊ ആ സമയം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, അമിതമായിട്ട് പുളി കഴിക്കാനുള്ള ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. പുളി നമുക്ക് അനുഭവപ്പെടുന്നില്ലല്ലോ. നമ്മുടെ ചിലിമ്പിപ്പുളിയൊക്കെ ഇല്ല. ഇത് കഴിച്ചിട്ട് ചിലിമ്പിപ്പുളി കഴിച്ചാൽ എന്തായിരിക്കും? മധുരമായിരിക്കും. കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിറ്റ് വരെ പോകും. അതുകൊണ്ട് മധുരമാണെന്ന് ഓർത്ത് പുളി കൂടുതൽ കഴിക്കാനും പാടില്ല. അതുകൊണ്ട് അത് എങ്ങനെയാണോ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുക പ്രയോജനമുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ നമുക്ക് ചെറിയ ചെടിക്കകത്ത് പോലും വളർത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. വലിയ മരഭാഗത്തൊന്നുമല്ല. നമ്മുടെ പെയിന്റ് ബക്കറ്റ് പോലെയുള്ള ആ വലുപ്പത്തിലുള്ള ചട്ടികളിൽ പോലും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് ഈ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. എനിക്ക് കാണിക്കാൻ നിർവാഹമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ. പിന്നെ മറ്റൊരു ചെറുനാരകത്തിന് പകരം നമ്മുടെ വീടുകളിൽ ചെറുനാരകം നന്നായിട്ട് വരുന്നതേ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും ചെറുനാരകം ഒന്നും സക്സസ് അല്ല. ഈ ചെടി വെച്ച് കഴിഞ്ഞാൽ ഇത് വളരുകയില്ല. ഈ മഞ്ഞപ്പെല്ലാം അതിന് ഇലയെല്ലാം വളരെച്ചിരിക്കുന്നതാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പഴവർഗ്ഗത്തിരിയാണ് ഈ നാരകത്തിന്റെ ഇതിൽ വരുന്ന ഒരു ഐറ്റമാണ് സീഡ്ലെസ് ലെമൺ. ലൈം അല്ല, ലെമണാണ്. പക്ഷെ ചെറുനാരകത്തിന്റെ എല്ലാ ഉപയോഗത്തിനും നമുക്ക് ഉപയോഗിക്കും. ലെമണാണ്, സീഡ്ലെസ് ലെമണാണ്. പേര് പറയുന്നത് പോലെ തന്നെ അതിനകത്ത് ഒരു വളരെ കുറവായിരിക്കും. 1-2 ഉണ്ടായാലും ഒന്നും കാണത്തില്ല. നമ്മുടെ ഒടിച്ചൂത്തി നാരകത്തിന്റെ ഒക്കെ ഒരു ഷേപ്പിലേക്ക് വരുന്ന ഒരു പഴവർഗ്ഗത്തിരിയാണ്. ഒടിച്ചൂത്തിന്റെയൊക്കെ ഷേപ്പിലേക്ക് വരും. അത് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് കഴിക്കും. 2 വർഷം കൊണ്ട് തന്നെ അത് കാഴ്ച തുടങ്ങുന്നുണ്ട്. ഉണ്ടോ? ആരുടെയും വീട്ടിലുണ്ടോ സീഡ്ലെസ് ലെമൺ? ഉണ്ടോ? ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഉണ്ടോ? കിട്ടാൻ തുടങ്ങിയോ? ഇത് നമുക്ക് ജ്യൂസൊക്കെ എടുക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങാനിക്ക് വെച്ച് നെക്കിയതൊന്നും വരില്ല. ജ്യൂസ് കിട്ടത്തില്ല. ജ്യൂസ് ഒന്നാമത് ഇതിന് കുറവുണ്ട്. രണ്ടാമത് ഇതിന് തൊലിക്ക് ഭയങ്കര കട്ടിയായതുകൊണ്ട് അങ്ങനെ നെക്കിയെ കിട്ടത്തില്ല. ഏറ്റവും നല്ലത് അതിന്റെ പുറത്തെ ആ തൊലി ഒന്ന് കെട്ടിയിട്ട് മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കും. അപ്പൊ അങ്ങനെ ആ തൊലി കളയുമ്പോൾ വെള്ള തരത്തിലൊരു പാടയില്ലേ, അതുകൂടെ കളയുകയാണെങ്കിൽ കൈമുട്ട കാണും. ആ വെള്ള തരത്തിലുള്ള പാടയ്ക്ക് ചെറിയൊരു കൈമുട്ട ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അതാണ്. അപ്പൊ ആ പാടയും കൂടെ കൂട്ടി ചെല്ലിട്ട് മിക്സിയിലിട്ട് അടിച്ചു നല്ല ഒന്നാം ജ്യൂസ് കിട്ടും. അതുപോലെ അച്ചാറിടാനും നല്ലതാണ്. തൊണ്ടിന്റെ കട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അച്ചാറിടാനും നല്ലതാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് സീഡ്ലെസ് ലെമൺ ചെറുനാരകത്തിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സീഡ്ലെസ് ലെമൺ. അതുപോലെ തന്നെ മറ്റൊരു ഫ്രൂട്ട് ട്രീയാണ് നമുക്ക് ബുഷ് ഓറഞ്ച് അല്ലെ ചൈനീസ് ഓറഞ്ച് എന്ന് പറയും. വളരെ ചെറിയ ഓറഞ്ച്, വെറുതെ കഴിക്കാനായിട്ട് പറ്റിയല്ല, ഭയങ്കര പൊടിയാണ്. ജ്യൂസിന് നല്ലതാണ്. ഈ ബുഷ് ഓറഞ്ചിന്റെ ജ്യൂസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് ഇത് പിഴിയാനോ തൊലി പൊളിക്കാനോ ചെത്താനോ ഒന്നും പോകണം. വളരെ ചെറുതാണ്. അത് നന്നായിട്ട് വാഷ് ചെയ്യാൻ 2ആയിട്ട് മുറിച്ച് മിക്സിയിലിട്ട് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. കടിച്ച് കലക്കി കളയത് ഒന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കുക. അപ്പൊ ആ തൊലിയിലുള്ള ഓറഞ്ചിന്റെ ഫ്ലേവറോടെ നമുക്ക് നല്ല ടേസ്റ്റോടെ നമുക്ക് ഒരു ഓറഞ്ച് ജ്യൂസ് കഴിക്കുന്ന ടേസ്റ്റോടെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. അതൊക്കെ വളരെ ചെറിയ രീതിയിൽ, ഞാനീ പറയുന്നത് വീട്ടുവളപ്പിലെ കൃഷി എന്ന രീതിയിൽ പറയുമ്പോൾ നമുക്ക് വലിയ സ്ഥലം ഇല്ലാത്തവർക്ക് പോലും പറ്റിയതല്ല. ചട്ടിക്കകത്തൊക്കെ അല്ലെങ്കിൽ ടെറസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പേരൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ സീഡ്ലെസ് ലെമൺ ചെയ്യാൻ പറ്റും, മിറാക്കിൾ ഫ്രൂട്ട് ചെയ്യാൻ പറ്റും, ചൈനീസ് ഓറഞ്ച് അല്ലെങ്കിൽ ബുഷ് ഓറഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പഴവർഗ്ഗങ്ങളൊക്കെ നമുക്ക് ടെറസ് വാങ്ങിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മുറ്റത്തെ ചെടിച്ചട്ടികളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആ രീതിയിൽ നമുക്ക് അതൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ഫ്രൂട്ടാണ് ജബോട്ടിക്കാവ എന്ന് പറയും. ജബോട്ടിക്കാവ, മരമുന്തിരി നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ വിളിക്കാം. മുമ്പ് നമ്മളൊരു ഫ്രൂട്ടിനെ കണ്ടു, ലോഗോം എന്ന് പറയുന്ന ലോഗോക്കല്ല ഡുക്കുലാക്സാറ്റ് എന്നൊരു ഫ്രൂട്ടിനെ കണ്ടു. തടിയേൽ ഇങ്ങനെ പലകളായിട്ട് അല്ലേ. അതുപോലെ തന്നെ ഈ മരമുന്തിരി അല്ലെങ്കിൽ ജബോട്ടിക്കാവയുടെ പ്രത്യേകത എന്ന് പറയുന്നതും അത് തടിയേല കായ്ക്കുന്നത്. ശാഖാഗ്രഹങ്ങളിലല്ല കായ്ക്കുന്നത്, സായിത്തടിയിലും അതിന്റെ ബ്രാഞ്ചുകളിലും. അത് പലകളായിട്ടില്ല, മുന്തിരി ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പോലെ കായ്ക്കും. നല്ല ഫ്രൂട്ടാണ്. മുന്തിരിയുടെ അതേ ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ്. വള്ളി അല്ലെന്നുള്ളൂ മരമായിട്ട് വളരുന്ന ആ രീതിയിലുള്ള പ്രത്യേകത. ജബോട്ടിക്കാവ് നിങ്ങൾ മാർക്കറ്റിൽ നല്ല ടേസ്റ്റുകൾ വാങ്ങിക്കുമ്പോൾ ചെടിയുടെ കാര്യമാണ്. പല വെറൈറ്റികളും അതിലെ കൂടുതൽ നഴ്സറികളിൽ കാണുന്ന വെറൈറ്റിയുടെ പേര് സബാറ എന്ന് പറയും. സബാറ. ഈ സബാറ എന്ന് പറഞ്ഞ വെറൈറ്റി ആണെങ്കിൽ അത് കായ്ക്കണമെങ്കിൽ കുറഞ്ഞത് 7 വർഷം സമയം. നഴ്സറിക്കാരൻ വരെ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? കായ്ക്കൊന്നുമില്ല. അത് അതിൻ്റെതായ സമയമെടുക്കും. 7 മുതൽ 10 വർഷം വരെ സമയമെടുക്കും.
മിനിമമാണ് ഞാൻ 7 പറഞ്ഞത്. 10 വർഷം വരെ ചിലത് പഴയ സവാറ എന്ന് പറയുന്നത്. അതേസമയം നമുക്കിപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റികളുണ്ട്. റെഡ് ഹൈബ്രിഡ് അല്ലെങ്കിൽ എസ്കാർലെറ്റ്, ഗ്രിമല്, അങ്ങനെ പല പേരുകളിൽ വരുന്ന ഹൈബ്രിഡ് വെറൈറ്റികളുണ്ട്. അത് നമുക്ക് ഒരു 3 അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് കായ്ക്കും. വലിയ ക്വാളിറ്റി വേണമെങ്കിൽ നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പൊ ജബോട്ടിക്കാവ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കഴിവതും ഹൈബ്രിഡ് വെറൈറ്റികൾ വാങ്ങിക്കുക. അതാകുമ്പോൾ നമുക്ക് ചെടിച്ചട്ടിക്കകത്ത് വളർത്താം. 3-4 വർഷം കൊണ്ട് കായ്ക്കും. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അപ്പൊ ജബോട്ടിക്കാവെ നമുക്ക് ആ രീതിയിൽ കാണാം. ഓക്കെ, മറ്റ് ഒരു ഇതിലേക്ക് വന്നു നമ്മുടെ മാവുകളാണ്. മാവിനെ പറ്റി പറയുമ്പോൾ ഞാനൊരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയാം. നമ്മുടെ മാവ് പുതുതായി നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൻ ലോക്കൽ വെറൈറ്റികൾ തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും. ഇപ്പൊ മൽഗോവായി, വെൽഗോർസായി, ഹിമാപസത്തും അതുമൊക്കെ നമ്മൾ വളർത്താൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് വളരാൻ വളരെ പാടാണ്, മാങ്ങ ഉണ്ടായാലും പ്രശ്നങ്ങളാണ്. അത് നമ്മുടെ കാലാവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ്. ഹ്യൂമിഡിറ്റി കൂടിയ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ മാവുകൾക്ക് പൊതുവെ അത്ര നല്ലതല്ല. ഇത് പ്രാദേശിക അടിസ്ഥാനത്തിൽ കുഴപ്പമില്ലാതെ വളരുന്ന ഇപ്പൊ മൂവാണ്ട മാവ് ഒരു കുഴപ്പമില്ല, നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വരും. ഇരിക്കുന്ന മാവ് നന്നായിട്ട് വരും. അതുപോലെ കുളമ്പ്, ഒട്ടുകോളം എന്ന് പറഞ്ഞ വെറൈറ്റികളുണ്ട്, കല്ലുകെട്ടി, ഇങ്ങനെയുള്ള ലോക്കൽ വെറൈറ്റികളാണെങ്കിൽ മാവിനും മാങ്ങായ്ക്കും പ്രശ്നങ്ങൾ കുറവാണ്. നമുക്കറിയാം നമ്മുടെ വീട്ടിലെ മാവുകളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട പ്രശ്നം മാങ്ങാപ്പഴത്തില്ലാതെ പുഴുവാണ്. അതായത് മാവിൽ നിന്ന് പഴുത്ത് കിട്ടുന്ന മാങ്ങ പുഴുവില്ലാതെ കിട്ടുക എന്ന് പറയുന്നത് സാധാരണ കിട്ടിയാൽ അത്ഭുതമാണ്. സാധാരണ എങ്ങനെ ഈ മാങ്ങാപ്പഴത്തിലാണ് പുഴു വരുന്നത്? പൂവിനകത്ത് വരുന്നതാണ്. മാങ്ങാണ്ടിക്കകത്ത് പുഴു ഉണ്ടെങ്കിൽ മിക്കവാറും ഒരു പക്ഷേ അത് തന്നെയായിരിക്കും. പക്ഷേ മാങ്ങാപ്പഴത്തിന്റെ അകത്ത് പുഴു വരുന്നതിൽ 90% കാരണത്താൽ ചോദിച്ചാൽ ഈ പഴുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം, നന്നായി വളഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ മാങ്ങയുടെ തൊലി സോഫ്റ്റാണ്. ആ സമയത്ത് ഈച്ച ബുദ്ധിമുട്ടേ. നമ്മളെക്കാളും കൃത്യമായിട്ട് ഈച്ചയ്ക്ക് ഈ സമയമൊക്കെ അറിയാം. ഈച്ച കുത്തും, മുട്ടയിടും. പഴുക്കുന്ന സമയമാകുമ്പോൾ മുട്ട വിരിഞ്ഞ് പുഴുവാകും. ഈ മാങ്ങാപ്പഴം നിന്നാണ് പുഴു വളരുന്നത്. ഇതാണ് അതിന്റെ സംഭവം. അപ്പം മാങ്ങാപ്പഴമായിട്ട് തന്നെ നമുക്ക് മാവിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്ക് ഈ സംഭവം എല്ലാം മിക്കവാറും നടന്നു കഴിഞ്ഞു. പുഴു വിരിഞ്ഞ് മുട്ട വിരിഞ്ഞ് പുഴു അതിനകത്തുണ്ട്. ഈ പഴം നിന്നാണ് ഈ പുഴു വളരുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ മുട്ടകൾ വിരിയുന്നതിന് മുമ്പ് തന്നെ ഇത് പറിച്ചു വെച്ച് പഴിപ്പിക്കാനുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് വിളഞ്ഞ മാങ്ങ നമ്മൾ പറിച്ചു വെച്ച് പഴിപ്പിക്കാം. ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുന്നതെന്നൊക്കെ അറിയാം. എനിക്ക് തോന്നുന്നു അറിയാമെങ്കിലും ഞാൻ പറയാം. നമ്മൾ ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കി വെക്കുകയാണെങ്കിൽ മുട്ട നശിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് 1 ലിറ്റർ വെള്ളമാണ് നമ്മൾ തിളപ്പിക്കുന്നത്. തിളക്കുക, നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. 1 ലിറ്റർ നോർമൽ വാട്ടർ ഇതിനകത്തോട്ട് ചേർക്കുക. തിളച്ച വെള്ളം, നന്നായിട്ട് തിളച്ച വെള്ളം 1 ലിറ്റർ ആണെങ്കിൽ നോർമൽ വാട്ടർ 1 ലിറ്റർ ചേർക്കുക. കുറച്ച് ഉപ്പ് അതിനകത്ത് ഇടുക. എന്നിട്ട് നമ്മളൊന്ന് വെള്ളം മുക്കുമ്പോൾ വെള്ളം മുക്കാവുന്ന ഒരു ചൂട് അതിന് പാടുള്ളൂ. അതാണ് അതിന്റെ ചൂടിന്റെ ഒരു കണ്ടീഷൻ. വെള്ളം മുക്കിയാൽ പുള്ളി എല്ലാം. അങ്ങനെ ഒരു ചൂടില് ഈ മാങ്ങ ഒരു 3-4 മിനിറ്റ് ഒന്ന് മുക്കി വെക്കുക. തിരിച്ചെടുത്ത് നന്നായിട്ട് കുടച്ചെടുത്ത് വെച്ച് 3-4 ദിവസം കൊണ്ട് ഇത് പഴുത്ത് കിട്ടും. സാധാരണഗതിയിൽ ഈ മുട്ടകളെല്ലാം നശിച്ചു പോകും, പുഴുവായിട്ട് വരും. അതാണ് വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ പുഴുവില്ലാതെ കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം. എനിക്കൊന്ന് പരീക്ഷിച്ചിട്ടുള്ളവർ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടോ? ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട്? സക്സസ് ആണോ? അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ ഈയിടെ എന്നോട് ഒരാളെ വെച്ചിട്ട് സാറേ ഒരു മാവേൽ 1000 മാങ്ങയായിട്ട് ഇതുപോലെ ചൂടുവെള്ളത്തിൽ നോക്കാൻ നമുക്ക് കഴിക്കാനുള്ളത് ഇങ്ങനെ ഉണ്ടാക്കാം. വാർത്തയ്ക്ക് പറയാൻ നമ്മൾ 1000 മാങ്ങ മുക്കാൻ പറ്റിയ. പക്ഷെ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ളത് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് 2 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, നന്നായിട്ട് വളഞ്ഞ മാങ്ങയായിരിക്കും പറിക്കുന്നത്. നന്നായിട്ട് വളഞ്ഞ മാങ്ങ നമുക്കൊരു സമയം അറിയാമല്ലോ. അവിടെ എവിടെയൊക്കെ ഒന്ന് വഴുത്ത് പൊഴിയുന്ന സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് പറിച്ചു വെക്കാം. ഈ ചൂടുവെള്ളം ചൂട് കറക്റ്റായിരിക്കണം. മുക്കി വെക്കുന്ന സമയം കൂടി പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഒരു 3-4 മിനിറ്റ് മതി. നമ്മുടെ വെള്ളം മുക്കിയാൽ നമുക്ക് വെള്ളം മുക്കാവുന്ന ഒരു ചൂടേ കാണാവുള്ളൂ. ആ രീതിയിൽ മുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പുഴുവില്ലാതെ നമുക്ക് പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ മാവിന്റെ കാര്യത്തിൽ ലോക്കൽ വെറൈറ്റികളായിരിക്കും നമുക്ക് നല്ലത്. അതുപോലെ തന്നെ പ്ലാവിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അറിയാവുന്ന ഒരു പ്ലാവാണ് വിയറ്റ്നാം സൂപ്പർ എന്ന് പറഞ്ഞ പ്ലാവ്. അല്ലേ? കേട്ടിട്ടില്ല നിങ്ങളെല്ലാവരും? മിക്കവാറും വീടുകളിൽ കാണും. എന്നാൽ അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താ? വളരെ പെട്ടെന്ന് കായ്ക്കും. ഒരു 1-1.5 വർഷത്തിൽ ഉറപ്പായിട്ട് കായ്ക്കും. പല സീസണിൽ ചക്ക കിട്ടും. എനിക്ക് തോന്നുന്നു ഏകദേശം 8 മാസത്തോളം തന്നെ ഇതിൽ ചക്കകളുണ്ട്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്
നമുക്ക് ഈ ആർക്കെങ്കിലും വീട്ടിലെ വിയറ്റ്നാം പ്ലാവ് ഉണ്ടെങ്കിൽ ഒരു 15 അടി ഉയരത്തിൽ നമുക്ക് ഇതിനെ മുറിച്ച് നടക്കും. കൂടുതൽ ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് വർഷങ്ങളിലേക്ക് വലിയ വളർച്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ നോക്കി പോയിട്ട് കാറ്റിന് ചെയ്യുന്നത് വളഞ്ഞു പോവുക, ഒടിഞ്ഞു പോവുക അങ്ങനെയുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് ഒരു 15 അടി ഉയരത്തിൽ നമുക്ക് ഇത് മുറിച്ച് നടക്കും. അങ്ങനെ മുറിക്കുമ്പോൾ മഴക്കാലത്താണെങ്കിൽ ഒരു ബോർഡ് ഓഫീസ് വെള്ളം ഇറങ്ങാറുണ്ട്. എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ കപ്പ് വല്ലതും വെച്ച് മൂടി വെക്കും. അങ്ങനെ എല്ലാ പ്ലാവും നമുക്ക് അത്ര പ്രായോഗികമല്ല കേട്ടോ. അതുകൊണ്ടാണ് വിയറ്റ്നാം പ്ലാവ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ഉയരം നിയന്ത്രിച്ച് വളർത്താം. അങ്ങനെ വളർത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് നിലത്ത് നിന്നുകൊണ്ട് തന്നെ അവിടെ ചക്കകളെ മറിച്ചെടുക്കാം. അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട്, ദോഷങ്ങളും ഉണ്ട്. വേഗത്തിൽ കായ്ക്കെന്ന് പറഞ്ഞ പോലെ തന്നെ ലൈഫ് വളരെ വീട്ടിൽ നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം ലൈഫ് എന്ന് പറയുന്ന 10 വർഷമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത്ര പോലും കിട്ടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നമുക്കൊരു 1.5 വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങും. അടുത്ത വർഷങ്ങളിലൊക്കെ കായ്ക്കുമ്പോഴത്തേക്ക് ഒരു ട്രിപ്പ് തന്നെ കായ്ക്കുമ്പോൾ 10-20 ചക്ക ഇതില് ഉണ്ടാവും. ചിലപ്പോൾ നിലത്ത് കുട്ടിക്കിടക്കും. ഒരു കൊല്ലം തന്നെ അല്ല ഒരു ചെടുപ്പം തന്നെ 4-5 ചക്ക, അങ്ങനെ ഒത്തിരി ചക്ക ഇതിൽ ഉണ്ടാവും. നമ്മളിതുവെല്ലാം കളയൂ, നമ്മുടെ അത്യാവശ്യം നമുക്ക് പോലും കളയാം. പക്ഷെ അങ്ങനെ വിയറ്റ്നാം പ്ലാവിൽ ലൈഫ് കിട്ടണമെങ്കിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ചക്കകളുടെ എണ്ണം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതായത് ആദ്യ വർഷങ്ങളിൽ ഒരു 3 വർഷം വരെയുള്ള സമയത്ത് അങ്ങേയായിട്ട് ഒരു 2 ചക്കയിൽ കൂടുതൽ വലുതാകാൻ വേണ്ടി നമ്മുടെ പ്ലാവില് ഇടരുത്. ബാക്കി ചക്കകൾ കളയണമെന്ന് ഞാൻ പറയില്ല. ഇടിച്ചക്ക പ്രായത്തിൽ നമ്മൾ പ്ലാവിൽ നിന്ന് മാറ്റണം. നമുക്ക് ഉപയോഗിക്കാം, എന്നിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം, ഏതെങ്കിലും രീതി ഉപയോഗിക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഈ വിയറ്റ്നാം പ്ലാവ് പൊതുവെ ആരോഗ്യം കുറഞ്ഞൊരു പ്ലാവ്, വളരെ ആരോഗ്യം കുറഞ്ഞൊരു പ്ലാവാണ് ഈ വിയറ്റ്നാം പ്ലാവ്. പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ പ്ലാവ് വലിയ ആരോഗ്യമുള്ള ഒരു പ്ലാവല്ല. 1.5 വർഷം കൊണ്ട് തന്നെ കാഴ്ച തുടങ്ങുമ്പോൾ 2-3 വർഷം പ്രായമായ പ്ലാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൈവണ്ണം പോലും അതിന്റെ തായ്തടിക്ക് ഇല്ല. അതിലാണ് ഇത്രയും ചക്കയുണ്ടാകുന്നത്. പണ്ട് നമ്മൾ പറയില്ല, കൊണ്ടേ ദുർബല ഇപ്പം ഗർഭിണി എന്ന് പറഞ്ഞ പോലെയാണ് ഈ പ്ലാവിന്റെ സ്ഥിതി. ഒന്നാമത് ഇതിന് ആരോഗ്യമില്ല, അതിലാണ് 10-20 ചക്ക ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ ചക്കയെല്ലാം വലുതാകണമെങ്കിൽ ഇതിന് മുഴുവൻ വേണ്ടിയ പോഷണം ആര് കൊടുക്കണം? ഈ പാവ് അമ്മ പ്ലാവ് കൊടുക്കണം. അതോടെ ഈ പ്ലാവ് തീരും. അതുകൊണ്ട് ചക്കകളുടെ എണ്ണം ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്ക് 2 എന്നുള്ളത് ഇച്ചിരി കൂട്ടാൻ കേട്ടോ. 2-4 ചക്കയൊക്കെ നമുക്ക് വലുതാകാനായിട്ട് ഇടാം. അപ്പോൾ ചക്കകളുടെ എണ്ണം നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ വിയറ്റ്നാം പ്ലാവിലെ ചക്കകളിൽ പ്രശ്നങ്ങളുണ്ട്. കൂടി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ, മുട്ടിക്കിടന്നു കഴിഞ്ഞാൽ ചീയും. പ്രത്യേകിച്ച് നിലത്ത് മുട്ടിക്കിടന്നു കഴിഞ്ഞാൽ ചീയും. അതുകൊണ്ട് ഒരു ഞെടുപ്പിൽ ഒരെണ്ണത്തേക്കുള്ള ഇടരുത്. ഒരു ഞെടുപ്പിൽ ഒരെണ്ണത്തേക്കുള്ളിൽ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ചക്കകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞതുപോലെ ഒരു ഞെടുപ്പിൽ ഒരു ചക്ക എന്ന നിലയിലേ നമ്മൾ ഇടാവുള്ളൂ. അങ്ങനെ കൂടി കിടന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഈ പുതുതലമുറ പ്ലാവുകളെ പറ്റി പറയുമ്പോൾ നമ്മുടെ നാടൻ പ്ലാവുകളുമായിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ഞാൻ ഒരു നഴ്സറി ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് ഒത്തിരി കർഷകരുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടാൻ അവസരമുണ്ട്. അപ്പോൾ ചില ആളുകളൊക്കെ നഴ്സറി വരും, ഞങ്ങൾക്കൊരു 1 ഏക്കർ റബ്ബറായിരുന്നു, അത് വെട്ടി. ഈ റബ്ബർ വെക്കാൻ ഉണ്ടാക്കിയാലും ഉദ്ദേശമില്ല, അവിടെ പ്ലാവ് വെച്ചാലോ എന്നാണ് ഞങ്ങളുടെ ഒരു ആലോചന. അപ്പോൾ അവർ വരുന്നത് കൃഷി പ്ലാവ് തീരുമാനിച്ച് ഏതിനം എങ്ങനെയൊക്കെ വെക്കണമെന്നൊക്കെ അറിയാനേ വരും. അപ്പം നമ്മൾ അവരോട് ചോദിക്കും, എന്തുകൊണ്ടാണ് പ്ലാവ് തന്നെ തിരഞ്ഞെടുത്തത്? അതിൽ 90% പേരുടെ മറുപടി എന്താണെന്നറിയാമോ? പ്ലാവാകുമ്പോൾ വലിയ നോട്ടമൊന്നും വേണ്ടല്ലോ. കാരണം ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. നമ്മുടെ വീടുകളിൽ നമ്മുടെ കാരണവന്മാർ വെച്ചതും അതിനു മുമ്പൊക്കെ ഉള്ള ഒത്തിരി പ്ലാവുകൾ നമ്മുടെയൊക്കെ പറമ്പുകളിലുണ്ട്. ചക്ക പറിക്കാനല്ലാതെ ആരും ഇതിന് ചുവട്ടിലേക്ക് ഇതുവരെ ഉണ്ട്. അതിന് വെള്ളം ഒഴിക്കോ വളമിടുകയോ നമ്മൾ ഒരു നോട്ടവും വേണ്ട. സമയത്ത് അത് കായ്ക്കും, വിളയുമ്പോൾ പോയി നമ്മൾ ചക്ക പറിക്കും. ആ ഒരു മനോഭാവത്തിന് ഒരിക്കലും പുതുതലമുറ പ്ലാവുകളെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റത്തില്ല. നമ്മളത് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ നാടൻ പ്ലാവുകളുടെ പ്രതിരോധ ശേഷിയോ
ആ കാര്യങ്ങളൊന്നും നമ്മുടെ വിയറ്റ്നാം സൂപ്പറിലേക്കോ ജയത്തേർത്തിലേക്കോ കംബോഡിയനോ ഈ പുതിയതായിട്ട് വന്ന പ്ലാവുകൾക്കില്ല. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ പരിചരണങ്ങൾ അതിന് കൊടുത്തില്ലെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. പ്രത്യേകിച്ച് നമ്മുടെ കുമിൾ രോഗങ്ങൾ വളരെ കൂടുതലായിട്ട്, നമ്മുടെ ചീക്ക് രോഗം എന്നൊക്കെ നമ്മൾ റബ്ബറിനൊക്കെ വരുന്ന ചീക്ക് നമുക്കറിയാമല്ലോ, കൊമ്പടക്കം, വേരിനെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിയറ്റ്നാം പ്ലാവ് പോലെയുള്ള പ്ലാവുകൾക്ക് കൂടുതലായതുകൊണ്ട് നമ്മൾ മഴക്കാലത്തോടനുബന്ധിച്ചും ഒക്കെ നമ്മൾ കുമിൾനാശിനികൾ സ്പ്രേ ചെയ്യുകയോ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ നമ്മൾ ചെയ്യണം. അപ്പൊ കൃഷിയിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നം എന്താ, അത് ചിലവേറിയ കൃഷിയായിട്ട് അന്നേരം മാറും. അതിനൊത്തവണ്ണം ഒരു റിട്ടേൺ നമുക്ക് കിട്ടുമെന്നൊക്കെ നമ്മൾ നോക്കണം. അതുകൊണ്ട് പ്ലാവൊക്കെ നമ്മൾ കൃഷിയായിട്ട് ചെയ്യുമ്പോൾ ഒത്തിരി പ്രോത്സാഹനമൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നുണ്ട്. പക്ഷേ നമ്മുടെ കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ പ്ലാവൊക്കെ കൃഷി എന്ന നിലയിലേക്ക് പോകാവൂ. വീട്ടുവളപ്പ് നമുക്ക് ചെയ്യാം, ചെറിയ രീതിയിലുള്ള പരിചരണങ്ങൾ. ഞാൻ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതൊന്നും തീരെ മോശമല്ല കേട്ടോ. ഇന്നത്തെ കാലത്ത് നമുക്ക് നാടൻ പ്ലാവ് വീട്ടിലുണ്ടെങ്കിൽ ഇതിലെ ചക്കയൊന്നും നമുക്ക് കിട്ടാം, പറിക്കാൻ ആളില്ല, ഇവിടെ വീട് പോവാം. അപ്പൊ വലിയ പ്ലാവ് നമ്മൾ വെച്ചിട്ട് അതിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. ആ സ്ഥാനത്ത് ഇതൊക്കെ കൊള്ളാം, പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ചില വളമൊക്കെ ഇതിട്ട് കൊടുക്കണം. ആരോഗ്യം കുറവാണ്, പ്രതിരോധ ശേഷി കുറവായതുകൊണ്ട് ഈ പറഞ്ഞുള്ള കുമിൾനാശിനികളൊക്കെ നമ്മൾ കൊടുത്തു നിർത്തുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും. വിയറ്റ്നാമിനെക്കാട്ടിലും അല്പം കൂടി മെച്ചപ്പെട്ട ഒരു വെറൈറ്റിയാണ് കംബോഡിയൻ ഓറഞ്ച്. നമ്മൾ അതിന്റെ തൈ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വിയറ്റ്നാമിന്റെ അത്രയും വേഗം കായ്ക്കുകയാണെന്നുണ്ട് 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷം കൊണ്ട് കംബോഡിയൻ കായ്ക്കും. ചക്കകൾക്കും പ്ലാവിനും കേട് വളരെ വിയറ്റ്നാമിനെ അപേക്ഷിച്ച് കുറവാണ്, പക്ഷെ അല്പം കൂടിയൊക്കെ വലിപ്പം വയ്ക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ജെ33 എന്ന് പറഞ്ഞ പ്ലാവുണ്ട്, സമയമാണ് ഞാൻ പിന്നീട് പറയാം. അതും നമുക്ക് വളരെ നല്ലൊരു പ്ലാവാണ്. പിന്നെ നാടൻ വെറൈറ്റികളാണെങ്കിൽ നമ്മുടെ സിന്ദൂർ വരിക്ക അല്ലെ ചെമ്പരത്തി വരിക്ക എന്ന് പറഞ്ഞ പ്ലാവ് ഒരു കുഴപ്പമില്ല, കേടുമില്ല, ഒരു പ്രശ്നമില്ല, ചക്കയും നല്ലതാണ്. പക്ഷെ ഒരു 5 വർഷമെങ്കിലും കാത്തിരുന്നാലേ കായ്ക്കുള്ളൂ. വലിയ മരം ഗംലസ് നല്ല വെറൈറ്റിയാണ്, 5 വർഷം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. നല്ല ചക്കയാണ്, ഉറക്കാനും ഒക്കെ നല്ലതാണ്, പക്ഷെ വലിയ മരം. അപ്പൊ നമുക്ക് അതിനകത്ത് ഒരു ഓപ്ഷൻ നമ്മുടേതാണ്. നമുക്ക് വേഗം കായ്ക്ക് വലിയ ആയുസില്ലെങ്കിലും വേഗം കായ്ക്കുന്നതൊക്കെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈ പറഞ്ഞ വിയറ്റ്നാമോ കംബോഡിയനോ ജയത്തോട്ടത്തിലൊക്കെ തിരഞ്ഞെടുക്കുക. അങ്ങനെയല്ല, പ്ലാവിച്ച വലുതായാലും കേടില്ലാത്ത നല്ല ചക്ക കിട്ടുന്നതാണ് വേണ്ടി. നല്ല ചക്ക മീൻസ് മറ്റേ മോശമല്ലേ പറഞ്ഞത്, ആ രീതിയിലുള്ളതാണെങ്കിൽ നമ്മൾ നാടൻ വെറൈറ്റികൾ തിരഞ്ഞെടുക്കുക എന്നതായിരിക്കും പ്ലാവിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. മറ്റൊരു ഫ്രൂട്ടാണ് അബീവ്. ഇല്ലേ, കേട്ടിട്ടില്ലേ? കഴിച്ചിട്ടുണ്ട്? അബീവ് കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അബീവ് ഫ്രൂട്ട് കഴിച്ചിട്ടുള്ള ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ലെന്നുള്ളതാണ് ആ മുഖം കൊണ്ട് എനിക്ക് മനസ്സിലായത്, അല്ലേ? അതായത് നമുക്ക് ഒരു വലിയ എക്സൈറ്റിംഗ് ഫ്രൂട്ടൊന്നും പറയാനായിട്ടില്ല. ഒരു കരിക്കൊക്കെ കഴിക്കുന്ന ഒരു രീതി അല്ലെ, വലിയ മധുരമൊന്നുമില്ല, നമ്മൾ കരിക്കൊക്കെ കഴിക്കുന്ന ഒരു പ്രതീതിയുള്ളൊരു ഫ്രൂട്ടാണ്. പക്ഷെ ഇതിനൊരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ മറ്റു പഴങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് എന്ന് വെച്ചാൽ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് അബീവ് ഫ്രൂട്ട് വിളവെടുപ്പിന് പോകുന്നത്. അപ്പോൾ ഒരു ഓഫ് സീസൺ ഫ്രൂട്ട് എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ഒരു പഴവർഗ്ഗമാണ്. വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും കഴിക്കാൻ ചെറിയ രുചി ഉണ്ട് കേട്ടോ. നമ്മൾ കരിക്കൊക്കെ കഴിക്കുന്നതിന് ആ ഒരു രീതി നമുക്ക് കഴിക്കാം. ഇത് കണ്ടോ, ഈ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം കണ്ടല്ലോ, അത് നമ്മളങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം. ഐസ്ക്രീം ഒക്കെ സ്കൂപ്പ് ചെയ്യുന്ന പോലെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്ത് കഴിക്കാം. അപ്പൊ ഈ വീട്ടിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇതിന് സൂക്ഷിപ്പ് കാലം വളരെ കുറവാണ്. പറ്റുമെങ്കിൽ പറിക്കുന്ന അന്ന് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് മുറിക്കുമ്പോൾ ഇതിനകത്ത് നല്ല വെള്ള കളറാണ് കാണുന്നത്. ആ വെള്ള കളറിൽ മാറി ഒരു ബ്രൗൺ കളറിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് വ്യത്യാസപ്പെടും. അപ്പൊ ചതവ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അബിയു ഫ്രൂട്ട് നിങ്ങളുടെ മരങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പഴങ്ങൾ പറിക്കേണ്ടത് നന്നായിട്ട് മഞ്ഞ കളറാകുമ്പോൾ പറിക്കുക, ചതവില്ലാതെ പറിച്ചെടുക്കുക. ഒരു 2 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കുക, ഫ്രീസറിലൊന്നും വെക്കേണ്ട, താഴെ വെച്ചാൽ മതി. ചെറുതായിട്ടൊന്ന് തണുപ്പിച്ച് അന്ന് തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്രൂട്ടാണ്. കൂടുതൽ ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ഒക്കെ പെട്ടെന്ന് മാറിപ്പോവും. അതുകൊണ്ട് കൊമേഴ്ഷ്യലായിട്ടൊന്നും അത്ര സ്കോപ്പ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ വീട്ടിൽ നമുക്ക് വയ്ക്കാവുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ വലിപ്പം കണ്ടോ, ഇങ്ങനെ ഒരു മരമാവും, അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു വലിയ ഉയരമല്ല, ഇങ്ങനെ പടരുന്ന ടൈപ്പ് ഒരു ചെടിയാണ്. ധാരാളം കായകൾ ഒരു മരത്തിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് മുഴുവൻ വീട്ടുവളപ്പിലെ കൃഷി എന്ന നിലയിലായിരുന്നു, അല്ലെ? വീട്ടാവശ്യം നമുക്ക് കഴിക്കാൻ, നമുക്കും നമ്മുടെ വീട്ടുകാർക്ക് കഴിക്കാനുള്ള പഴവർഗ്ഗങ്ങൾക്ക് വേണ്ടിയുള്ള ചില ചെടികളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. എന്നാൽ അതിനപ്പുറമായി ഇച്ചിരി ഗൗരവമായ ഒരു വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. നമ്മുടെ ആരോഗ്യം എന്നതിനേക്കാൾ അപ്പുറമായി ഒരാദായം എന്ന നിലയിൽ പഴവർഗ്ഗങ്ങളുടെ കൃഷിക്ക് നമ്മുടെ കേരളത്തിൽ ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്
റബ്ബറിന്റെ നാടാണ്. അതിന്റെ ഏറ്റവും വലിയ റബ്ബറൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കൂടുതലും അല്ലേ? കോട്ടയം, ആയി. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാടിനെയൊക്കെ ഈ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നത് റബ്ബർ തന്നെയാണ്, നമുക്ക് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ കഴിഞ്ഞൊരു 10 വർഷം പുറകോട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാൽ റബ്ബർ കൃഷിയൊരു അല്ലേ അത്ര ആകർഷകമായ ഒരു കൃഷി നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പല ആളുകളും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയുക, പല ആളുകളും ഇത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ, പക്ഷെ ഇത് മാറ്റാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ പകരം എന്ത് ചെയ്യും എന്നുള്ളത് വലിയൊരു ചോദ്യം. കാരണം തലമുറകളായിട്ട് പരിചയമുള്ളൊരു കൃഷി എന്ന് പറയുന്നത് ഈ റബ്ബറാണ്. പക്ഷെ ഇത് മാറ്റി അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അതൊരു ചോദ്യമാണ്. അങ്ങനെ ഒരു ചോദ്യത്തിന് അനേക ഉത്തരങ്ങളുള്ള അതിലൊരു ഉത്തരമാണ് പഴവർഗ്ഗങ്ങളുടെ കൃഷി. അപ്പോൾ നമുക്ക് വെറുതെ പറഞ്ഞാൽ പോരല്ലോ, എന്തുകൊണ്ടാണ് കേരളത്തിന് പഴവർഗ്ഗങ്ങളുടെ കൃഷിയിൽ ഒരു സാധ്യതയുണ്ട്, അല്ല ചെയ്താൽ വിജയിക്കാൻ ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, നിങ്ങൾ ഇന്ത്യയുടെ ഭൂപടം ഒന്ന് ശ്രദ്ധിച്ച്, ഇത് ആ പച്ച നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം കണ്ടല്ലോ, ഏറ്റവും താഴെ അത്രയും സ്ഥലത്ത് മാത്രമേ റംബുട്ടാൻ പോലെയുള്ള അൾട്രാ ട്രോപ്പിക്കൽ ഉഷ്ണമേഖല പഴവർഗ്ഗങ്ങൾ വളരുകയുള്ളൂ. ഞാൻ മറ്റൊരു വാക്കിൽ പറയാൻ, നമ്മൾ ഇന്ത്യ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ കൃഷിയോഗ്യമായ ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ 2% താഴെ സ്ഥലത്ത് മാത്രമേ റംബുട്ടാൻ പോലെയുള്ള പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാനായിട്ടുള്ള സാധ്യത ഉള്ളൂ. അതിൽ 70% നമ്മുടെ കേരളം. നമ്മുടെ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ ഗുജറാത്തിലോ മധ്യപ്രദേശിലോ ഡൽഹിയിലോ ഒന്നും റംബുട്ടാൻ കൃഷി ചെയ്താൽ ഉണ്ടാവില്ല. ആകെപ്പാടെ വളരെ ചെറിയൊരു ഏരിയ. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗത്ത്, പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന കുറെ ഭാഗത്തല്ലാതെ ഇന്ത്യയിൽ വേറെ ഒരു സ്ഥലത്തും ഇത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പ്രദേശങ്ങളുടെ 70% കേരളത്തിലാണ്. എന്ന് വെച്ചാൽ ഇത് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതി നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ സാധ്യത. അതൊരു വലിയ സാധ്യത തന്നെയല്ലേ? മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത, സാധ്യമല്ലാത്ത ഒരു ഉൽപ്പന്നം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് അത് നമ്മുടെ വലിയൊരു സാധ്യതയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയാണ്. നമ്മുടെ കാലാവസ്ഥ ഉഷ്ണമേഖലാ കാലാവസ്ഥ, അല്ലെങ്കിൽ വാം ഹ്യൂമിഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന പൊതുവെ അതിന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് 2 മൺസൂണുണ്ട്. അതുപോലെ 120-ൽ കൂടുതൽ മഴയുള്ള ദിവസങ്ങളുണ്ട്. 200 സെന്റിമീറ്റർ കൂടുതൽ മഴ നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റൊരു കാര്യമാണ്, കൃത്യമായ ഒരു വേനൽക്കാലം നമുക്ക് ലഭിക്കാറുണ്ട്. ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, അല്ലെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ 3 മാസത്തെയെങ്കിലും നീണ്ട വേനൽക്കാലം നമുക്കുണ്ട്. അതുപോലെ നമ്മുടെ അന്തരീക്ഷത്തിലെ താപനില 22 മുതൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനില, ഒരു 65% മുകളിൽ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ അന്തരീക്ഷ ആർദ്രത. ഈ കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള റംബുട്ടാൻ നമുക്ക് പരിചിതമായ പേര് തന്നെ പറയാം, റംബുട്ടാൻ പോലെയുള്ള പഴവർഗ്ഗങ്ങളുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. അപ്പൊ ഭൂപ്രകൃതി ഏറ്റവും പഴവർഗ്ഗങ്ങളുടെ ഉത്പാദനത്തിന് ആവശ്യമായ ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതി നമുക്കുണ്ട്. ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയും നമുക്ക് ഉണ്ട്. ഇനി കേരളം മുഴുവൻ എടുക്കുമ്പോൾ നമുക്കുള്ള മറ്റൊരു സാധ്യത, ഞങ്ങൾ കേരളത്തെ ഒരു 3 മേഖലകളായിട്ട് തിരിച്ചു പഠിച്ചപ്പോൾ, അതായത് ഇടുക്കിയുടെ ഉയർന്ന പ്രദേശങ്ങൾ, വയനാട്, ബാക്കി സ്ഥലങ്ങൾ, അങ്ങനെ 3ആയിട്ട് തിരിച്ചപ്പോൾ ഈ 3 മേഖലകളിൽ റംബുട്ടാൻ പോലെയുള്ള പഴവർഗ്ഗങ്ങളുടെ വിളവെടുപ്പ് വ്യത്യസ്തമായ സീസണുകളിൽ എന്ന് പറഞ്ഞാൽ, ഈ ബാക്കി സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന നിലമ്പൂര് അല്ലെങ്കിൽ ചാലക്കുടി, തൃശ്ശൂര് പോലെയുള്ള സ്ഥലങ്ങളിൽ ജൂൺ മാസം ആയപ്പോൾ തന്നെ അവിടുത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. മനസ്സിലായല്ലോ? വളരെ നേരത്തെ, അതായത് മെയ്, ജൂൺ ആദ്യം വരെയാണ് അവിടുത്തെ സീസൺ. പക്ഷെ നമുക്കിപ്പോ ഇവിടെയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അല്ലെ, പഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ് മാസമാണ് കോട്ടയം, എറണാകുളം, പത്തനംതിട്ട അങ്ങനെയുള്ള ബാക്കി സ്ഥലങ്ങളിലെല്ലാം വിളവെടുപ്പിന് ഭാഗമാകുന്നത്. അത് വയനാട്ടിലേക്ക് പോയി കഴിയുമ്പോൾ സെപ്റ്റംബർ ആദ്യമാണ്. ഇടുക്കിയുടെ ചില ഉയർന്ന പ്രദേശങ്ങളിൽ ഡിസംബർ ആദ്യം വരെ ഇതിന്റെ ഫ്രൂട്ട് കിട്ടും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഈ കൃഷി വ്യാപിക്കുകയാണെങ്കിൽ ഏകദേശം 8 മാസത്തോളം തുടർച്ചയായിട്ട് പഴങ്ങൾ കിട്ടാനുള്ള വലിയ സാധ്യത നമ്മുടെ കേരളത്തിന് ഉണ്ട്. അത് നമ്മുടെ വിപണിയെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം.
അല്ലേ? 8 മാസത്തോളം കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ ഒരു കച്ചവടക്കാരൻ വരികയാണെങ്കിൽ അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് വളരെ അനുകൂലമാണ്. മറ്റൊരു കാര്യം, ഏറ്റവും വലിയ കളത്തിൽ കാണും നമ്മുടെ ഏറ്റുമാനൂരിലുള്ളൊരു പഴക്കടയാണെന്ന് വിചാരിക്കും. എന്തൊക്കെ കാണും നമ്മളിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ? മുന്തിരിയുണ്ട്, ആപ്പിളുണ്ട്, ഓറഞ്ച് ഉണ്ട്, മാമ്പഴമുണ്ട്. 1 കിലോയ്ക്ക് 100 രൂപയ്ക്ക് 4 കിലോ വരെ കിട്ടുന്ന മാമ്പഴമുണ്ട്. അങ്ങനെ ഒത്തിരി പഴങ്ങളുണ്ട്. ഈ പഴങ്ങളെല്ലാം ഏറ്റുമാനൂർ കൃഷി ചെയ്തതാണോ? ഒരിക്കലും അല്ല. കേരളത്തിലുണ്ടാക്കിയതാണോ? അതുമല്ല. പിന്നെ എവിടുന്നായിരിക്കും? തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ നമ്മുടെ കേരളത്തിലേക്ക് വന്നു ഈ പഴങ്ങൾ. എന്താ കുഴപ്പം? മുന്തിരിയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പണ്ടൊക്കെ ഇവരിങ്ങനെ കീടനാശിനി ഇങ്ങനെ സ്പ്രേയിങ് ഉള്ളായിരുന്നു. ഇപ്പം കൊലയോടെ മുക്കിയെടുക്കും. ഇല്ലേ? ഞാൻ പറഞ്ഞതല്ല, കേട്ടോട്ടതല്ലേ? അതെ. ഓറഞ്ച് ആണല്ലോ, സിറിഞ്ച് വെച്ച് നമ്മൾ ഏതാണ്ട് ഇഞ്ചക്ഷൻ നമ്മൾ കാണുന്നുണ്ട്. ആളുകൾക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവരെന്തോ ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ടെന്ന് പറയും. ആപ്പിൾ ആണെങ്കിലോ, ആപ്പിളില് വായ്സ് കോട്ടിങ് അല്ലെ, മെഴുക് പുറത്തുണ്ട്, മെഴുകുണ്ട്. അത് എഡിബിളാണോ ഇല്ലെന്നൊക്കെ വേറെ കാര്യം. വായ്സ് കോട്ടിങ് നമുക്ക് അതിനെ പറ്റി വലിയ അഭിപ്രായമില്ല. ഇപ്പൊ മാമ്പഴത്തിന്റെ കാലം. മാമ്പഴമാണ് നമ്മൾ പറയും നല്ല മാമ്പഴമൊന്നുമല്ല, ഇതെങ്ങനെ പഴിപ്പിച്ചതാണ്? കാർബൈഡ് വെച്ച് പഴിപ്പിച്ചത്. എന്ന് വെച്ചാൽ ഈ കടയിലിരിക്കുന്ന ഈ പഴങ്ങളെ പറ്റി ഒന്നും, ഇതിന്റെ ഗുണനിലവാരത്തെ പറ്റിയൊന്നും നമുക്ക് അത്ര നല്ല അഭിപ്രായമൊന്നും ഇല്ല. എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വൈകുന്നേരം ഈ ഏറ്റുമാനൂരുള്ള പഴക്കടക്കാരെല്ലാം ഈ പഴങ്ങൾ കൊണ്ട് കളയുകയാണോ? ആരും മേടിക്കാനില്ലാതെ നമ്മൾ തന്നെ വാങ്ങി. കാരണം വേറെ നല്ല നമുക്ക് കിട്ടാനില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. ഇങ്ങനെ ഈ വിഷം മുക്കിയതാണ്, മെഴുക് പുരട്ടിയതാണ്, ഇഞ്ചക്ഷൻ ചെയ്തതാണ്, കാർബൈഡ് വെച്ചതാണെന്നൊക്കെ നമ്മൾ തന്നെ പറയുന്ന പഴങ്ങൾ നമ്മൾ തന്നെ വാങ്ങിക്കുന്നെന്ന് പറയാൻ അതിന്റെ അർത്ഥം എന്താ? പഴങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റ്, വിപണി നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇത് അമേരിക്കയിൽ നിന്നും ആരും മേടിച്ചുകൊണ്ട് പോകുന്നല്ലോ, വന്ന് നമ്മൾ തന്നെ വാങ്ങിക്കുന്നത്. പഴങ്ങൾക്കുള്ള ആവശ്യക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ചിന്തിച്ച ഏറ്റുമാനൂരിൽ തന്നെ എത്ര പഴക്കടയുണ്ട്? അങ്ങനെയെങ്കിൽ കേരളം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ എത്ര പഴക്കടകളുണ്ട്? ഒരു ദിവസം നമ്മളിപ്പോ ഈ പറഞ്ഞ പഴങ്ങൾ തന്നെ എത്രയോ ടൺ പഴങ്ങൾ ഒരു ദിവസം കേരളത്തിൽ വിൽക്കുന്നുണ്ട്. അത് ഉപഭോക്താക്കളെല്ലാം നമ്മൾ തന്നെ. അപ്പൊ അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ റംബൂട്ടാൻ പോലെയുള്ള യാതൊരു കീടനാശിനി പ്രയോഗവും വേണ്ടാത്ത, അമിതമായ രാസവള പ്രയോഗങ്ങളൊന്നും വേണ്ടാത്ത, തികച്ചും ഓർഗാനിക് ആയിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്ന നല്ല പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായാൽ വിപണി തേടി അമേരിക്കയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഒന്നും പോകണ്ട, നമ്മുടെ ഇടയിൽ തന്നെ നല്ല വിപണി ഉണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഓർത്തൊരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ എല്ലാ വീട്ടിലും റംബൂട്ടാൻ ഉണ്ട്. പിന്നെ ആരാ ഇത്? അല്ലേ? ഇവിടെ വന്നിരിക്കുന്ന മിക്ക ആളുകളും വീട്ടിലൂടെ റംബൂട്ടാനെങ്കിലും മിക്കവാറും കാണും. അപ്പൊ പിന്നെ ആരിത് വാങ്ങിക്കും? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോഴാണ് മുമ്പ് പറഞ്ഞൊരു കാര്യം, ഇന്ത്യ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ 2% താഴെ സ്ഥലത്ത് മാത്രമേ ഇത് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതിന് മറുവശം എന്താ? 98% ഇന്ത്യയും നമ്മുടെ മാർക്കറ്റാണ്. ശരിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല. തെറ്റായതുകൊണ്ടാണോ? ശരിയല്ലേ? അവിടെ എത്തിക്കാൻ പറ്റില്ല. ലോജിസ്റ്റിക്സ് നമുക്ക് ഉണ്ടാകണം. എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ 98% ഈ പഴങ്ങളുടെ മാർക്കറ്റ് ആ രീതിയിൽ ചിന്തിച്ച, അപ്പോൾ നമ്മുടെ ആഭ്യന്തര വിപണിയാണെങ്കിൽ നമുക്ക് ധാരാളമായിട്ട്, ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, ഇന്ത്യയിലൊന്നും ഈ പഴം പോകുന്നില്ല. ഗൾഫ് രാജ്യങ്ങളിൽ ഈ പഴം എത്തിക്കണ 3-4 മണിക്കൂറുകൾ കൊണ്ട് നമുക്കിത് അവിടെ എത്തിക്കാനായിട്ട് വരും. നമുക്ക് മലേഷ്യയിൽ നിന്നും തായ്ലൻഡിൽ നിന്നുമൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ വരുന്ന പഴത്തിനേക്കാളൊക്കെയും ഏറ്റവും ഗുണമേന്മയുള്ള റംബൂട്ടാൻ പഴങ്ങൾ നമുക്ക് ഇവിടുന്ന് കയറ്റുമതി ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഏത് നിലയിൽ ചിന്തിച്ചാലും ആഭ്യന്തര വിപണിയാണെങ്കിലും വിദേശ വിപണിയാണെങ്കിലും നമ്മുടെ അടുത്ത്. അപ്പം ഞാൻ 4 കാര്യം പറഞ്ഞു എന്തുകൊണ്ട് പഴക്കൃഷി കേരളത്തിൽ വിജയിക്കും. റംബുട്ടാൻ പോലെയുള്ള പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്താൽ നമുക്ക് വിജയിക്കാനുള്ള സാധ്യത എന്തൊക്കെയാണ് എന്നതിൽ 4 കാര്യം ഞാൻ പറഞ്ഞു. 1, നമുക്ക് ഇത്തരം പഴവർഗ്ഗങ്ങൾ വിളയിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതിയുണ്ട്. 2, നമ്മുടെ കാലാവസ്ഥ പഴവർഗ്ഗ കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. 3, കേരളം മുഴുവൻ കൃഷി വ്യാപിക്കുകയാണെങ്കിൽ ഏകദേശം 8 മാസത്തോളം പഴങ്ങൾ തുടർച്ചയായിട്ട് കിട്ടാനുള്ള സാധ്യത. 4, ആഭ്യന്തര വിദേശ വിപണികളും നമ്മുടെ തൊട്ടു മുമ്പിൽ തന്നെ. ഇത്രയും സാധ്യതകൾ ഉണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്താൽ മതി? സ്ഥലം വേണം കേട്ടോ. സ്ഥലം ഉള്ളവരെന്ത് ചെയ്താൽ മതി? ധൈര്യമായിട്ട് കൃഷി ചെയ്താൽ മതി. ധൈര്യമായിട്ട് കൃഷി ചെയ്താൽ മതി. ഇന്ന് നമുക്കറിയാം കേരളത്തിൽ പഴകൃഷിയിൽ വിജയിച്ച ആയിരക്കണക്കിന് കർഷകരുണ്ട്, പ്രത്യേകിച്ച് റംബുട്ടാനിലൊക്കെ.
ആയിരക്കണക്കിന് കർഷകരുണ്ട്. 10-15 വർഷം പ്രായമായ തോട്ടങ്ങൾ, അതിനപ്പുറമോട്ട് കുറവാണ്. 15 വർഷമൊക്കെ ആയ ധാരാളം തോട്ടങ്ങളുണ്ട്. നല്ല വരുമാനം, ആദായം ഉണ്ടാക്കുന്ന തോട്ടങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. ഏറ്റുമാനൂരിൽ തന്നെയുണ്ട്, കോട്ടയത്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സാധ്യതകളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ അടുത്തത് പഴവർഗ്ഗ കൃഷിയിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിലേക്ക് ഇറങ്ങുമ്പോൾ? അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ചിത്രത്തിൽ കാണുന്ന പഴം ഏതാണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ലിച്ചി പഴം. ലിച്ചി കേട്ടിട്ടില്ലേ? ലിച്ചി ഏറ്റുമാനൂരിൽ കായ്ക്കുമോ? മരമുണ്ട്, ഇതുവരെ നീ കഴിക്കുകയില്ല. ഇല്ല, വെട്ടിക്കളയാൻ ഞാൻ പറയല്ല, കഴിക്കുക. പക്ഷെ നമുക്കറിയാം ലിച്ചി നമ്മുടെ ഏറ്റുമാനൂരിൽ കായ്ക്കുകയാണ്. പക്ഷെ ഏറ്റുമാനൂരിലുള്ള പല നഴ്സറികളിലും ചിലപ്പോൾ ലിച്ചിയുടെ തൈ ഉണ്ട്. ഒരുപക്ഷെ അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. ഇത് ലിച്ചിയാ കേട്ടാ നല്ലതാ, കൊണ്ടുപോകുമ്പോൾ പറയാം, നമ്മൾ കൊണ്ടുവരും, കുഴിച്ചു വെക്കും. ഇപ്പൊ വീട്ടിൽ നിൽക്കുന്ന പോലെ മരം എത്ര വർഷമായി കാണും? 10 വർഷത്തിന് മുകളിൽ. നല്ല മരമാണ് അല്ലെ? ഏലച്ചാർത്തൊക്കെ നല്ലപോലെ ഉണ്ട്. നല്ല മരമായിട്ട് നിർത്താവുന്നേ ഉള്ളൂ. ഈ ലിച്ചി നമ്മുടെ ഏറ്റുമാനൂരെ ഒരിക്കലും കായ്ക്കാൻ പോകുന്നു. അപ്പൊ നമ്മളെന്താണ്, ഒരു മരമേ ഉള്ളതുകൊണ്ട് പോട്ടെ നമുക്ക് വെക്കാം. 1 ഏക്കറിലായിരുന്നെങ്കിലോ അത് പണിയായി. അതുകൊണ്ട് ഒരു പഴകൃഷിക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഉറപ്പാക്കേണ്ട കാര്യം, നമ്മുടെ കൃഷിഭൂമിയിൽ ഇത് വളർന്ന് കായ്ക്കും എന്ന കാര്യം നമ്മൾ ഉറപ്പാക്കും. ഇപ്പൊ റംബുട്ടാൻ പോലും കേരളത്തിൽ എല്ലാ സ്ഥലത്തും കായ്ക്കുകയില്ല. ശ്രദ്ധിക്കണേ, കേരളത്തിൽ എല്ലാ സ്ഥലത്തും റംബുട്ടാൻ പോലും ഉണ്ടാവുകയില്ല. ഉപ്പുരസമുള്ള തീരപ്രദേശങ്ങളിൽ ഉപ്പുരസമുള്ള മണ്ണിൽ റംബുട്ടാൻ കൃഷി നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ചെടി പോലും ഉണ്ടാകത്തില്ല. ഇനി സമുദ്രനിരപ്പിൽ നിന്ന് 2500 അടിക്ക് മുകളിൽ ഉയരമുള്ള സ്ഥലങ്ങൾ, ഇപ്പൊ നിങ്ങളുടെ ഇവിടെ ഇരുന്ന് ക്ലാസ് കേൾക്കും, നിങ്ങൾക്ക് സ്ഥലമുള്ളത് മൂന്നാറാ. ഈ ക്ലാസ് കേട്ടിട്ട് മൂന്നാറ് പോയി റംബുട്ടാൻ കൃഷി ചെയ്താൽ ഉണ്ടാവുമോ? ഉണ്ടാവുക. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് നമ്മുടെ മണ്ണിനും നമ്മുടെ കൃഷിഭൂമിയിലെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഇനങ്ങൾ വേണം കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, പഴവർഗ്ഗ കൃഷി എന്ന് പറയുന്നത് ജലസേചന സൗകര്യം ആവശ്യമുള്ള ഒരു കൃഷിയാണ്. ഞാൻ വളരെ ലളിതമായിട്ട് പറയാം, വെള്ള സൗകര്യം ഇല്ലാത്തവരെ ഈ പഴവർഗ്ഗ കൃഷിക്ക് ഇറങ്ങരുത്, പോകരുത്. വെള്ളമില്ലാതെ ഈ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു മെച്ചവും നമുക്ക് അതിന് ഉണ്ടാകത്തില്ല, ഇത് നശിച്ചു പോകത്തില്ല. അപ്പൊ അതുകൊണ്ട് വെള്ളത്തിന്റെ കാര്യം പറയുമ്പോൾ 2 കാര്യം ശ്രദ്ധിച്ചോണം. ഒന്ന്, നമ്മളിപ്പോ ഒരേക്കറിലാണ് നമ്മൾ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 1 ഏക്കർ സ്ഥലത്തെ പഴവർഗ്ഗങ്ങൾ അത് എത്ര വർഷം കഴിഞ്ഞാലും അതിന് കൊടുക്കാൻ ആവശ്യമായ വെള്ളം കിട്ടുമെന്ന ഒരു ജലസ്രോതസ് നമുക്ക് വേണം. അത് കുളമോ കുഴൽക്കിണറോ അല്ലാത്ത കിണറോ എന്തുമായിക്കൊള്ളട്ടെ, ആവശ്യത്തിന് വെള്ളം കിട്ടുന്ന ഒരു ഉറവിടം നമുക്ക് വേണം. 1. 2, ഈ വെള്ളം ചെടികളുടെ ചുവട്ടിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനവും നമുക്ക് വേണം. നമ്മുടെ വീടിന് ചുറ്റും 5-8 മരമുണ്ട്, കുറച്ച് ചെടികളുമുണ്ട്. അത് നമ്മൾ രാവിലെ വൈകിട്ട് ഊസ് വെച്ച് നനയ്ക്കുന്ന ലാഘവത്തിൽ 1 ഏക്കർ 2 ഏക്കർ കൃഷി നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുകയില്ല. അപ്പൊ ഈ ചെടികളുടെ ചുവട്ടിൽ കൃത്യസമയത്ത് വെള്ളം ചെല്ലാനുള്ളൊരു മാർഗവും നമുക്കുണ്ടാകണം. അപ്പം ജലസേചന സൗകര്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. മൂന്നാമത്തെ കാര്യം അതിപ്രധാനമാണ്, അതാണ് തൈകളുടെ തിരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യം. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചെന്ന് വെച്ചു. ഇപ്പൊ നിങ്ങൾ തീരുമാനിക്കുക, ഞങ്ങളുടെ മണ്ണ് നല്ലതാണ്, റംബുട്ടാൻ കൃഷി ചെയ്യാൻ നല്ലതാണ്, വെള്ളമുണ്ട്, എന്നാൽ റംബുട്ടാൻ കൃഷി ചെയ്തേക്കാം. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്താണ്? തൈകൾ വാങ്ങിക്കുക. നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിലെ തൊട്ട് പഠിച്ച് മനഃപ്പാഠമാക്കിയ ഒരു പഴഞ്ചൊല്ലാണ് വിത്ത് ഗുണം. അത് കേട്ടിട്ടില്ലാത്ത ആരും ഇവിടെ കാണുക. വിത്ത് ഗുണം 10 ഗുണം. അത് വിത്താണെങ്കിലും തൈയാണെങ്കിലും നമ്മൾ നടീലിനായിട്ട് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന വിത്തിന്റെ അല്ലെ തൈയുടെ ഗുണമേന്മ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും നല്ലത് നട്ടെങ്കിൽ മാത്രമേ അതിലേറ്റവും നല്ലത് ലഭിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇപ്പൊ റംബുട്ടാൻ ഒരു ഉദാഹരണമാക്കി ഞാൻ 1-2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. നിങ്ങൾ ചായ കുടിച്ചോ? അതിന്റെ കൂടെ ഞാൻ ചോദിക്കുന്നത് മറുപടിയും കൂടെ പറഞ്ഞാൽ, റംബുട്ടാൻ പരിചയമുള്ളതായതുകൊണ്ടാണ് ഞാൻ അതിനെ എടുക്കുന്നത്. ഇപ്പൊ ഒരു റംബുട്ടാൻ തൈ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗം എന്താ? ഏറ്റവും എളുപ്പം എന്താ? ഉരുകിടുക. നമ്മൾ ഇട്ടില്ലേ പോലും 2 മാസം കഴിയുമ്പോൾ നോക്കിയ ചോട്ടിലെല്ലാം എടുത്ത് നിൽക്കുന്നതാണ് അല്ലേ?
അപ്പോൾ വിത്ത് മുളയ്ക്കുക എന്നുള്ളതാണ് ഒരു ചെടി ഉണ്ടാകാനുള്ള സ്വാഭാവിക മാർഗം, ഏറ്റവും എളുപ്പമാർഗം അത് തന്നെ. പക്ഷെ നമ്മളാരും ഇപ്പം അങ്ങനെയുള്ള തൈകളല്ലോ റംബുട്ടാനിലൊന്നും വാങ്ങിച്ചു വയ്ക്കുന്നത്. നഴ്സറിയിൽ പോയി നമ്മൾ വാങ്ങിക്കുന്ന ബഡ് ചെയ്ത തൈ. അത് എന്തുകൊണ്ടാണ് ബഡ് ചെയ്ത തൈ വേണമെന്ന് നമ്മൾ പറയുന്നത്? പെട്ടെന്ന് കായ്ക്കും. അതായത് ഇവിടെ പറഞ്ഞതനുസരിച്ച് വിത്ത് മുളച്ച തൈകളാണെങ്കിൽ ഒന്ന് പൂവിട്ട് കാണണമെങ്കിൽ 4-5 വർഷം കാത്തിരിക്കണം, അല്ല 5-6 വർഷം കഴിഞ്ഞാൽ ഇത് പൂവിട്ട് കാണുള്ളൂ. ബഡ് ചെയ്ത തൈ ആണെങ്കിൽ 2-3 വർഷം കൊണ്ട് തന്നെ ഇത് കായ്ച്ചു തുടങ്ങും. ഒരു കാര്യം ശരിയാണ്. വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം, പെട്ടെന്ന് മനസ്സിലായ ഉദാഹരണം പറയാം. നിങ്ങൾ നേരത്തെ ഹോം ഗ്രൗണ്ടിൽ വന്ന ഒരാളെന്ന് വിചാരിക്കുക, ഒരു 4-5 വർഷം മുമ്പ് വന്ന ഒരാൾ. അപ്പോൾ വന്നപ്പോൾ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് വന്നത്. റംബൂട്ടാൻ്റെയൊക്കെ പഴം ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പഴം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, കാരണം നാട്ടിൽ നിൽക്കുന്നതൊക്കെ ഒരു നാടൻ സാധനമല്ല, നല്ല പഴമാണ്. നമ്മൾ പതുക്കെ അതിന് വിത്ത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചു തീർത്തു വന്നു. ഈ പറഞ്ഞ ഒരു 4-5 വർഷം കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ മരത്തിലെല്ലാം ഇഷ്ടം പോലെ പൂവ് ഇഷ്ടം പോലെ പൂവുണ്ട്. നമ്മൾ കൂടുതൽ വെള്ളമൊക്കെ കൊടുത്ത് നമ്മൾ വളർത്തി. പക്ഷെ 1 മാസം കഴിഞ്ഞ് നോക്കിയപ്പം പൂ മുഴുവൻ പൊഴിഞ്ഞു പോയി, ഒരു കാ പോലും പിടിച്ചില്ല. അപ്പം നമ്മൾ ആദ്യത്തെ വർഷമായതുകൊണ്ട് അങ്ങനെ വന്നതായിരിക്കും. പിറ്റേ വർഷം ഇത് തന്നെ സംഭവിച്ചു. നിറയെ പൂവുണ്ടായി. പൂക്കുലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പൂക്കുലകളൊക്കെ ആയിരുന്നു. പക്ഷെ 1 മാസം കഴിഞ്ഞപ്പോൾ പൂവില്ല, കായുമില്ല. എന്താ സംഭവിച്ചേ? ഈ മരം ആൺമരമായി. എപ്പോഴാണ് അറിഞ്ഞത്? 5 വർഷം കഴിഞ്ഞ് പൂവിട്ട് കാ പിടിക്കാതെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവനാണെന്ന് മനസ്സിലായത്. പിന്നെന്താ മാർഗം? വെട്ടിക്കളയാനൊന്നും. നമ്മുടെ എത്ര വർഷം പോയി? 5-6 വർഷം പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെക്കുന്ന തൈ കായ്ക്കുമെന്ന് ഉറപ്പാകണമെങ്കിൽ ഇത് വേണം. ഈ ബഡ് ചെയ്ത തൈ ആണെങ്കിൽ നമുക്ക് ഉറപ്പാക്കാനായിട്ട് പറ്റത്തില്ല. ഇനി മറ്റൊരു കാര്യം പറയാം. നമ്മൾ അങ്ങനെ ഒരു കുരുവിട്ട് കിളിപ്പിച്ച് അത് കായ്ച്ചു തന്നെ വെച്ചു. പക്ഷെ ആ കായ നമ്മൾ കഴിച്ച കായുമായിട്ട് ചിലപ്പോൾ ഒരു ബന്ധം ഇതിന് റംബുട്ടാൻ തന്നെയാണ് ഉണ്ടായത്. പക്ഷേ നമ്മൾ കഴിച്ചപ്പോൾ നല്ല മധുരമുള്ളതായിരുന്നു, പക്ഷെ ഇതിന് പുളിയാണ്. നമ്മൾ കഴിച്ച പഴം ചെറിയ വിത്തേ ഉള്ളായിരുന്നു, പക്ഷെ ഇതിന്റെ വിത്താണ്, കുരുവാണ് കൂടുതൽ, കഴിക്കാനുള്ളത് കുറവാണ്. നമ്മൾ അവിടുന്ന് കഴിച്ചപ്പോൾ കുരുവിന് ഇത് വിട്ടുപോരുമായിരുന്നു. ഇത് കുരുവെ പറ്റി പിടിച്ചിരിക്കുക. ഇതിന് മാതൃവൃക്ഷത്തിന്റെ അതേ ഗുണം കിട്ടണമെന്നൊരു നിർബന്ധവും ഇല്ല. അപ്പൊ മാതൃവൃക്ഷത്തിന്റെ അതേ ഗുണമുള്ള പഴം കിട്ടണമെങ്കിൽ എന്ത് വേണം? ബഡ് ചെയ്ത് തൈകൾ. ഇനി നമുക്കറിയാം, പുതിയ കൃഷിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം റംബൂട്ടാനിലൊക്കെ വലയിടാതെ നമുക്കിത് കിട്ടത്തില്ല. അപ്പൊ വലയിടണമെങ്കിൽ ഈ മരത്തിനൊരു ഷേപ്പ് ഇല്ലെങ്കിൽ വലയിടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഷേപ്പ് ചെയ്ത് വളർത്തണമെങ്കിലും എന്ത് വേണം? ബഡ് തൈ ആണെങ്കിലേ പറ്റത്തുള്ളൂ. ഈ നാടൻ മരങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വെട്ടിക്കഴിഞ്ഞാൽ ഇരട്ടി സ്പീഡിൽ റോക്കറ്റ് പോകുന്നവർ നേരെ മുകളിലോട്ട് തന്നെ പോകും. നമുക്ക് നമ്മുടെ പിടി കിട്ടത്തില്ല. അപ്പൊ ഷേപ്പ് ചെയ്ത് വളർത്തണമെങ്കിലും ഇത് വേണം. ഇവിടെ ഞാൻ 4 കാര്യം പറഞ്ഞു. 1, കായ്ക്കുമെന്ന് ഉറപ്പാക്കണമെങ്കിൽ ബഡ് ചെയ്ത തൈ വേണം. മാതൃവൃക്ഷത്തിന്റെ അതേ ഗുണം തന്നെ കിട്ടണമെങ്കിൽ ബഡ് ചെയ്ത തൈ വേണം. കായ്ക്കാനുള്ള കാലതാമസം 2-3 വർഷത്തിനോട് ഇത് കായ്ക്കണമെങ്കിൽ ബഡ് തൈ ആയിരിക്കണം. 4, ഈ മരങ്ങളെ ഒന്ന് ഷേപ്പ് ചെയ്ത് വളർത്തണമെങ്കിലും ബഡ് തൈ വേണം. അപ്പൊ വിത്ത് തൈകളല്ല, ബഡ് തൈകൾ തന്നെ നമ്മൾ നടീലിനായിട്ട് ഉപയോഗിക്കണമെന്ന കാര്യം ഉറപ്പാക്കി. ഇനി ഇത് വാങ്ങിക്കുമ്പോൾ വേറെ ചില പ്രശ്നം. ഇപ്പൊ നമ്മൾ ഒരു നഴ്സറിയിൽ പോയി ഒരു ബഡ് തൈ മേടിക്കും. ഇതിന്റെ മാതൃവൃക്ഷം ഏതാണെന്ന് നമ്മൾ എങ്ങനെ അറിയും? ഇതൊരു മരത്തിൽ നിന്ന് എടുത്ത് ബഡ് ചെയ്യുന്നതാണല്ലോ. ആ മരത്തിന്റെ ഗുണമാണല്ലോ ഇത് കാണിക്കാൻ പോകുന്നത്. അത് നമുക്കറിയാൻ യാതൊരു മാർഗവും ഇല്ല. ഇനി ഞാൻ അല്പം കൂടി കടത്തിയൊരു കാര്യം പറയാം. ഞാൻ ഇതിൻ്റെ അതൊരു 18 വർഷമായിട്ട് നഴ്സറി ഫീൽഡിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഒത്തിരി ഉടായ്പ നടക്കുന്ന ഒരു ഫീൽഡിലൂടെയാണ് നഴ്സറി. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങൾക്കറിയാം, നമ്മുടെ വീടുകളിൽ കൂടെയൊക്കെ വന്ന് ഓർഡർ എടുത്ത് തൈകളൊക്കെ കൊണ്ടുതരുന്ന ചില ആളുകളുണ്ട്. ഞാൻ അവരുടെ ഉപജീവനത്തെ ഒന്നും പഴിക്കുന്നില്ല. പക്ഷേ ഇവിടെ തന്നെ ചില കളിപ്പീരുകളെ പറ്റിയൊരു ഇരിപ്പ് കാണും. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. തന്ന സാധനമായിരിക്കല്ലേ ചിലപ്പോൾ ഇത് ഉണ്ടായാൽ തന്നെ അല്ലേ? ജാതി വെച്ച് 40,000 രൂപ സാറിന്റെ പോയത്. അപ്പൊ ഞാൻ കൂടുതൽ അതിനകത്ത് വിശദീകരിക്കുന്നില്ല. അത് ഞാൻ ഇത്ര ഒരു കാര്യം പറയാം. നമ്മളൊരു തൈ മേടിക്കുമ്പോൾ ഏറ്റവും വിശ്വസനീയമായ നഴ്സറികളിൽ നിന്ന് തൈകൾ വാങ്ങിക്കും. ഞാനിവിടെ വന്നിട്ട് ഹോം ഗ്രൗണ്ടിന്റെ മാത്രമേ ലോകത്ത് നല്ലതുള്ളതെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇത് നന്നായിട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ നഴ്സറികളുണ്ട്.
ഒന്ന്, നിങ്ങൾക്ക് ഈ മാതൃവൃക്ഷങ്ങളൊന്ന് മനസ്സിലാക്കി വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ പറയട്ടെ, ആൺമരത്തിന്റെ ബഡ് എടുത്ത് ഒട്ടിച്ചാലും തൈ ഉണ്ടാവും. അത് ജാതിയാണെങ്കിലും റംബുട്ടാനാണെങ്കിലും ഏതാണെങ്കിലും ആൺമരത്തിന്റെ ബഡ് എടുത്ത് ഒട്ടിച്ചാലും തൈ ഉണ്ടാക്കാവുന്നേ. നമ്മൾ എങ്ങനെ അറിയും? അതിലും വലിയൊരു കാര്യം ഞാൻ പറയാം. ഈ കഞ്ഞി അടക്കി കണ്ട ഒരു കാര്യമാണ്. റംബുട്ടാന്റെ ഒരു വിത്ത് ഒരു പോളിത്തീൻ കവറിനകത്ത് മണ്ണ് നിറച്ച് അതിനകത്ത് ഇട്ടു കിളുത്തു വന്നു. ഒരു ഒരടി പൊക്കമായപ്പോൾ അതിന് മൂന്ന് വശം ഒന്ന് മുറിച്ചു വിട്ടു. തൊട്ട് താഴെ 2-3 ബ്രാഞ്ചുകൾ വന്നു. ഏറ്റവും നല്ലൊരു ബ്രാഞ്ച് നിർത്തി, ബാക്കിയെല്ലാം കളഞ്ഞു. ആ നിലനിർത്തിയ ബ്രാഞ്ചിന് ചുറ്റും ബ്ലേഡ് വെച്ച് നല്ല സുന്ദരമായിട്ട് അങ്ങ് വരഞ്ഞു വെച്ചു. കണ്ടത് ഒന്നാന്തരം. നമുക്ക് ആകെ അറിയാവുന്നത് ബഡാണോ എന്ന് നോക്കാൻ അറിയാവുന്നത് ബഡ് ചെയ്യുന്നൊരു പാടുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്. അതവിടെ ഉണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും ഇതിനകത്തുള്ളത് കൊണ്ട് ഇനി ഒരു ചെടി മേടിച്ച് വെച്ച് പോയാൽ പോട്ടെന്ന് വെക്കാം. നമ്മൾ ചെറിയ ഒരു ഏരിയയിൽ, കൂടുതൽ ഏരിയയിലൊക്കെ നമ്മൾ കൃഷിക്കായിട്ട് ഇറങ്ങുമ്പോൾ കഴിവതും നിങ്ങൾ മാതൃവൃക്ഷങ്ങളൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങിക്കാൻ പറ്റുന്ന നേഴ്സറികളിൽ തന്നെ തൈകൾ വാങ്ങിക്കുക. ഈ റംബുട്ടാനിലേക്ക് ആയുസ് എത്രയാണെന്ന് അറിയാമോ? വെച്ച് കഴിഞ്ഞ് ചുമ്മാ പറഞ്ഞു എത്ര വർഷം നിൽക്കുമായിരിക്കും? 10 വർഷം. എന്തോ 40 വർഷം പറഞ്ഞു. ഇപ്പൊ ലേലം വിളി പോലെ പോവാണ്ട്. ഈ കൂടുതലുണ്ടോ? എന്നാ ഞാൻ പറയാം, ഒരു 100 വർഷം വരെ ഇത് നമുക്ക് ഈ പത്തനംതിട്ടയിലൂടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം തന്നെ 60 വർഷത്തിനൊക്കെ മുകളിൽ പ്രായമുള്ള വലിയ മരങ്ങൾ. ഇനി അത്ര വന്ന പോലെ ഒരു 50 വർഷം കണ്ണടച്ച് നിൽക്കും. എന്ന് വെച്ചാല് തലമുറകൾക്ക് വേണ്ടിയുള്ളൊരു കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. റീപ്ലാന്റിംഗ് ഒന്നും നമ്മുടെ അടുത്ത തലമുറയെ പോലും വേണ്ടാത്ത ഒരു കൃഷിയാണ് റംബുട്ടാൻ പോലെയുള്ള പഴവർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ മോശമായ സാധനം മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് തന്നെയല്ല, അടുത്ത തലമുറയോടും കൂടെ ചെയ്യുന്നൊരു ദ്രോഹമായിട്ട് അത് മാറും. അതുകൊണ്ട് അത് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഈ ഒരു അവസരത്തിൽ ഞാൻ ഹോം ഗ്രൗൺ തൈ ഉണ്ടാക്കുന്ന കാര്യത്തിൽ 1-2 കാര്യങ്ങളും ഞാനത് പറഞ്ഞോട്ടെ. ഹോം ഗ്രൗണ്ടിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഞങ്ങൾക്ക് 100 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടുള്ളൊരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ നഴ്സറിയുടെ ഈ സ്ഥലങ്ങളൊക്കെ നോക്കുകയും അവിടെയൊക്കെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ ഈ പച്ച നെറ്റിട്ടുള്ള ഗ്രീൻ ഹൗസുകളുള്ളൂ, അല്ലെങ്കിൽ മഴമറകളൊക്കെ വളരെ ചെറിയ സ്ഥലത്തേ ഉള്ളൂ. ബാക്കി സ്ഥലം മുഴുവൻ ഓപ്പൺ ആയിട്ട് കിടക്കും. അത് ഫോട്ടോയിൽ മാത്രമല്ല, അവിടെ അങ്ങനെ തന്നെയുള്ളൂ. വന്നു കഴിഞ്ഞാൽ കാണാം അങ്ങനെ തന്നെ. എന്താണെന്നറിയാം അങ്ങനെ ഇട്ടിരിക്കുന്നത്? നിങ്ങൾ ഈ റംബുട്ടാൻ പോലെയുള്ള തൈകള് അത് ഒരു റൂട്ട് സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു നാടൻ റംബുട്ടാന്റെ വിത്ത് മുളപ്പിച്ച് അത് ബഡ് ചെയ്ത് വളർന്ന് ഒരു കർഷകന്റെ കയ്യിലെത്തുന്ന സമയം വരെയും ഇതുപോലുള്ള ഓപ്പൺ സ്പേസിൽ വെച്ചാണ് വളർത്തുന്നത്. അതിന് ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ, ഹാർഡനിങ് മലയാളത്തിലെ ദൃഢമാക്കൽ, കടുപ്പമാക്കൽ എന്നൊക്കെ പറയും. സിമ്പിളായിട്ട് ഞാൻ പറയാം, കാലാവസ്ഥയോട്, സ്വാഭാവിക കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ട് തൈകളെ വളർത്തിയെടുക്കുന്ന രീതിക്കാണ് ഹാർഡനിങ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഈ തൈകൾ ഒരു കാലഘട്ടത്തിലും, എന്ന് വെച്ചാൽ അത് വെയിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിന് മുകളിൽ ഷെയ്ഡ് നെറ്റ് വലിച്ച് കൊടുക്കുകയാണ്. മഴയാണെന്ന് പറഞ്ഞാൽ നമ്മൾ മഴമറ ഉണ്ടാക്കി കൊടുക്കാറില്ല. മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും ഏത് കാലാവസ്ഥയാണെങ്കിലും അതിനോ പ്രതിരോധിച്ച് അതിനോട് അനുരൂപപ്പെട്ടാണ് ഈ ചെടി വളരുന്നത്. നമ്മൾ പറയുമല്ലോ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല, ഉറപ്പാണ്. ഈ കാലയളവിൽ ഞങ്ങൾക്ക് ഒത്തിരി നഷ്ടം വരും. കാരണം ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ റംബുട്ടാന്റെ തൈ കൊണ്ടുവന്നിട്ടുണ്ട്. 1 വർഷം തൈ എന്ന പേര് നമ്മൾ വിൽക്കുന്നത്. അത് ബഡ് ചെയ്തിട്ടാണ് ഏകദേശം 1 വർഷത്തോളം പ്രായമുള്ളത്. ശരിക്കും അതിന്റെ റൂട്ട് സ്റ്റോക്കിന് വേണ്ടി വിത്ത് മുളപ്പിച്ച് ഈ പ്രായം വരെ എത്താൻ 2.5 വർഷത്തോളം സമയമെടുക്കും. ഈ 2.5 വർഷക്കാലം ഇത് ഈ ഫീൽഡിൽ ഇരുന്ന് ഇങ്ങനെ വെയിലും മഴയേറ്റ് വളരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള തൈകൾ ആ കാലഘട്ടത്തിൽ തന്നെ നശിച്ചു. അതിനെ അതിജീവിക്കുന്ന മാത്രമേ അവസാനമായിട്ട് നമ്മുടെ കാര്യങ്ങളിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ കീടാണുവിന്റെ പരസ്യം കാണുമല്ലോ, 99.9% എന്ന് കാണും. ഞാൻ 99.9 അല്ല 100% ഞാൻ പറയാ, നോട്ടക്കുറവ് കൊണ്ടല്ലാതെ ഒരു തൈ പോലും പോകാനുള്ളതൊക്കെ അതിനു മുമ്പ്. അപ്പം നമുക്ക് ഇത്രയും സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ ഈ ഓപ്പൺ സ്പേസിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്നത് ഇതുപോലെയൊക്കെ സ്ഥലം ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ പോട്ടിംഗ് മിക്സ്. നമ്മളൊരു പോളിത്തീൻ കവറിനുള്ളിലാണല്ലോ ഈ തൈ. അതിനൊരു വളർച്ചാ മാധ്യമത്തിലാണ് ഈ തൈ വളരുന്നത്. ആ വളർച്ചാ മാധ്യമവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ ഹോം ഗ്രൗണ്ടിൽ വന്നാൽ നിങ്ങൾക്ക് അറിയാം, അവിടെ വളരെ മികച്ച ഒരു ഈ നടീൽ മാധ്യമത്തിലാണ് നമ്മൾ തൈകളെ വളർത്തിയെടുക്കുന്നത്. അത് ചില വാക്യം ബോസും മണ്ണും കൂടെ കൂട്ടി ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. അവിടെ കണ്ടിട്ടുള്ളവർക്കറിയാം, മണ്ണ് പോലും നമ്മൾ അരിച്ചെടുക്കുന്നത്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ട്. ആ രീതി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ
നമ്മുടെ മിത്ര ബാക്ടീരിയകളെയും മിത്ര കുമിളുകളെയും ഒക്കെയും ഉൾപ്പെടുത്തിയ ഒരു വളർച്ചാ മാധ്യമമോ നിങ്ങളുടെ ട്രൈക്കോഡർമ പോലെയുള്ളതിനെ പറ്റി കേട്ടിട്ട് കാണും. അതുപോലെ AMC, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഒരു ബയോ ഏജൻസ് ഒക്കെ ചേർത്ത ഒരു പോട്ടി മിക്സ് ആയതുകൊണ്ട് നമ്മുടെ കൃഷിയിടത്തിൽ ഈ തൈകൾ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കൃഷിയിടം കൂടെ അത് മുഖാന്തരം സമ്പുഷ്ടീകരിക്കുക ചെയ്യും. അപ്പൊ ആ രീതിയിലുള്ളൊരു പോട്ടി മിക്സിലാണ് നമ്മൾ ഈ തൈകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം, ഞങ്ങളുടെ തൈകൾക്ക് ഒരു 50 രൂപ കൂടുതൽ അതുണ്ട്. ചിലപ്പോൾ സാധാരണ നേഴ്സിൽ നിന്ന് കിട്ടുന്നതിൽ ഒരു 50 രൂപയെങ്കിലും നമ്മുടെ തൈകൾക്ക് വില കൂടുതലുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ പറയാം 100% ഗ്യാരണ്ടി നമുക്ക് അതിനകത്ത് തരാനായിട്ട്. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ അവിടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗുണമേന്മയുണ്ട്. നമുക്ക് ഫലങ്ങളാണെങ്കിലും ആ ഒരു ഗുണമേന്മയിൽ നമുക്ക് ലഭിക്കാനായിട്ട് സഹായിക്കും. നിങ്ങൾ മറ്റു നഴ്സറികളിൽ നിന്ന് ഇപ്പൊ ഇവിടെ കൊണ്ടിരിക്കുന്ന അല്ല നമ്മുടെ ഔട്ട്ലെറ്റ് ഒന്ന് വാങ്ങിക്കുമ്പോഴല്ല, വേറെ ഒരു നഴ്സറിയിൽ നിന്ന് ഹോം ഗ്രൗണ്ട് തൈ നിങ്ങൾ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആ ചെടിയിലെ ചെടി ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഫോട്ടോ ടൈം ഉണ്ട്. അതിപ്പോ റംബുട്ടാന്റെ N18 എന്ന് പറഞ്ഞൊരു തൈയാണ്. അതുകൊണ്ടാണ് റംബുട്ടാൻ N18 എന്നൊരു ഫോട്ടോ ടൈ ഉണ്ട്. അത് കോർത്തിട്ടിരിക്കുന്ന ഒരു കേബിൾ ടൈലാണ്, അത് സെക്യൂരിറ്റി ടൈ. അത് ഊരിയെടുക്കാനായിട്ട് പറ്റത്തില്ല. അതിൽ നമ്മുടെ ലോഗോയുണ്ട്, ഹോളോഗ്രാം ഉണ്ട്. ഈ 2 കാര്യങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തൈയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഫോട്ടോ ടൈ മാത്രമായിട്ടൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് തൈകളൊക്കെ ഇപ്പോൾ വെളിയിൽ ഉണ്ട്. അത് നമ്മുടേതല്ല. നമ്മുടെ തൈകളാണെങ്കിൽ ആ സെക്യൂരിറ്റി ടൈ ഉൾപ്പെടെ ഉണ്ടാവും. അത് നോക്കി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, ഇനി സമയം ഞാൻ വേഗം പോവാം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതില്ല. ഇനി അങ്ങനെ കൃഷി ചെയ്യാനായിട്ട് നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ എന്താണ് കൃഷി ചെയ്യുന്നത്? ഇപ്പം പഴവർഗ്ഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. റംബുട്ടാനുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, മംഗോസ്റ്റിൻ ഉണ്ട്, ജാക്ക് ഫ്രൂട്ട്, അവക്കാഡോ, ദൂരിയാൻ, ഇങ്ങനെയൊക്കെ കൃഷിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ധാരാളം പഴവർഗ്ഗങ്ങൾ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതെല്ലാം കൃഷിക്ക് യോജിച്ചതാണ്. എങ്കിലും ഞാൻ പ്രധാനപ്പെട്ട കാര്യം അത് അവസാനം വിട്ടിരിക്കുന്നത്, ഞാൻ അത് ആദ്യം ഒന്ന് പറയാം. എൻ്റെ സമയമായിട്ട് നമുക്ക് പുറകോട്ട് വരാതിരിക്കുന്നില്ല, അതല്ലേ 12 അപ്പൊ ഇതില് നമുക്ക് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ള കൃഷി എന്ന് പറയുന്നത് റംബുട്ടാൻ. ബാക്കിയൊന്നും മോശമാണെന്നല്ല, അതിനതിൻ്റെതായ പ്രശ്നങ്ങളുള്ള ഞാൻ സമയമുണ്ട് അതും പറയാം. അതായത് ഈ പഴക്കൃഷി എന്ന കാര്യത്തിൽ കേരളത്തിൽ നമുക്കൊരു മിനിമം ഗ്യാരണ്ടിയോടെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന കൃഷി എന്ന് പറയുന്നത് എപ്പോഴും റംബുട്ടാൻ തന്നെ. കാരണം കാര്യമായ കേടുപാടുകളൊന്നും ഈ മരത്തിന് ഇല്ല, രോഗങ്ങൾ ഇതുവരെയും കാര്യമായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു കൃഷി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി പറയാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ റംബുട്ടാൻ കൃഷി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങളുടെ വീട്ടിൽ ഒരു മരം വെക്കാനേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ഹോം ഗ്രൗണ്ടിന്റെ കയ്യിൽ തന്നെ ഏകദേശം 10 വെറൈറ്റികളുണ്ട് നമ്മുടെ റംബുട്ടാൻ. അതിൽ 9 എണ്ണം ചുമലയാണ്, 1 എണ്ണം മാത്രം മഞ്ഞയാണ്. ആ ചേട്ടൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് മഞ്ഞയാണ്. അത് E35 എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ല മധുരമുള്ളൊരു വെറൈറ്റിയാണ്. എനിക്കൊന്ന് വീട്ടിലൊരെണ്ണം വെക്കാനൊക്കെയാണ് വേറെ ഒന്നും ആലോചിക്കേണ്ട, ഒരെണ്ണം മേടിച്ചു വെച്ചത് നല്ല ഫ്രൂട്ട്. പക്ഷെ നമ്മൾ കൃഷിയിലേക്ക് വരുമ്പോൾ എല്ലാ ഇനങ്ങളും കൃഷിക്കായിട്ട് നല്ലതല്ല. കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് അല്ലെ അങ്ങനെ ഒരു ആദായത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ വെറൈറ്റികളും ആ നിലയിൽ നല്ലതല്ല. ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അതിന്റെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. വീട്ടിൽ വയ്ക്കാൻ ഇതെല്ലാം നല്ലതാണ്. പക്ഷെ നിങ്ങൾ 1 ഏക്കറിലോ 2 ഏക്കറിലോ ഒരു കൃഷി എന്ന നിലയിൽ ചെയ്യുകയാണെങ്കിൽ N18 എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ N18 എന്ന വെറൈറ്റി ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ മുമ്പോട്ട് പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ തോട്ടത്തിന്റെ ആധാരമാക്കിയാണ് പറയുന്നത്. നിങ്ങൾ കാഞ്ഞിരപ്പള്ളി വന്നു കഴിഞ്ഞാൽ ആ തോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും. 17 വർഷം പ്രായമായ റംബുട്ടാൻ തോട്ടം ഞങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളി കൊണ്ടുവരുന്നുണ്ട്. അതായത് റംബുട്ടാൻ കൃഷിയായിട്ട് ചെയ്യാമെന്ന് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയ സമയത്ത് ഒരു മോഡൽ ഫാമായിട്ട് ചെയ്ത ഒരു തോട്ടമാണ്. അവിടുത്തെ ഒരു കാര്യങ്ങൾ വെച്ചാണ് ഞാൻ ഇനിയുള്ള ചില കണക്കുകൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ N18 എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പഴം എന്ന നിലയിൽ നിങ്ങൾ ആ ഫോട്ടോ ആ പഴം ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന പോലെയുള്ള ചെറിയ പഴമല്ല, നല്ല വലിപ്പമുള്ള പഴം, നല്ല മുട്ടയുടെ ആകൃതിയിൽ ഓവൽ ഷേപ്പിൽ നല്ല വലിപ്പമുള്ള പഴങ്ങളാണ്. ഞങ്ങൾ അതിന് N18 എന്ന് പേരിടാൻ കാര്യം തന്നെ സെലക്ട് ചെയ്യുന്ന കായകളാണെങ്കിൽ ഒരു 18 എണ്ണം കൊണ്ട് 1 കിലോ തൂക്കം കിട്ടും. ആവറേജ് ഒരു 25 കാ വേണം. സെലക്ട് ചെയ്ത കായകളാണെങ്കിൽ 18 എണ്ണം കൊണ്ട് 1 കിലോ കിട്ടും. അങ്ങനെയാണ് N18 എന്നൊരു പേര് ഞങ്ങൾ ഇട്ടത്. അപ്പൊ ഒന്ന് അതിന്റെ വലിപ്പം, 2 അതിന്റെ കളർ, നല്ല ആകർഷകമായ റെഡ് കളർ അല്ലേ, കണ്ടു കഴിഞ്ഞാൽ അവിടെ വാങ്ങിക്കാൻ
തോന്നും, അത്ര നല്ല കളറാണ്. മറ്റൊരു കാര്യം, അതിൻ്റെ ആ വിത്ത് അല്ലെ കുരുവിൽ നിന്ന് നമ്മൾ കഴിക്കാനുള്ള മാംസള ഭാഗം കൈകൊണ്ട് വേണം ഇങ്ങനെ പൊളിച്ചെടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെ പണ്ടുള്ള റംബൂട്ടാൻ എങ്ങനെയാ, വായിലിട്ട് കഴിഞ്ഞാൽ കൊക്കൊക്ക വായിലിടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നതല്ലാതെ നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല, ആ കുരുവെ പറ്റി പിടിച്ചിരിക്കുമോ. പക്ഷെ ഇതങ്ങനെയല്ല, കൈകൊണ്ട് വേണം നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാം. ആ കുരു തന്നെയായിട്ട് നമ്മുടെ കൈ കിട്ടും. അതുകൊണ്ട് തന്നെ തൊണ്ടയിൽ കുടുങ്ങി ഉണ്ടാകുന്ന അപകടമൊന്നും ഇതുവരെ കഴിച്ചാൽ ഉണ്ടാകില്ല. മറ്റൊരു കാര്യം, അതിൻ്റെ അരി അല്ലെങ്കിൽ വിത്തെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ ഒക്കെ പോലെ ഇച്ചിരി നീളമുള്ള ചെറിയൊരു വിത്തേ ഉള്ളൂ, കഴിക്കാനുള്ള ഭാഗമാണ് കൂടുതൽ. പല റംബൂട്ടാൻ വെറൈറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത വലിപ്പം കൂടുതലും, പുറമേ ഉള്ളത് വളരെ പഴുപ്പ് വളരെ കുറവ്. അപ്പോൾ ഒന്ന്, അതിൻ്റെ സൈസ്; രണ്ട്, വിത്തിൽ നിന്നത് ഈസി ആയിട്ട് വേർപെടുത്തിയെടുക്കാം; മൂന്ന്, കഴിക്കാനുള്ള ആ മാംസള ഭാഗമാണ് കൂടുതൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് N18-ന്റെ ഒരു ഹൈലൈറ്റ് പഴം എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി കൃഷിയിലേക്ക് വന്നു കഴിയുമ്പോൾ, ഒരു 10 വർഷത്തിന് മുകളിൽ പ്രായമുള്ള ഒരു N18 മരത്തിൽ നിന്ന് 250 കിലോ വരെ കാ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കൃഷി ചെയ്യേണ്ട രീതി ഞാൻ പറയാം. ഒരു മരത്തിൽ നിന്ന് 250 കിലോ വരെ കാ കിട്ടാനുള്ള സാധ്യത ഈ N18 മരത്തിനുണ്ട്. രണ്ട്, ഇത് വിളവെടുപ്പിന് ഭാഗമാകും. നമുക്കറിയാം, വരുന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ നല്ല ഗ്രാമീണയുടെ സമയത്തൊക്കെയാണ് ഇത് വിളവെടുപ്പിന് ഭാഗമാകുന്നത്. പക്ഷെ ആ മഴക്കാലത്തും ഈ N18 പഴങ്ങളുടെ മധുരത്തിന് ഒരു കുറവും വരികയാണ്. അതിൻ്റെ ആ തോടിൻ്റെ കട്ടി കൊണ്ട് ജലാംശം ഒട്ടും പോലും ഉള്ളിൽ വന്ന ഒരു വെള്ളച്ചൊവയോ കാര്യങ്ങളൊന്നുമില്ല, മധുരത്തിനൊരു കുറവും വരികയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പറിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം വരെ മാക്സിമം നമുക്കിതിന് സൂക്ഷിപ്പ് കാലമുണ്ട്. ഇനി പഴുത്ത് കഴിഞ്ഞ് മരത്തിൽ 2 ആഴ്ച വരെ ഒരു കേടുമില്ലാതെ കിടക്കും. ചില വെറൈറ്റികളൊക്കെ പഴുത്ത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് കറുത്തു പോകും. ഇതിന് ഷെൽഫ് ലൈഫ് കുറച്ചുകൂടെ കൂടുതൽ. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ് ഒരു കൃഷിയായിട്ട് ചെയ്യുമ്പോൾ റംബൂട്ടാനിൽ N18 വെറൈറ്റി ആയിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയാനായിട്ട് കാര്യം. ഇനി റംബൂട്ടാൻ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, തുറസായ സ്ഥലത്ത് വേണം റംബൂട്ടാൻ കൃഷി ചെയ്യാൻ. പ്ലാവ്, മാവ്, ആഞ്ഞിലി, കുറച്ച് ജാതി, തെങ്ങ്, അതിനിടയിൽ 2 റംബൂട്ടാനും വെച്ച് കഴിഞ്ഞാൽ 250 കിലോ പോയിട്ട് 25 കിലോ പോലും. പൂർണ്ണമായിട്ട് സൂര്യപ്രകാശം ആവശ്യമുള്ള പഴവർഗ്ഗമാണ് റംബൂട്ടാൻ. വെയിൽ എത്ര കൂടിയാലും ഒരു കുഴപ്പവുമില്ല, വെയിൽ വേണം. മറ്റൊരു വാക്കിൽ പറയാം, റംബൂട്ടാൻ തോട്ടത്തിൽ റംബൂട്ടാന് തണലായി വരുന്ന ഒരു മരം ഉണ്ടാകാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം തന്നെ റംബൂട്ടാൻ കൃഷിക്ക് തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, തൈകൾ തമ്മിലുള്ള അകലമാണ്. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന അകലം എന്ന് പറയുന്നത് 40 അടി അകലം. ചെടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 40 അടി അകലം. എന്ന് വെച്ചാൽ ഒരു ഏക്കറിൽ മാക്സിമം നമുക്ക് വെക്കാവുന്ന മരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 30. റബ്ബറാണ് നമ്മൾ എത്ര എണ്ണം വെക്കുന്നതാണ്? നമ്മൾ 180-200 എണ്ണം വരെ ഞങ്ങൾ വെക്കുക. ഞങ്ങളോട് പറയുന്നത് ഒരേക്കറിൽ 30. പക്ഷെ അത് മതി. എന്തുകൊണ്ടാണ് ഞാൻ പിന്നീട് പറയാം. എന്ന് വെച്ചാൽ എത്ര വളർന്നാലും ഈ ചെടികൾ തമ്മിൽ കൂട്ടിമുട്ടാനായിട്ട് പാടില്ല. ഈ മരങ്ങൾ തമ്മിൽ ഒരു തണലാകാനോ മരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാനോ പാടില്ല. ആ ഒരു അകലത്തിൽ വേണം റംബൂട്ടാൻ കൃഷി ചെയ്യാൻ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കോംപ്രമൈസാണ് ഞാൻ പറയുന്നത്. 40-40 എന്ന് പറയുമ്പോൾ 30 മരങ്ങൾ അത് വളരെ കുറവാണ് എന്നുള്ളവർക്ക് വേണമെങ്കിൽ 20-40 വേണമെങ്കിൽ ചെയ്യാം. ഒരു 50 മരം വരെ വയ്ക്കാം. അത് റെക്കമെൻഡേഷൻ അല്ല, റെക്കമെൻഡേഷൻ ശരിക്കും 40-40 തന്നെയാണ്. പിന്നെ നടും രീതിയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരു 2.5 അടി നീളവും വീതിയുമുള്ള കുഴികൾ, ആഴം 2 അടി ആണെങ്കിലും മതി. ഈ ഒരു ഷേപ്പാണ് ഇപ്പോൾ JCBക്കോ ഹിറ്റാച്ചിക്കോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ബക്കറ്റിൽ ഇങ്ങനെ കുഴിയെടുക്കുന്ന ആ ഒരു അളവാണെങ്കിലും മതി. ഇങ്ങനെയാണ് കുഴികൾ എടുക്കേണ്ടത്. ഇനി കുഴികൾ മൂടാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു 2 വട്ട ചാണകപ്പൊടി, 1 കിലോ റോക്ക് ഫോസ്ഫേറ്റ്, രാജ്ഫോസ് എന്നുള്ള പേര് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന റോക്ക് ഫോസ്ഫേറ്റ് 1 കിലോ. മറ്റൊരു വേണ്ടിയത് നമുക്ക് 1 കിലോ വേപ്പിൻ പിണ്ണ. അപ്പോൾ 2 വട്ട ചാണകപ്പൊടി. 2 വട്ട ചാണകപ്പൊടി എന്ന് പറയുമ്പോൾ ഒരു 15-20 കിലോ ചാണകപ്പൊടി, 1 കിലോ റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ രാജ്ഫോസ്, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്. ഇത് നമ്മൾ കുഴിയിൽ നിന്ന് എടുത്ത മേൽമണ്ണുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുഴി മുഴുവനായിട്ട് മൂടുക. മാത്രമല്ല, കുഴി മൂടിക്കഴിയുമ്പോൾ ഒരു അല്പം പോലും കുഴിയായിട്ട് കിടക്കരുത്. പിന്നെ എങ്ങനെ ആയിരിക്കണം? കുഴിയുടെ മുകൾവശം ഒരു കൂനയായിരിക്കും.
നമ്മൾ കപ്പയൊക്കെ ഇടാൻ വേണ്ടി തടവെടുക്കുകയാൽ അല്ല ചേന നടാൻ വേണ്ടി തടവെടുക്കുകയാൽ എന്ന് പറഞ്ഞതുപോലെ അല്പം ഉയർത്തിയ തടങ്ങളായിരിക്കണം. അപ്പൊ അങ്ങനെ തടങ്ങൾ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ആ തടങ്ങളൊന്ന് ചവിട്ടി ഉറപ്പിക്കണം, അല്ലെ മഴ പെയ്യുമ്പോൾ ഇത് ഇരുന്നു പോകും. ആ തടങ്ങളൊന്ന് ചവിട്ടി ഉറപ്പിച്ച് അതിനുള്ളിൽ ഒരു പിള്ളക്കുഴി എടുത്ത് കവർ പൊട്ടിച്ച് വേണം തൈ വെക്കാൻ. പിള്ളക്കുഴി എന്ന് പറഞ്ഞാൽ മനസ്സിലായത് കാണുന്നത് ആ ഉണ്ടാക്കിയ ഒരു പോലെ ഈ തൈ ഇറക്കി വെക്കാൻ പാകത്ത് ചെറിയൊരു കുഴി, ആ കുഴിക്കകത്താണ് നമ്മൾ തൈ വെക്കുന്നത്. അപ്പം രണ്ടടി കുഴി എടുത്തിട്ട് നമ്മൾ ഏറ്റവും അടിയിലല്ല വെക്കുന്നത്, ഈ കുഴി നന്നായിട്ട് മൂടി ഏറ്റവും മുകളിലാണ് നമ്മൾ തൈകൾ വെക്കുന്നത്. ആ തൈകൾ വെക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, ബഡ് തൈകളായതുകൊണ്ട് ആ ബഡ് ചെയ്ത പോർഷൻ, ആ ബഡിങ് പോർഷൻ മണ്ണിൽ നിന്ന് അല്പം ഉയർന്നു നിൽക്കണം. റബ്ബറൊക്കെ വെക്കുന്ന പോലെ തന്നെ അല്പം ഉയർന്നു നിൽക്കണം. ഒരു വർഷം കഴിഞ്ഞൊക്കെ അത് മൂടിപ്പോയാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ആദ്യം വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. ഒരു വർഷം കഴിഞ്ഞൊക്കെ അത് മൂടിപ്പോയാലും ഒരു കുഴപ്പമില്ല. ആദ്യ സമയത്ത് അങ്ങനെ നിർത്തും. മറ്റൊരു കാര്യം കൂടി ഞാൻ നടിയിലുള്ള ബന്ധത്തിൽ പറയാം. നമ്മൾ ഈ കവറ് പൊട്ടിക്കുമ്പോൾ, ഒരു കവറിൻ്റെ അകത്താണല്ലോ ഈ തൈ എടുക്കാൻ വേണ്ടി കവറ് പൊട്ടിക്കുമ്പോൾ ഒരു കാരണവശാലും ആ കവറിലുള്ള മണ്ണ് ഉടഞ്ഞു പോകാൻ പാടില്ല. അത് ഏത് റംബുട്ടാനെന്നല്ല, നിങ്ങൾ എവിടുന്ന് ഏത് കൂടത്തൈകൾ വാങ്ങിച്ചാലും കവർ തൈകൾ വാങ്ങിച്ചാലും ആ കവറ് പൊട്ടിക്കുമ്പോൾ അതിലെ മണ്ണ് ഉടഞ്ഞു പോകാൻ പാടില്ല. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കും എന്തിനാ ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയത്തില്ല എന്ന് ചോദിക്കും. പക്ഷെ അറിയത്തില്ലാത്തവരുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ഒരു ക്ലാസ് എടുത്തപ്പോൾ, ക്ലാസ്സിന് മുമ്പാണ്, അപ്പോൾ ഒരു മാഡം എൻ്റെ അടുത്ത് വന്നു, ഒരു 10-60 വയസ്സൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ സാറേ നിങ്ങളുടെ റംബൂട്ടാൻ 7 പ്രാവശ്യം ഞാൻ മാറ്റി വെച്ചു, ഈ ഒരെണ്ണം പോലും പിടിച്ചില്ല. അപ്പോൾ എനിക്ക് അത്ഭുതമായി. കാരണം റംബൂട്ടാനൊന്നും അങ്ങനെ പോകുന്നൊരു ചെടിയല്ല. ഞാൻ അവിടുത്തെ ഈ ടെറസിൽ വല്ല വീപ്പയ്ക്കകത്ത് വല്ലതും ഞാൻ അങ്ങനെ അതൊന്നുമല്ല, നിലത്ത് തന്നെ വെച്ചത്. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് വെച്ചത്? ഞാനത് കവറിൽ പൊട്ടിച്ച് നല്ലപോലെ വാഷ് ചെയ്താണ് വെച്ചത്. അതായത് ഈ ആന്ധ്രയിലൊക്കെ വരുന്ന ഈ റോസാ ചെടിയൊക്കെ ഉണ്ടല്ലോ, അത് ഈ കളിമണ്ണ് ഇങ്ങനെ വരുന്ന അത് വാഷ് ചെയ്ത് കണ്ടു വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ. അപ്പോൾ ഈ പുള്ളിക്കാരി അങ്ങനെയാണ് റംബൂട്ടാനും നടക്കും. 7 എണ്ണം വെച്ചെന്നതാണ്. പിടിക്കുക. റംബൂട്ടാനിലൊന്നും ഒരു കാരണവശാലും ആ മണ്ണ് സെറ്റായിട്ടിരിക്കുന്ന ആ മണ്ണ് ഉടഞ്ഞു പോകരുത്. അപ്പൊ ഏറ്റവും നല്ലത് ആ കൂടിന്റെ അടിവശം ഒരു ബ്ലേഡ് വെച്ച് വരഞ്ഞങ്ങ് മാറ്റുക, എന്നിട്ട് കുഴിയിൽ ഇറക്കി വെച്ചിട്ട് സൈഡ് കളഞ്ഞാൽ മതി. അപ്പൊ നമ്മുടെ കൈക്ക് കോണ്ടാക്ട് ഡയറക്റ്റ് വരത്തില്ലല്ലോ, അപ്പം മണ്ണുടയാൻ. മണ്ണുടഞ്ഞാൽ ചിലപ്പോൾ വേലിന് ക്ഷേതം വന്നിട്ട് വാടിപ്പോകാനും ഉണങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ തൈകൾ വെക്കേണ്ടത്. തൈകൾ വെച്ച് കഴിഞ്ഞ് റംബൂട്ടാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പ്രൂണിങ്. അതായത് നമ്മൾ തൈകൾ വെക്കുമ്പോൾ ഒരു 1-1.5 അടി ഉയരമുള്ളൊരു തൈ ആയിരിക്കും നമ്മൾ പ്ലാന്റ് ചെയ്യും. അത് വളർന്ന് ഒരു 4 അടി പൊക്കമാകുമ്പോൾ അതിന് മുകൾ വശം ഒന്ന് കട്ട് ചെയ്യും. അതായത് 4 അടിക്ക് തൊട്ട് താഴേന്ന് പുതിയ ബ്രാഞ്ചുകൾ വരണം. ഇത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അറിയാമോ, ചിലപ്പം നേരെ മുകളിലോട്ട് പോയിട്ട് ഒരു 8 അടിക്ക് 10 അടിക്കൊക്കെ ആയിരിക്കും ബ്രാഞ്ച് വരുന്നത്. അന്നേരം തന്നെ നമ്മുടെ പിടിയിൽ ഇത് പോയി. അപ്പൊ 4 അടിക്ക് താഴേന്ന് ബ്രാഞ്ചുകൾ വരുത്തുക. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ 4 അടിക്ക് മുകളിലേക്ക് ഇതിനൊരു മെയിൻ സ്റ്റെം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ബ്രാഞ്ചുകളാണ് വളരേണ്ടത്. അപ്പൊ ആ ബ്രാഞ്ചുകൾ രണ്ടാമത്തെ ചിത്രത്തിലുണ്ട്, കണ്ടോ? അവിടുന്ന് ബ്രാഞ്ചുകൾ ഇങ്ങനെ വന്നല്ലോ. അപ്പം വിവിധ ദിശകളിലേക്കായിട്ട് 3-4 ബ്രാഞ്ച് നിർത്തുക, ബാക്കി കളയുക. ആ ബ്രാഞ്ചുകളും വളർന്നു വന്ന് ഒരു 3 അടിയാക്കി ആകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കട്ട് ചെയ്യുക. അപ്പൊ അവിടുന്ന് 3-4 ബ്രാഞ്ച് കൊടുക്കും. എന്ന് വെച്ചാൽ ഈ ചെടി നേരെ മുകളിലോട്ടല്ല വളരുന്നത്, വശങ്ങളിലേക്ക് ഇങ്ങനെ പടർന്ന് ഒരു കുട നിവർത്തി വെച്ചിരിക്കുന്ന ഷേപ്പിലാണ് വരുന്നത്. അപ്പൊ ഈ വശങ്ങളിലേക്ക് ഇത് വളരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ അകലം വേണമെന്ന് പറയുന്നത്. പല ആളുകളും നമ്മൾ ഈ 40 അടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രസംഗമൊക്കെ പ്രസംഗിച്ചിട്ട് പോകും. മിക്ക ആളുകളും വെക്കുന്ന 20 അടിക്ക്. നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു മിക്ക ആളുകളും വെക്കുന്നത് 20 അടിക്ക്. 20 അടിക്കാണ് 100 മരം വരെ ഏക്കറിൽ നമുക്ക് വെക്കാനായിട്ട് വരും. അപ്പൊ 20 അടിക്ക് വെക്കുന്ന ആളുകളോട് 20 അടിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അടുത്ത് പോവുകയല്ലേ. അപ്പൊ അവര് പറയുന്ന ഒരു കാര്യം, ഇത് കൂട്ടിമുട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ പ്രൂൺ ചെയ്യാം, അല്ലെങ്കിൽ ഇടയ്ക്കുന്ന ഓരോന്ന് വെട്ടിക്കളയും. വളരെ ഈസി ആയിട്ടാണ് പറയാം. എത്ര വർഷം കൊണ്ട് കൂട്ടിമുട്ടുമെന്ന് അറിയാം? 20 അടിക്ക് വെച്ചിട്ടുള്ളവർ വല്ലവരും ഉണ്ടോ ഇവിടെ? കൃഷി ചെയ്തിട്ടുള്ള കാര്യമില്ല. 20 അടിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-ാം വർഷം ഉറപ്പായിട്ട് ഇത് തമ്മിൽ കൂട്ടിമുട്ടും. ആ വർഷം വലിയ പ്രശ്നമില്ല. ഒരു 2 വർഷം കൂടെ, ഒരു 6-7 വർഷം ആകുമ്പോഴത്തേക്ക് ഇത് തമ്മിൽ അങ്ങോട്ട് കോർത്ത് കിട്ടും. ഈ കൊമ്പുകൾ വശങ്ങളിലേക്ക് വളരാൻ ഇടയില്ലാത്തതുകൊണ്ട് കോർത്ത് കെട്ടി അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെയിലടിക്കുന്ന മുകൾ ഭാഗത്തല്ലാതെ ഒരു പൂ പോലും ഉണ്ടാകില്ല. ആ സമയത്ത് തീരെ ആദായം കിട്ടാതെ വരുമ്പോഴാണ് ഇത് വെട്ടിക്കളയേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരുന്നത്. ആദായം കിട്ടുക എന്ന് പറയുമ്പോൾ ഞാൻ പറയാം, ചിലപ്പോൾ ഒരു 10-20 കിലോ ഒക്കെ ഒരു മരത്തിൽ നിന്ന് കിട്ടും. 10-20 കിലോ കിട്ടുന്ന 70 മരം നമ്മൾ വെട്ടിക്കളയും. സാധാരണ ഇതിൽ
ചെയ്യുകയാണ്. ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ന്യായമായ ഗ്രൂപ്പ് കിട്ടത്തുമില്ല, ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. ഇനി നമ്മൾ അങ്ങനെ വെട്ടിക്കളഞ്ഞാൽ തന്നെ നമ്മൾ 70 മരം നമ്മൾ വെട്ടിമാറ്റണം. ആ നിലനിർത്തുന്ന മരങ്ങൾ ചിലപ്പം ഈ ഗ്രോത്ത് കോമ്പറ്റീഷൻ വന്നിട്ട് നേരെ മുകളിലോട്ട് വളർന്നു പോയിട്ടുണ്ട്. പിന്നെ അതിനെ ഒന്ന് വെട്ടി ഒതുക്കി ഷേപ്പ് ചെയ്ത് നടത്തണമെങ്കിൽ 2 വർഷത്തെ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ മുമ്പ് കിട്ടിയത് ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അകലെ വിട്ട് തന്നെ വെക്കുക. അപ്പോൾ ഈ വെട്ടിക്കളയലിന്റെ പ്രശ്നമോ കാര്യങ്ങളൊന്നും വരത്തില്ല. 40 അടിക്ക് തന്നെ കൃഷി ചെയ്യുക. ഞാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ 40 അടിക്ക് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കാൻ വേണ്ടി വരുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളനിയന്ത്രണം ഇല്ല. 40 അടിക്ക് നമ്മൾ വെക്കുക എന്ന് പറയാൻ 30 മരം ഒരു ഏക്കറിലുള്ളൂ. അപ്പൊ ബാക്കി സ്ഥലം മുഴുവൻ വെറുതെ കിടന്ന് കാട് കയറും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനുള്ളിലെ ഇടവേളകൾ ചെയ്യണം. 40 അടി അകലത്തിൽ നമ്മൾ വെച്ചിട്ട് ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ നമുക്ക് വാഴ കൃഷി ചെയ്യാം. 2 വർഷത്തേക്ക് നിങ്ങൾ വാഴ വെച്ചു, വാഴയുടെ ഇല വന്ന് നേരെ റംബൂട്ടാന്റെ മണ്ട വന്ന് നിൽക്കാതിരുന്നാൽ മതി. അല്ലാത്ത രീതിയിൽ നിങ്ങൾ വാഴ വെച്ചു. ഇനി 3 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഞ്ചിയോ മഞ്ഞളോ ചേനയോ ചേമ്പോ വാർഷിക വിളകൾ എന്ത് വേണേലും ചെയ്യാം. നമ്മുടെ റംബൂട്ടാനൊരു തണൽ വരാതിരുന്നാൽ മതി. അപ്പൊ ആ രീതിയിൽ കളനിയന്ത്രണം ഒഴിവാക്കുക. ഒരു അധിക വരുമാനവും നമുക്ക് ഉണ്ടാക്കാം. റംബൂട്ടാന്റെ അകലം കുറയ്ക്കാതിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് നമ്മൾ ആ മുകളിൽ കാണുന്ന പോലെ ഒരു കുട നിവർത്തി വെച്ചിരിക്കുന്ന ഷേപ്പിൽ വേണം ഈ ചെടികളെ വളർത്തിയെടുക്കാൻ. ഇനി അടുത്ത കാര്യം, നമുക്ക് നമ്മുടെ നാട്ടിലെ സാധാരണ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ്. ജനുവരി തൊട്ട് കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും പൂവിടിയിൽ തുടങ്ങും. നമ്മുടെ ഏറ്റുമാനൂർ പോലുള്ള ഭാഗങ്ങളിൽ മാർച്ച് ഏപ്രിൽ ആദ്യമൊക്കെയാണ് പൂവിടുന്നത്. അതാണ് ഇപ്പൊ നമുക്ക് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കായായിട്ട് വരുന്നത്. അപ്പൊ പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ തേനീച്ചകളൊക്കെയാണ് കൂടുതൽ പരാഗണം നടത്തുന്നത്. ഇനി നിങ്ങൾ കൂടുതൽ ഏരിയയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 5 ഏക്കറിൽ 10 ഏക്കറിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ തേനീച്ചപ്പെട്ടികൾ, പ്രത്യേകിച്ച് ചെറുതേനീച്ച പെട്ടികൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പരാഗണം കൂടാനൊക്കെ ആയിട്ട് അത് സഹായിക്കും. ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല, വേണമെങ്കിൽ ചെയ്യാവുന്നത്. അപ്പം ഇനി പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോടെ. ഇപ്പൊ ഈ തേനീച്ച ഇരിക്കുന്ന ആ ഒരു പൂന്തണ്ട് നിങ്ങൾ കണ്ടല്ലോ, അത് ഒരു പൂങ്കൊലയുടെ ഒരു ഭാഗം മാത്രം. അങ്ങനെയുള്ള ഒരു പൂങ്കൊലയിൽ 1000-ലധികം പൂക്കൾ ഉണ്ടാവും. ഒരു മരത്തിലല്ല, ഒരു പൂങ്കൊലയിൽ തന്നെ 1000-ലധികം പൂക്കളുണ്ടാവും. അതിന് 99% പൂവായിട്ട് തന്നെ ഒഴിഞ്ഞു പോകും. ഇപ്പോൾ ഒരു NIT മരത്തിൽ 1000 പൂക്കൾ ഉണ്ടായാൽ, ഒരു പൂങ്കൊലയിൽ ഉണ്ടായാൽ അതിനകത്ത് പരാഗണം നടന്ന് കായകളായിട്ട് രൂപപ്പെടുന്നത് അങ്ങേയറ്റം ഒരു 20-25 കായകൾ. ഏതാ കായായിട്ട് രൂപപ്പെടുന്ന ഏറ്റവും അവസാനമല്ല കേട്ടോ, രൂപപ്പെടുന്ന എന്ന് വെച്ചാൽ പൂ വിരിഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു നമ്മുടെ ചെറുപയറിന്റെ ഒക്കെ വലുപ്പത്തിൽ ചെറിയ കായ്കൾ കണ്ടു തുടങ്ങുന്നത് 10-25 എണ്ണക്കാണ്. പക്ഷേ ഏറ്റവും അവസാനം വരെ പഴുത്ത് കിട്ടുന്നത് ഒരു 8-10 കായ കാണുള്ളൂ. ബാക്കിയെല്ലാം പല സമയങ്ങളിലായിട്ട്. ഇതിനകത്ത് നമുക്ക് വളരെ സങ്കടം വരുന്നൊരു കാര്യമാണ് ചുവട്ടിൽ ഇത് കൊഴിഞ്ഞു കിടക്കുന്ന കാണും. പക്ഷെ ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറയാം. നിങ്ങളുടെ NIT റംബൂട്ടാനിലാണെങ്കിൽ ഒരു കൊലയിൽ ഒരു 8-10 കാ നിങ്ങൾക്ക് പഴമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല വിളവാണ്. ആ പൊഴിച്ചിൽ ഒരു അമിത പൊഴിച്ചിലല്ല, സ്വാഭാവികമായിട്ടുള്ള പൊഴിച്ചിൽ. അതിന് NIT ഞാൻ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ കൃഷിയായിട്ട് ചെയ്യുകയാണെങ്കിലും ഒരു മരം വെച്ചാലും ഈ പൊഴിച്ചിൽ എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണ്. ഒരു 8-10 ഇപ്പൊ കഴിഞ്ഞ വർഷം മെയ് മാസം, കഴിഞ്ഞ മുമ്പത്തെ വർഷം മെയ് മാസം പകുതി തൊട്ട് തന്നെ ഭയങ്കര മഴയാണ്. അങ്ങനെ അധികമായ മഴ, പ്രകൃതിയുടെ ചില പ്രതിഭാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് 8-10 കായനുള്ളത് ചിലപ്പോൾ താഴും. അതിനെ ഒരു പരിധി കൂടി നമുക്ക് പ്രതിരോധിക്കാനായിട്ട് പറ്റത്തില്ല. എങ്കിലും ചില മാർഗങ്ങൾ ഞാൻ ഇതിന്റെ അവസരം പറയാം. അപ്പൊ പൊഴിച്ചിൽ ഇതിനകത്തുണ്ട്. ഒരു കൊലയിൽ 8-10 കായ കൂടുതൽ NIT കിട്ടത്തില്ല. 8-10 കായകൾ എന്നുള്ളത് ന്യായമായിട്ടുള്ള വിളവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിനകത്ത് ഏറ്റവും കൈ വെക്കുമോ? നിങ്ങൾക്ക് വലയിടാൻ കിട്ടുന്നുണ്ടോ? ഇല്ല. വലയിടണം. വലയിടെന്ന് പറഞ്ഞാൽ ഒരു 4-5 വർഷം വരെയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ 2-3 പേര് കൂടി 2 തോട്ടിക്കമ്പുമൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇടാം. പക്ഷെ ഒരു 7 വർഷമൊക്കെ കഴിഞ്ഞ് ഈ മരത്തെ നമുക്ക് തന്നെ വലയിടിച്ചിട്ട് പ്രയാസം, പ്രായോഗികമല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങൾ കൃഷിയായിട്ടൊരു ആദായ കൃഷി എന്ന നിലയിൽ കുറച്ച് കൂടുതൽ ഏരിയ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗ് രീതി അനുസരിച്ച് കച്ചവടക്കാർ തന്നെയാണ് വലയിടുന്നത്. അങ്ങനെ വിൽക്കുന്നവരാണെങ്കിലും ഉണ്ടോ ഇവിടെ? വിൽപ്പന നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ? റംബൂട്ടാൻ കൊടുക്കാനുള്ളവരുണ്ടോ? ഇല്ല. റംബൂട്ടാൻ തോട്ടമായിട്ട് ചെയ്തിട്ടുള്ളിടത്തെല്ലാം ഇപ്പോൾ വിപണനം നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ വിചാരിക്കുക, നമുക്ക് 1 ഏക്കർ സ്ഥലത്ത് റംബൂട്ടാൻ കൃഷിയുണ്ട്. ഒരു 30 മരം നമ്മൾ വെച്ചിട്ടുണ്ടെന്ന് വെച്ചു. 30 മരം നമ്മൾ ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഒരു 1 ഏക്കർ സ്ഥലത്ത് 30 മരങ്ങൾ കായ്ക്കുന്ന മരങ്ങളുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഏതെങ്കിലും കച്ചവടക്കാർ നമ്മുടെ സ്ഥലത്ത് വരും. ഇതില്ലെങ്കിൽ ഞങ്ങളെ വിളിച്ച് അങ്ങനെ കച്ചവടക്കാർ തരാം. അങ്ങനെ കച്ചവടക്കാർ വന്നു കഴിയുമ്പോൾ നമ്മുടെ കോൺട്രാക്ട് ഇങ്ങനെയാണ്: നിങ്ങൾ തന്നെ വല കൊണ്ടുവരണം, നിങ്ങൾ തന്നെ ഈ വല ഇടണം, നിങ്ങൾ തന്നെ പഴം പറിക്കണം, പറിക്കുന്ന പഴത്തിന് 1 കിലോയ്ക്ക് ഇത്ര രൂപ ഞങ്ങൾക്ക് തരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് റിസ്ക്കും ഇല്ല. വലയിടിയിൽ പറിക്കൽ എല്ലാം കച്ചവടക്കാർ തന്നെ നടക്കും. ആ രീതിയിലാണ് പൊതുവെ നമുക്കിപ്പോൾ ഈ കച്ചവടം നടക്കുന്നത്. അതുകൊണ്ട് വലയിടിയിൽ ഇപ്പം നമുക്ക് തോട്ടമായിട്ട് ചെയ്യുമ്പം ഒരു പ്രശ്നമല്ല. കൂടുതലും തമിഴ്നാട്ടുകാരൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നാട്ടിലുള്ള ആളുകളും അങ്ങനെ ട്രെയിനിങ് കൊടുത്ത ആളുകളെ കൊണ്ട് വലയിടിച്ച് ഇപ്പോൾ എടുക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ഒരു വരുമാന കണക്കൂടെ ഞാനത് പറഞ്ഞത്. ഞാൻ പറയുന്നത് നമ്മൾ 1 ഏക്കറിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന എണ്ണം എന്ന് പറയുന്നത് 30 എണ്ണം. അപ്പം നമ്മൾ കൃത്യമായ അകലത്തിൽ 30 മരങ്ങളാണ് വെച്ചിരിക്കുന്നത് വെച്ചു. 3-ാം വർഷം മുതൽ ഇത് കാഴ്ചയുണ്ട്. 3-ാം വർഷം ചിലപ്പോൾ നമുക്കൊരു മരത്തിൽ നിന്ന് ഒരു 5 കിലോയ്ക്കുള്ളൊന്നും കിട്ടത്തില്ല. പക്ഷേ ഇതിൻ്റെ അടുത്ത വർഷം 5 കിലോ കിട്ടുന്നത് 15 കിലോ ആയിട്ട് വർദ്ധിക്കും. അതിൻ്റെ കാര്യമൊക്കെ ഞാൻ മുമ്പോട്ട് പറയും. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടിയാൽ ഒരു 7 വർഷം പ്രായമായ ഒരു N18 റംബുട്ടാൻ മരത്തിൽ നിന്ന് ഒരു 100 കിലോ നമുക്ക് ഈസി ആയിട്ട് പറിക്കാം. ഞാൻ 250 കിലോ 300 കിലോ ഒക്കെ വിട്ടു. ഞാൻ വളരെ താഴ്ന്നു വന്നു 100 കിലോ. 7 വർഷം അല്ലെ 8 വർഷം പ്രായമായ ഒരു മരത്തിൽ നിന്ന് 100 കിലോ കാവില്ല. ഇപ്പം നമുക്ക് 140-160 രൂപ വരെയൊക്കെ വില കിട്ടുന്നുണ്ട്. അതൊക്കെ പോയി പൊക്കോട്ടെ. 100 രൂപ വിലയും ഞാൻ കിട്ടും. വലയിട്ട് പറിച്ചെടുക്കുന്നതിന് 1 കിലോയ്ക്ക് 100 രൂപ. ഒരു മരത്തിൽ 100 കിലോ 100 ഗുണം 100 10,000 രൂപ ഒരു മരം. നമ്മൾ 30 മരമാണ് വെച്ചിരിക്കുന്നത്. 30 ഗുണം 10,000 3 ലക്ഷം രൂപ. ആ തന്നാണ്ട് ചെലവെന്ന് പറയുമ്പോൾ 50,000 രൂപ ആയിക്കൊള്ളൊരിക്കലും വരികയില്ല. എന്ന് വെച്ചാൽ 1 ഏക്കറിൽ നിന്ന് 2.5 ലക്ഷം രൂപ നമുക്ക് ലാഭം കിട്ടും. ഇനി നിങ്ങൾ അത് നേരെ പകുതിയായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, 1 ഏക്കറിൽ നിന്ന് 1 ലക്ഷം രൂപ നമുക്ക് ലാഭം കിട്ടുന്ന ഏതെങ്കിലും കൃഷി ഏറ്റുമാരിലുണ്ടോ? എനിക്കറിഞ്ഞ ഇവിടെ ഉണ്ടാക്കുന്നു. 1 ലക്ഷം രൂപ 1 ഏക്കറിൽ നിന്ന് ആദായം കിട്ടുമോ? ആദായമല്ല, ലാഭം കിട്ടും. അപ്പൊ തെങ്ങുണ്ടായിരുന്നു ഇപ്പൊ കിട്ടിയാലെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തേങ്ങയ്ക്ക് വരെയുണ്ട്. വേറെ ഒരു സാധനം ഏറ്റുമാരുണ്ടെന്ന് എനിക്ക് തേങ്ങ ഉള്ളത്തെ തേങ്ങ ഇല്ലത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്ന പഴവർഗ്ഗ കൃഷികളിൽ ഏറ്റവും നമുക്ക് പറയാവുന്ന, ഏറ്റവും പ്രധാനമായിട്ട് പറയാവുന്ന ഒരു കൃഷി റംബുട്ടാൻ തന്നെ. ഈ ഒരു നിലയിൽ ധാരാളമായിട്ട് ആളുകൾ, നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ കാണും. ഈ മാന്നാനത്ത് അവിടെയൊക്കെ നമ്മൾ ചെയ്ത സ്ഥലങ്ങൾ നമുക്കറിയാം. പല സ്ഥലങ്ങളിൽ കൃഷിയായിട്ട് ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കുന്നത്. ഞാനൊരു അതിശയോക്തിയായിട്ട് നിങ്ങൾ കണക്കാക്കണ ഞാനൊരു കാര്യം പറയാം. ഞാൻ നമ്മുടെ ഒരു തോട്ടം, കാഞ്ഞിരപ്പള്ളിയുള്ള തോട്ടത്തെ പറ്റി പറഞ്ഞല്ലോ. അതിപ്പം 17ാമത്തെ വർഷമാണ്. 17 വർഷമായി. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് അതിൻ്റെ അകത്ത് 3 ഏക്കർ 30 സെന്റ് സ്ഥലവും 3 ഏക്കർ 30 സെന്റ് സ്ഥലം 110 മരമുണ്ട് അതിലാണ്. അതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് കിട്ടുന്ന ആദായം എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയെ കുറയാത്ത ആദായം. അപ്പൊ ആ മരം നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഏറിയാലാണ് ഒരു മരം നിൽക്കുന്നത്. ഒരു 200 കിലോ ഒക്കെ വെച്ചൊരു മരത്തിൽ നിന്ന് നമുക്ക് ആദായം. ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുമ്പോൾ, യൂട്യൂബിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞാക്ക് നിർത്താം, 15 അടിക്ക് വെക്കാന്നൊക്കെ പറഞ്ഞ് വീഡിയോ കാണും. 2 വർഷം 3 വർഷമായ മരത്തിൻ്റെ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, റംബുട്ടാൻ കുറ്റിച്ചെടിയായിട്ട് നിർത്തി വരുമാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആരും കൃഷിക്ക് പോകരുത്. ഇത് വലിയ മരമായെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ല ആദായം കിട്ടുള്ളൂ. ഇത് വലിയ മരമായിട്ട് വളരണം. 200 കിലോ ഒരു മരത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് ഒരു മരം ഉണ്ടായാലേ കിട്ടത്തുള്ളൂ. നമുക്കൊരു 10 കിലോയോ 20 കിലോയോ കിട്ടിയിട്ട് ഈ മരത്തിൽ നിന്ന് എന്ത് കിട്ടാൻ? അതുകൊണ്ട് അകലെ വിട്ട് തന്നെ നിങ്ങൾ വെക്കുക. മരമാകുന്ന രീതിയിൽ നല്ല ഓപ്പൺ സ്പേസ് വയ്ക്കുക. ന്യായമായ ഒരു വരുമാനം നമുക്ക് ഈ ചെടിയിൽ നിന്ന് കിട്ടും. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ വരുമാനം ഓരോ വർഷം കൂടുമെന്ന് പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ വർഷവും വിളവെടുപ്പിന് ശേഷം ഒരു പ്രൂണിങ്. നിങ്ങൾ റംബുട്ടാൻ നിങ്ങളുടെ വീട്ടിൽ ഒരെണ്ണം ഉണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ വർഷവും കഴിയുമെങ്കിൽ എല്ലാ വർഷവും ഒരു പ്രൂണിങ് ഇതിനകത്ത് നടത്തണം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഈ പഴം പറിച്ചു കഴിഞ്ഞ് ആ കൊലുമ്പിനോട് ചേർന്ന് ഒരു 1.5 അടി താത്തുന്ന കട്ട് ചെയ്യും. ഈ പ്രൂണിങ്ങിൽ 2 കാര്യം ശ്രദ്ധിച്ചോണേ. ഒന്ന്, നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന ആ നീളം ഉണ്ടല്ലോ, മരത്തിൽ നിന്ന് വെട്ടിക്കളയുന്ന അകലം എന്ന് പറയുന്നത് ഒരു 1.5 അടിയിൽ കൂടുതൽ വെട്ടിക്കളയരുത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക മരമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒത്തിരി ശകരം വളർന്നുപോയി, നമുക്കൊന്ന് ഷേപ്പ് ആക്കിയാക്കാം എന്ന് കരുതി കൂടുതൽ വെട്ടിയാൽ അടുത്ത വർഷം കഴിക്കുക. അപ്പൊ ഒരു 1.5 അടിയിൽ
കൂടുതൽ മുറിച്ച് മാറ്റിക്കളയാനായിട്ട് പാടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് വിളവെടുപ്പിനോടൊപ്പമോ അടുത്ത ആഴ്ചകളിലോ തന്നെ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഓഗസ്റ്റിൽ അല്ലെങ്കിൽ പിന്നെ ജൂലൈയിൽ അല്ലെങ്കിൽ ഓഗസ്റ്റിൽ നമ്മൾ പഴം പറിച്ചു, നല്ല മഴക്കാലമായിരുന്നു, പണിക്കാരെ ഒന്നും കിട്ടിയില്ല, നമ്മൾ പ്രൂൺ ചെയ്തില്ല. നവംബർ മാസം ഇച്ചിരി വെയിലായപ്പോഴത്തേക്ക് ആരെങ്കിലും വിളിച്ചിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാലും അടുത്ത വർഷത്തെ കായ കിട്ടത്തില്ല. അപ്പൊ ഈ പ്രൂണിങ് ശ്രദ്ധിക്കണം. ഒന്ന് മുറിച്ച് നീക്കുന്ന അകലം എന്ന് പറയുന്നത് ഒരു 1.5 അടിയിൽ കൂടുതൽ പാടില്ല. 2, ഈ പ്രൂണിങ് വിളവെടുപ്പിനോട് ചേർന്ന് തന്നെ ചെയ്യും. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ മുറിക്കുന്നിടത്ത് 2-3 ശകലം വരും. ചെയ്യാം വിളവെടുപ്പിനോട് ചേർന്ന് തന്നെ ഇത് ചെയ്യാം. നമ്മളത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇപ്പം ചില ആളുകൾ ഇങ്ങനെ ഒടിച്ചെടുക്കാറുണ്ട്, അങ്ങനെ എടുത്താലും മതി. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ കട്ടാൻകോട്ട് എന്നൊക്കെ പറഞ്ഞ ഓരോ ഉപകരണങ്ങളുണ്ട്. ഇത് കണ്ടോ ആ ആളുടെ കൈ പിടിച്ചേക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് കായം പറിക്കാം, ഈ പ്രൂണിങ് നടത്താം. നമ്മുടെ താഴെ കയ്യിലാണ് അതിൻ്റെ കൺട്രോള്, മുകളിൽ ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പം പ്രൂണിങ് നടത്താൻ പഴം പറിക്കാം. അങ്ങനെയുള്ള തോട്ടിയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ റംബുട്ടാൻ പോലെയുള്ള എല്ലാ പഴങ്ങളും ഒരേ സമയത്ത് പഴുക്കുക, 2-3 ഘട്ടമായിട്ടായിരിക്കും നമ്മൾ പറിക്കുന്നത്. ഏറ്റവും അവസാനം പഴം പറിക്കുന്ന കൂടെ തന്നെ 1.5 അടി താത്തി ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ പ്രൂണിങ്. അപ്പം പിന്നെ വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്തു പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചെടികളുടെ ചുവട്ടിൽ വെള്ളവും വളവും ഒക്കെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു തടവ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കുറച്ചുകൂടെ മാറ്റി കൊടുക്കും. അവിടെയാണ് വെള്ളവും വളവും ഒക്കെ പഠിക്കുന്ന ഈ ഫീഡർ റൂട്ട്സ് കൂടുതലുള്ളത്, ആ സ്ഥലത്തായിട്ട് കൊടുക്കുക. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിനായിട്ട് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ വളപ്രയോഗം കൂടെ പറഞ്ഞ് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കാം. കാരണം ആഹാരം കഴിക്കേണ്ട ആളുകളെ കാണും, രോഗികളൊക്കെ കാണുമല്ലോ, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പൊ റംബുട്ടാൻ പോലെയുള്ള മംഗോസിലൊക്കെ ആണെങ്കിൽ താപ്രിക്കോട്ടാണ് കേട്ടോ. ഞാൻ പറയാം, ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, മംഗോസിൽ പ്രൂണിങ് ഇല്ല എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പൊ റംബുട്ടാൻ ചെടി വെച്ചാണെങ്കിൽ നമ്മൾ കായ്ക്കുന്ന ഒരു മരം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തോട്ടമായിട്ടൊക്കെ ചെയ്യാൻ ഒരു ശാസ്ത്രീയമായ രീതി പറഞ്ഞാൽ നമ്മൾ ആദ്യം പ്രൂൺ ചെയ്തു പഴം പറിച്ചിട്ട്, അതിനുശേഷം ഡോളോമൈറ്റ് അല്ലെങ്കിൽ കുമ്മായം അല്ലെങ്കിൽ പച്ചക്കക്ക എന്താണോ നമ്മുടെ മണ്ണിന്റെ pH കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ആദ്യം ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞ അമിതമായ പൊഴിച്ചിലിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ പൊഴിച്ചിലിന് അമിതമായ പൊഴിച്ചിലിനൊക്കെ കാരണമായി തീരുന്നത് ഈ മഴയൊക്കെ കൂടിക്കഴിയുമ്പോൾ മണ്ണിന്റെ pH-നുണ്ടാകുന്ന വ്യത്യാസം. അപ്പൊ മണ്ണിന്റെ pH ഒരു 6-ന് മുകളിൽ നിലനിർത്തിയെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് കാര്യങ്ങൾ റംബുട്ടാനിൽ പോകും. അതുകൊണ്ട് നമ്മൾ 2 പ്രാവശ്യം ഡോളോമൈറ്റ് അല്ലെങ്കിൽ കുമ്മായം അല്ലെങ്കിൽ പച്ചക്കക്ക കൊടുക്കുന്നുണ്ട്. ആദ്യം കൊടുക്കേണ്ടത് നമ്മൾ വിളവെടുപ്പിന് ശേഷം, വളങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ്. പ്രൂണിങ് കഴിഞ്ഞു നമ്മൾ ഡോളോമൈറ്റ്, കുമ്മായം അല്ലെങ്കിൽ പച്ചക്കക്ക കൊടുക്കും. അതിനുശേഷം 20 ദിവസം കഴിയും, ഡോളോമൈറ്റ് കൊടുത്ത് 20 ദിവസം കഴിയുമ്പോൾ ചാണകപ്പൊടി അല്ലെങ്കിൽ വാട്ടുംകാട്ടം എന്താണ്, നിങ്ങളുടെ ജൈവവളങ്ങൾ എന്താണോ അത് കൊടുക്കും. വീണ്ടും 20 ദിവസത്തിന് ശേഷം NPK 18-9-18 പോലെയുള്ള കോംപ്ലക്സ് വളങ്ങൾ 3 വർഷം പ്രായമായതാണ് ഒരു 250 ഗ്രാം, മരങ്ങളുടെ പ്രായമനുസരിച്ച് അത് കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഡോളോമൈറ്റ് ഇട്ടു, 20 ദിവസം കഴിഞ്ഞ് ചാണകപ്പൊടി പോലുള്ള ജൈവവളങ്ങൾ കൊടുത്തു, വീണ്ടും 20 ദിവസത്തിന് ശേഷം NPK കൊടുത്തു. നവംബർ മാസത്തിൽ MOP പൊട്ടാഷ് മാത്രം അത് ചോട്ടി കൊടുക്കും. ഇത്രയും വളങ്ങൾ നമ്മൾ ചെയ്താൽ മതി. നമുക്ക് ചിലവ് വളരെ കുറവാണ്. ഇനി ചെയ്യാവുന്ന 1-2 കാര്യങ്ങളെ പറയാം. നമുക്ക് ഈ പൊഴിച്ചിൽ പോലുള്ള കാര്യങ്ങളെ കുറയ്ക്കാൻ വേണ്ടി പൂ വിരിഞ്ഞ കായ്കളായി കഴിഞ്ഞു, പൂവേലല്ല, പൂ വിരിഞ്ഞ കായ്കൾ കണ്ടു തുടങ്ങുന്ന സമയം തൊട്ട് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് SOP എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. SOP സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളം, SOP 3 ഗ്രാം per ലിറ്റർ. അത് നമുക്ക് 20 ദിവസത്തെ ഇടവേളകളിൽ 4 പ്രാവശ്യം വരെ കൊടുക്കും. 20 ദിവസത്തെ ഇടവേളകളിൽ 4 പ്രാവശ്യം വരെ SOP. അത് പൂ വിരിഞ്ഞ് കായ്കൾ കണ്ടു തുടങ്ങുന്ന സമയം തൊട്ട് മതി, പൂവേൽ വേണ്ട. പൂ വിരിഞ്ഞു കഴിഞ്ഞ് അത് കൊടുക്കുക. ഇതിനിടയ്ക്ക് 1 പ്രാവശ്യം മൈക്രോ ന്യൂട്രിയൻസ്, സൂക്ഷ്മ മൂലകങ്ങൾ, അത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളം. സൂക്ഷ്മ മൂലകങ്ങൾ 1 ഗ്രാം 1 ലിറ്റർ വെള്ളം. അത് ഇതെല്ലാം സ്പ്രേയിങ് ആണ് കേട്ടോ. SOP മൈക്രോ ന്യൂട്രിയൻസും സ്പ്രേയിങ് ആണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു വലിയ മരമാണെന്ന് വിചാരിച്ചു, സ്പ്രേയിങ് ഒന്നും നടക്കുക. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ SOP വേണേൽ ചൂട്ടി കൊടുക്കാം. പക്ഷേ 3 ഗ്രാമിന് പകരം 7 ഗ്രാം വേണം കലക്കി ഒഴിക്കും. സ്പ്രേയിങ് ആണ് 3 ഗ്രാം മതി SOP. ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനാണെങ്കിൽ 7 ഗ്രാം വേണം 1 ലിറ്റർ. അങ്ങനെ കൊടുക്കും. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, കായ്ക്കുന്ന മരങ്ങൾക്ക് മെയ് മാസത്തിൽ തന്നെ നമ്മൾ ഡോളോമേറ്റ് അല്ലെങ്കിൽ കുമ്മായം ഒന്നുകൂടെ കൊടുക്കണം.
എന്ന് മഴക്കാലത്തിന് മുമ്പ് മെയ് മാസം. അതൊരു ചെടിക്കൊരു 300 ഗ്രാമൊക്കെ മിനിമം വേണം. ചെടികളുടെ വലിപ്പം അനുസരിച്ച് കൂട്ടിക്കൊണ്ടുപോകും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്തൊരു വളപ്രയോഗമായിട്ടുള്ള ബന്ധത്തിൽ ചെയ്യാനുള്ളത്. പിന്നെ ഇതിനകത്ത് ജലസേചന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോളാം. അതായത് നമുക്ക് നന്നായിട്ട് വെള്ളം വേണമെന്ന് പറയുമ്പം അതോടൊപ്പം തന്നെ നന നിയന്ത്രിക്കേണ്ട ഒരു സമയം കൂടെ ഉണ്ട്. അതായത് സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ഒരു കാലാവസ്ഥ വെച്ച് ഒരു നവംബർ മാസത്തോടു കൂടി നമ്മുടെ തുലാമഴയൊക്കെ കഴിയും, മഴക്കാലം ഒന്ന് കഴിയും. പിന്നെ ഡിസംബർ മുതൽ നമുക്ക് വലിയ മഴയില്ല, വേനൽക്കാലം തുടങ്ങും. അപ്പൊ ഡിസംബർ മാസത്തിൽ നമ്മൾ നനയ്ക്കേണ്ട ആവശ്യം ഇല്ല. സാധാരണ കാലാവസ്ഥയിൽ ഡിസംബറിൽ നമ്മൾ നന ഒഴിവാക്കുക. ഒരു ജനുവരി മാസം തൊട്ട് ആഴ്ചയിൽ 1, അതിനടുത്ത ആഴ്ച 2 എന്നിങ്ങനെ വളരെ ക്രമമായിട്ട് നനയുടെ അളവ് നന ദിവസങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടു വന്നാൽ മതി. എന്തുകൊണ്ടാണ് അറിയാമോ? നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഈ പഴവർഗ്ഗങ്ങളെല്ലാം പൂവിടുന്നത് വേനൽക്കാലത്താണ്. ശരിയല്ലേ? മംഗോസ്റ്റിനും റംബൂട്ടാനും ഒക്കെ പൂവിടുന്നത് വേനൽക്കാലത്താണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൂവിടുന്നതിന് പിന്നിൽ ചെറിയൊരു കാര്യമുണ്ട്. ആ കാര്യം ഈ ചെടികൾക്കുണ്ടാകുന്ന ഒരു സ്ട്രെസ്, ഒരു ക്ഷീണം ഉണ്ടാകുന്നത് കൊണ്ടാണ് ചെടികൾ പൂവിടുന്നത്. അല്പം കൂടി മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറയാം. നമ്മൾ പറയുന്ന പോലെ നവംബർ മാസത്തോടെ മഴ നിന്നു. അപ്പൊ അതുവരെ ഇഷ്ടംപോലെ മഴയാണ്, നമ്മൾ വളങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എടുത്ത് ഈ ചെടി വളരെ സന്തോഷത്തോടെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക, വളർച്ച കാലഘട്ടം. അപ്പൊ മഴ നിന്നു, നമ്മൾ വെള്ളം കൊടുക്കാതെ വരുമ്പോഴത്തേക്ക് ഈ ചെടിക്ക് ചെറിയൊരു സമ്മർദ്ദം ഉണ്ടാകും. നമ്മൾ ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി ആദ്യ ആഴ്ചകളിലൊക്കെ ഈ ചെടിയെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും അടിഭാഗത്തുള്ള ഇലകളെല്ലാം ഒരു മഞ്ഞ കളറായിട്ട് പതുക്കെ പൊഴിയും. ശരിയാണ് ഞാൻ പറഞ്ഞത്? മിക്ക മരങ്ങൾക്കും ഉണ്ട്, റംബൂട്ടാന് മാത്രമല്ല മിക്ക മരങ്ങൾക്കും ഉണ്ട്. ഏറ്റവും അടിപ്പക്കിലുള്ള ഇലകളെല്ലാം ആദ്യം ഒന്ന് പൊഴിയും. അത് ചെടി പൊഴിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം കിട്ടുന്നില്ല, മുകളിൽ നിന്നുള്ള ചൂട് നന്നായിട്ട് കൂടി. അപ്പൊ ചെടിക്ക് ഒരു ചെറിയ ക്ഷീണം വന്നപ്പോൾ ഈ മൂത്ത ഇലകളെല്ലാം ഒഴിവാക്കി ഒന്ന് സർവൈവ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പൊ ആദ്യം മൂത്ത ഇലകളെല്ലാം പൊഴിച്ചു. പക്ഷെ പിന്നീട് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് കിട്ടുന്ന വെള്ളത്തിന്റെ അളവ് വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെടി വലിയൊരു സമ്മർദ്ദത്തിലേക്കാണ്. അന്നേരമാണ് ചെടിക്ക് ചെറിയൊരു വാട്ടം പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു വാട്ടം വരുമ്പോൾ, ഈ സമ്മർദ്ദം വരുമ്പോൾ ചെടി വിചാരിക്കുന്ന ഒരു കാര്യം, ചെടിക്ക് ജീവനുണ്ടല്ലോ, വിചാരിക്കാന്ന് പറയാൻ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, എങ്കിൽ പോലും ഞാൻ ആ ഒരു വാക്കെന്ന് പറയുന്നേ ഉള്ളൂ. ചെടി സെൻസ് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ മിക്കവാറും മരിച്ചു പോകും. അങ്ങനെയെങ്കിൽ എനിക്ക് പുതിയ തലമുറ വേണം. പുതിയ തലമുറ ഉണ്ടാകണമെങ്കിൽ വിത്ത് വേണം. അങ്ങനെ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചെടിയെ കൂടുന്നത്. നമുക്ക് തിന്നാൻ പണം തരാൻ വേണ്ടി ഒന്നുമല്ല ഇത് ചെയ്യുന്നത്, ഇതിന്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം. അപ്പൊ ഈ പൂവിടാൻ പ്രേരണ നൽകിയ കാര്യം എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് കിട്ടി, ടെമ്പറേച്ചർ സ്ട്രെസ്സും കിട്ടി, ചെറിയൊരു വാട്ടർ സ്ട്രെസ്സും ഉണ്ടായി. ഈ വെള്ളത്തിന്റെ കുറവും ചൂടിന്റെ കൂടുതലും കൊണ്ടാണ് ഈ സമ്മർദ്ദം ഈ ചെടിക്ക് ഉണ്ടായത്. നമ്മൾ തിരിച്ചത് വിചാരിച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരു മരമുള്ളൂ റംബൂട്ടാൻ. നമ്മൾ വളരെ കാര്യമായിട്ട് വളർത്തുന്ന ചെടിയാണ്. മഴ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഓസ് തുറന്ന് നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിൽ ഇട്ടിരിക്കുക. രാവിലെ 1 മണിക്കൂർ, വൈകിട്ടും 1 മണിക്കൂർ. ചെടിക്ക് ഈ കാര്യമെല്ലാം തോന്നുമോ? ഒന്നും തോന്നുകയല്ല. ചെടി വിചാരിക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇനി വളരും. അപ്പൊ പൂവിന് പകരം പിന്നെ എന്ത് വരും? ഇല വരും, അല്ലെ തളിര് വരും. പലപ്പോഴും ചെടികൾ പൂക്കാതെ പോകുന്നതിന്റെ ഒരു കാര്യം ഇതാ, ഒരു കാര്യം, വെള്ളം എപ്പോഴും ചെന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചെടിക്ക് ക്ഷീണം തോന്നിയില്ല, ഞാൻ നശിച്ചു പോകുന്നൊരു തോന്നല് വന്നില്ല, വിത്ത് ഉൽപ്പാദിപ്പിക്കണമെന്നൊരു തോന്നല് ചെടിക്ക് വന്നില്ല. അപ്പൊ പിന്നെ തളിര് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇത് കേട്ടിട്ട് ചില ആളുകൾ പൂവിടാൻ നനയ്ക്കില്ല, അത് അബദ്ധം. മനസ്സിലായോ? പൂവിടുന്നതിന് മുമ്പ് നനയ്ക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഡിസംബർ മാസത്തിൽ ഈ നന നിയന്ത്രണം വരുത്തുക. ജനുവരി തൊട്ട് ആഴ്ചയിൽ 1 തൊട്ട് നനയ്ക്കണം. ചില ആളുകൾ ഇത് കേട്ടിട്ട് നനച്ച പൂവിടുക എന്ന് വിചാരിച്ച് നനയ്ക്കുക, ചെടി ഉണങ്ങിപ്പോയ ആളുകളുണ്ട്. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. ഇതൊരു ബാലൻസ് ചെയ്യാണ്. നമുക്ക് ഒന്ന് ചെടിയെ നോക്കുക, ചെടിക്ക് ക്ഷീണം എപ്പം തോന്നിയാലും അങ്ങനെ നനച്ചോണം. അപ്പൊ കഴിവതും ഡിസംബറിൽ എനിക്ക് തോന്നുന്നു നന ആവശ്യം വരത്തില്ല. ജനുവരി തൊട്ട് ആഴ്ചയിൽ 1, അതിനടുത്ത ആഴ്ച 2 എന്ന രീതിയിൽ നന കൂട്ടിക്കൊണ്ടുവരിക. ഫെബ്രുവരി മാസമൊക്കെ നന്നായിട്ട് വെള്ളം കൊടുക്കുക. പൂത്തതിന് ശേഷം ഇഷ്ടംപോലെ വെള്ളം നിങ്ങൾ കൊടുക്കുക. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യുക, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ നന ഓവറായി കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ പൂവിടിയിലിനെ അത് ബാധിക്കും. ചിലപ്പോൾ പൂവിടാതെ ചെടി തളുത്തു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക.
ഓക്കെ, ഇനി ഒരു 5 മിനിറ്റ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എന്നിട്ട് നമുക്ക് നിർത്താം. പ്രൂണിങ് നമ്മൾ മഴക്കാലത്ത് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ആ ചെടിയുടെ അഗ്രഭാഗം ഒരു 1.5 അടി മാറ്റിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അത് ഒരു ചെറിയൊരു ശകലമാണ്, അത് പ്രശ്നമൊന്നും വരത്തില്ല. നമുക്ക് മഴക്കാലത്ത് അല്ലാതെ ചെയ്യാൻ പറ്റില്ല, കാരണം വിളവെടുപ്പ് മഴക്കാലത്താണ്, അതുകൊണ്ടാണ് ഒന്നും പറ്റത്തില്ല. അതേസമയം നിങ്ങൾ മുറിക്കുമ്പോൾ ഇച്ചിരി വലിയ ശകലങ്ങൾ മുറിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും ഒരു പഞ്ചസൈഡ് തേച്ച് കൊടുത്ത് വെള്ളം ഇറങ്ങാതെ വെക്കണം. ചെറിയ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു മിനിമം പ്രൂണിങ്ങിൽ ഒന്നിൻ്റെ ആവശ്യം. റംബുട്ടാൻ പ്ലാന്റിങ് സമയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ തൈ വെക്കാം, കുഴപ്പമില്ല. നനയ്ക്കാനുള്ള സൗകര്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഒരു മെയ് മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെയുള്ള സമയം. അപ്പം മഴയുണ്ട് ആ സമയം. പിന്നെ അമിതമായ മഴയുള്ള സമയത്ത് വെക്കാതിരിക്കും, കാരണം നമ്മൾ കുഴിയൊക്കെ എടുത്ത് കൂടുമ്പോഴത്തേക്ക് നമ്മൾ ചള്ളയെന്നൊക്കെ പറയാം, അതുപോലെ കുഴഞ്ഞ മണ്ണിൻ്റെ അത് വെക്കാതിരിക്കുക. അങ്ങനെ ഒരു ഇടവേളകൾ വയ്ക്കുക. ഏറ്റവും നല്ല സമയം ഞാൻ പറയുന്നത് ഒരു മെയ് കാലവർഷത്തിന് തൊട്ട് മുമ്പ് വെക്കുകയാണെങ്കിൽ തുടർന്നുള്ള മഴകളെല്ലാം ഇതിന് കിട്ടും, നന്നായിട്ട് വളരും. പിന്നെ ഇപ്പോൾ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഒക്കെ നിങ്ങൾ വെക്കാം, പക്ഷേ വെക്കുന്ന അന്ന് തന്നെ നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. വിത്ത് റംബുട്ടാനെ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, റംബുട്ടാനെ വിത്ത് കഴിക്കാമോ? ഞാൻ പറയുന്നത് ആ പഴത്തിൻ്റെ കൂടെ കഴിച്ച് ആ പഴത്തിൻ്റെ ടേസ്റ്റ് കളയരുത്. വല്ലാത്തൊരു കമപ്പും ചുമപ്പും എല്ലാം കൂടെ നമ്മൾ തിന്നിട്ട് കാര്യമില്ല. ഇനി ആർക്കെങ്കിലും വിത്ത് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ വിത്തുകളിലും ചെറിയ ടോക്സിക് എലമെന്റ്സ് ഉണ്ട്. വിത്ത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഛർദ്ദിക്കും, അതുകൊണ്ട് വേവിച്ച് കഴിക്കും. നമ്മൾ പണ്ട് ആഞ്ഞിലിക്കയുടെ കുരുവൊക്കെ വറകട്ടിയിട്ട് കഴിക്കുകയല്ലായിരുന്നു. ഇപ്പൊ ചക്കക്കുരു നല്ലതാകുമ്പോൾ നമ്മൾ ആരും പച്ചക്ക് കഴിക്കുകയല്ല എന്ന് പറഞ്ഞതുപോലെ കുക്ക് ചെയ്ത് കഴിക്കും. പഴത്തിനോടൊപ്പം കഴിക്കാനത് അതിന്റെ ടേസ്റ്റ് കളയും. വിത്ത് കഴിക്കുന്നതോട് കുഴപ്പമൊന്നുമില്ല. പിള്ളേർക്ക് അല്ല, നമ്മുടെ NIT-നാണ് നമുക്ക് വിത്ത് മാറ്റിട്ട് കൊടുക്കാമല്ലോ. വിത്ത് കൂടെ കഴിക്കുന്ന അത്ര നല്ലതല്ല. ഞാൻ വിത്തൊക്കെ കഴിച്ചിട്ട് ഒമിറ്റ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്, കാരണം ഈ ടോക്സിക് ആയിട്ടുള്ള എലമെന്റ്സ് ഉള്ള പിള്ളേർക്കൊന്നും ഉറപ്പായിട്ട് വിത്ത് കൂടി കൊടുക്കരുത്. വിത്തില്ലാതെ കൊടുക്കരുത്. എന്തോ റംബുട്ടാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് വേണമെങ്കിൽ മാനദണ്ഡമായിട്ട് നമ്മുടെ നാട്ടിൽ നമുക്കൊരു മാനദണ്ഡമായിട്ട് പറയാവുന്നത് റബ്ബർ നന്നായിട്ട് വരുന്ന എല്ലാ സ്ഥലത്തും റംബുട്ടാൻ കൃഷി ചെയ്യും. പക്ഷേ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്കത്ര റെക്കമെൻഡബിൾ അല്ല. ഇനി അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കുട്ടനാട്ടിലൊക്കെ അവർ തെങ്ങ് കൃഷി ചെയ്യുന്ന പോലെ ഇങ്ങനെ വാരം ഉണ്ടാക്കിയിട്ട് വലിയ കൂനകൾ ഉണ്ടാക്കി കൃഷി ചെയ്യാവുള്ളൂ. റംബുട്ടാന് വേറെ വെള്ളത്തിൽ ചെന്ന് മുട്ടിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അവൻ്റെ ഏകദേശം ഒരു പരിപാടി തീരും. പിന്നെ വളരെയേറെ മരച്ച് നിൽക്കുകയുള്ളൂ, കാര്യമായ ആദായം കിട്ടത്തില്ല. നമ്മുടെ നാട്ടിൽ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, വെള്ളക്കെട്ടുള്ള സ്ഥലം ഒഴിവാക്കും. നനയ്ക്കാൻ വെള്ളം വേണം, പക്ഷേ വെള്ളക്കെട്ടുണ്ടാകും. വരുന്നത് തീർച്ചയായിട്ടും ഞാൻ സമയമില്ലാത്തതുകൊണ്ട് മംഗോസ്റ്റിൻ നമുക്ക് കൃഷി ചെയ്യാം. മംഗോസ്റ്റിൻ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയായിട്ട് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ദുരിയാൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി നമ്മൾ കൃഷിയായിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിനൊക്കെ റംബുട്ടാനേക്കാൾ കൂടുതൽ റിസ്ക് ഉണ്ട്. ഇത്ര ഈസിയാണ്. ഇപ്പം മംഗോസ്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മംഗോസ്റ്റിൻ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ വീട്ടിലുള്ള പ്രശ്നം അതിൻ്റെ അകത്തൊരു മഞ്ഞ കറ കയറുന്ന പ്രശ്നമുണ്ട്, ഇല്ലേ? ഗ്യാമ്പോജ് എന്ന് പറയാം, ഗ്യാമ്പോജ്. അത് ചെടിയേലുണ്ട്, മരത്തിൽ ആ സാധനമുണ്ട്. ഈ മരത്തിലോട്ട് ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ അത് കട്ടിയായിട്ട് പോകും, കയ്പാ പിന്നെ കഴിക്കും. അപ്പം മാർക്കറ്റിങ്ങിനെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കും. അങ്ങനെയുള്ള ചില ഇഷ്യൂസ് ഉണ്ട്. അപ്പം നല്ല നീർവാർച്ചയുള്ള സ്ഥലങ്ങളിലേക്ക് മംഗോസ്റ്റിൻ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിനുള്ള പ്രശ്നങ്ങൾ വരും. അത് സ്വാഭാവികമായിട്ട് ചെടിയാലുള്ള ഒരു കറയായിരുന്നു. ഇനി മംഗോസ്റ്റിൻ വീട്ടിലുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ഒരു മാർഗം പറയാം. മംഗോസ്റ്റിൻ കായ്ക്കുന്ന മരങ്ങളുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ പഴങ്ങൾ പൊഴിഞ്ഞ് വീണ് കിട്ടാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തു. പൊഴിഞ്ഞ് വീണ് ചതവ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് 100% ഈ മഞ്ഞക്കറ ഉണ്ടാകും. അപ്പൊ ചെയ്യേണ്ടത് നല്ല പർപ്പിൾ കളറാകുമ്പോൾ, കറുപ്പാകണ്ട, പർപ്പിൾ കളറാകുമ്പോൾ വലയുള്ള തോട്ടി, മാങ്ങാപ്പഴമൊക്കെ പറിക്കുന്ന കൊണ്ട് വലയുള്ള തോട്ടി ഉപയോഗിച്ച് ചതവില്ലാതെ പറിച്ചെടുക്കുക. ഒരു 3 ദിവസം കൊണ്ട് നല്ല ബ്ലാക്ക് കളറിലേക്ക് വരും. ഈ പറഞ്ഞ കുഴപ്പം കുറവായിരിക്കും. നമ്മളല്ലാതെ മരുന്ന് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. മംഗോസ്റ്റിലെ പ്രൂണിങ് റംബുട്ടാനിലെ പോലെ പ്രായോഗികമല്ല. കാരണം റംബുട്ടാന്റെ വശങ്ങളിലേക്കുള്ള ശേഖരങ്ങളെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബ്രാഞ്ചസ് അത്ര പെട്ടെന്ന് ഉണ്ടാകുകയാണ്. ചിലപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ 1 വർഷം നമ്മൾ സ്കിപ്പായിപ്പോയി. പിന്നെ വലിയ ഉയരത്തിലേക്ക് പോയാൽ ടോപ്പ് വർക്ക് ചെയ്യും. ഒരു 15 അടിക്ക് 20 അടിക്കൊക്കെ മോള് വെട്ടി നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മഴക്കാലത്താണെങ്കിൽ വെള്ളം ഇറങ്ങാതെ ഒരു എന്തെങ്കിലും ചെയ്താൽ
സൈനൈഡ് ഉണ്ടെന്നോ? കുരുവിൻ്റെ അതാണോ? അതെയോ കുരുവിൻ്റെ പുറത്തുള്ള ഒരു ബ്രൗൺ കളറിൽ അല്ലേ? ഓക്കെ, അതുകൊണ്ട് കഴിക്കാതിരിക്കാം നമുക്ക്, അതാണ് നല്ലത്. കുരുവിൻ്റെ വഴിക്ക് വിടുക, പഴം നമുക്ക് കഴിക്കാനുണ്ടല്ലോ. എന്തോ അടുത്ത ദിവസം വന്നോ? ആ. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ കാര്യം ഞാൻ പറയാം, ഈ കുരുവിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാ. നമ്മൾ ഈ പിന്നെ ചക്കക്കുരുവിൻ്റെ ഒക്കെ പുറത്ത് കാണുന്ന പോലെ ഒരു കരിന്തൊലി ഉണ്ടല്ലോ ഇതിൻ്റെ പുറത്തുള്ള, അത് തൊണ്ടായി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കഫക്കെട്ട് ഉണ്ടാകാനുള്ള ചെറിയ സാധ്യതയുണ്ട്. അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ കുരു മാറ്റിയിട്ട് ആ ഫ്രഷ് തന്നെ കൊടുക്കുന്നത് നല്ലത്. ആ കുരുവിൻ്റെ പുറത്തുള്ള ഏറ്റവും പുറമേയുള്ള അത് തിന്നു കഴിഞ്ഞാൽ തൊണ്ട ഇറിറ്റേഷൻ ഉണ്ടാവും, ചിലപ്പോൾ കഫക്കെട്ടിലേക്കൊക്കെ പോകാൻ സാധ്യത. അതുകൊണ്ട് കുരു ഉപയോഗിക്കാതിരിക്കുന്നതാണ്. ഫോൺ നമ്പർ 8113966600.